ഇതിൻ്റെ മെയിൻ ത്രസ്റ്റ് ഹിന്ദുസും ക്രിസ്ത്യൻ മിഷണറീസും തമ്മിലുള്ള ഡിബേറ്റ്സും അതിനെ പറ്റിയാണ്. അപ്പം അത് തന്നെ ഒരു ഡിബേറ്റാണ്, ഒരു ഗോഡാണോ പല ഗോഡ്സ് ആണോ, ഇതിനെല്ലാം കൂടെ ഒരു ലേബിളിൽ അടി വെക്കണമെങ്കിൽ ഹിന്ദുയിസം എന്നുള്ള വേർഡ് വരുന്നത് 18ാം നൂറ്റാണ്ടിലാണ്. ചാൾസ് ഗ്രാന്റ് എന്ന് പറഞ്ഞ ഒരാളാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് സോഫാർ അറിയുന്നത്. ഹിന്ദുയിസത്തിന്റെ ഒരു ബ്രോഡ് ആക്ക് വെച്ച് നോക്കിയാൽ ഒരു ബ്രാഹ്മിൻസിന്റെ ഒരു ടെൻഡൻസി ഉണ്ട്, വിച്ച് ഇസ് ടു ബ്രിങ് ഡൈവേഴ്സ് ട്രഡീഷൻസ് ടുഗെദർ. അവർ തന്നെ മേളിൽ നിന്നുകൊണ്ടാണ് അതിൻ്റെതായ ഒരു പോളിറ്റിക്സ് ഉണ്ട്. ബ്രാഹ്മിൻസ് വിൽ റിമെയിൻ ഓൺ ടോപ്പ് ഓഫ് ദ സ്ട്രക്ചർ. സൗത്ത് ഇന്ത്യയിൽ നോക്കിയാൽ ഇസ്ലാം തന്നെ വരുന്നത് പീസ്ഫുള്ളി ആണ്. ട്രേഡ് വഴി, കോമേഴ്സ് വഴി ദേ കം. അവർ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നെങ്കിലും അവരുടെ പള്ളികൾ ഇവിടുത്തെ തന്നെ മേസൻസ് ആണ് പണിയുന്നത്, അവരുടെ രീതികൾ ഇവിടുത്തെ അങ്ങനെ വലിയ വ്യത്യാസമായിട്ട് നമുക്ക് കാണില്ല. മധുരയിൽ ഇപ്പോഴും റൂസ് പീറ്റർ കൊടുത്ത, എനിക്ക് തോന്നുന്നത് പീറ്റർ പാതുകം എന്നാണ് അതിന് പറയുന്നത്. അത് ചിത്ര മാസത്തിലെ ഒരു വലിയ ഫെസ്റ്റിവൽ ഉണ്ട് മധുര മീനാക്ഷിയുടെ. അതിനകത്ത് അതിനെയും കൊണ്ടുവന്ന് ദേവിയുടെ മുമ്പിൽ പൂജിക്കുകയൊക്കെ ചെയ്യും. ഒരു വെള്ളക്കാരൻ കൊടുത്ത സാധനമാണ്. ക്യൂ വാഗ്വിചാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് വാഗ്വിചാരത്തിൽ എന്നോടൊപ്പം ഉള്ളത് മനു എസ് പിള്ളയാണ്. ഇന്ത്യയിലെ ചരിത്ര കുതുകികളെ ആകപ്പാടെ മാറ്റിയെടുത്ത 21ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രകാരനാണ് മനു. ആഖ്യാന ഭംഗി കൊണ്ട്, ഭാഷയുടെ ശൈലി ഭംഗി കൊണ്ട്, ഗവേഷണത്തിൻ്റെ മികവ് കൊണ്ട് ഒക്കെ ചരിത്രം എന്ന് പറയുന്നത് അക്കാഡമിക പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റിമറിച്ചുകൊണ്ട് ജനപ്രിയ വായനയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും അധികം കഠിനാധ്വാനം ചെയ്ത ഒരു യുവ പ്രതിഭ എന്ന് നമുക്ക് പറയാം. മനുവിനെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്, പക്ഷെ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അത്രമാത്രം മനു വായിക്കപ്പെട്ടിട്ടുണ്ട്. മനുവിൻ്റെ കൃതികളെല്ലാം തന്നെ വായിക്കപ്പെട്ടിട്ടുണ്ട്. മനു ഇപ്പോൾ മനുവിൻ്റെ 5ാമത്തെ പുസ്തകവുമായാണ് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത്. മനു എഴുതിയ മറ്റു പുസ്തകങ്ങളൊക്കെ തന്നെ ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലറുകളാണെന്ന് നമുക്കറിയാം. ഈ പുതിയ പുസ്തകം ഗോഡ്സ്, ഗൺസ് ആൻഡ് മിഷണറീസ് എന്ന് പറയുന്ന ആധുനിക ഹിന്ദുത്വം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് വളരെയധികം സൂക്ഷ്മമായ പഠനങ്ങളിലൂടെ രേഖപ്പെടുത്തുന്ന ഒരു രചനയാണ്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പുസ്തകവും ഭാവിയിലെ ചരിത്രകാരന്മാർക്ക് എങ്ങനെയാണ് ഹിന്ദുത്വ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി, ഹിന്ദുയിസം എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത്, അത് ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത് എന്ന് ഭാവി ചരിത്രകാരന്മാരെ അന്വേഷിക്കുമ്പോഴും അവരുടെ ഒരു ആധികാരിക രേഖയായി നിലനിൽക്കാൻ പോകുന്ന ഒരു കൃതിയാണെന്ന് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. സ്വാഗതം മനു. താങ്ക് യു സുധീർ. സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ അന്വേഷണമാണ്. വളരെ തീക്ഷ്ണമായ പഠന ഗവേഷണങ്ങളിലൂടെയാണ് എഴുതിയതെന്ന് ഈ പുസ്തകം പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഏതാനും പേജുകൾ കഴിഞ്ഞാൽ ഏകദേശം പകുതിയിലധികം താങ്കളുടെ നോട്ടുകളും അതിൻ്റെ അടിക്കുറിപ്പ് 30 പേജ് നോട്ട്സാണ്, 350 പേജ് മെയിൻ ടെക്സ്റ്റ്. ഇന്ത്യയുടെ പുസ്തക ചരിത്രത്തിൽ പോലും പതിവില്ലാത്തതാണ്. അത്രയധികം നോട്ട്സുകളും ഗവേഷണ നോട്ടുകളുമായിട്ടാണ് ഈ പുസ്തകം വരുന്നത്. അതിൻ്റെ ആധികാരികതയെ സൂചിപ്പിക്കുന്നു. മനുവിൻ്റെ മറ്റ് കൃതികളെ പോലെ തന്നെ ഈ പുസ്തകവും തുടങ്ങുന്നത് ഒരു സംഭവ കഥ പറഞ്ഞുകൊണ്ടാണ്. ആ സംഭവ കഥകളിലൂടെ വായനക്കാരെ ചരിത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് മനു എന്നും അവലംബിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഒരുപക്ഷെ ചരിത്ര പുസ്തകങ്ങളെ ഇഷ്ടപ്പെടാത്ത യുവതലമുറയെ ചരിത്രത്തെ കൊണ്ടുവരാൻ മനുവിന് കഴിഞ്ഞതും. ഈ പുസ്തകത്തിലെ സംഭവ കഥ എന്ന് പറയുന്നത് തീർച്ചയായും വളരെ രസകരമാണ്. 1902 ജയ്പൂർ മഹാരാജാവ് എഡ്വേർഡ് 7ൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഒരു കടൽ കടന്ന് പുറത്തു പോകുന്ന ഒരു ഹിന്ദു രാജാവിൻ്റെ പ്രതിസന്ധികളാണ് അതിൽ പറയുന്നത്. ആ പ്രതിസന്ധി, ആ കഥ പറയുന്നതോടൊപ്പം തന്നെ ആ കഥയിൽ ആ പ്രതിസന്ധി മാറ്റിയെടുക്കാൻ അദ്ദേഹം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ ഹിന്ദുയിസം കാണിക്കുന്ന കൗശലം കൂടി പറയുന്നുണ്ട്. ആ കഥ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ സംഭാഷണത്തിലേക്ക് ഇറങ്ങാമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പം ഈ ബ്രിട്ടീഷ് രാജാവിൻ്റെ ഒരു കോറനേഷനാണ് നടക്കുന്നത്. അപ്പം ജയ്പൂരിലെയും മറ്റ് ഇന്ത്യയിലെ രാജാക്കന്മാർക്കൊക്കെ അതിനുള്ള ക്ഷണം കിട്ടിയിരുന്നു. അപ്പം കുറേ രാജാക്കന്മാരുണ്ട്, അവരങ്ങ് പോയി. പക്ഷേ കുറേ ഓർത്തഡോക്സ് ആയിട്ടുള്ള രാജാക്കന്മാരുണ്ട്, അവർക്ക് പോകാൻ കുറച്ചൊരു മടി. കാരണം ഇങ്ങനെ ഒരു ട്രഡീഷണൽ റൂളുണ്ട്, കാലാപാനി ക്രോസ് ചെയ്ത് കപ്പലിൽ കയറി എങ്ങും പോകാൻ പാടില്ല, ഇന്ത്യ വിട്ട് അങ്ങനെ പോകുന്നത് ജാതി ഭ്രഷ്ടം എന്നൊക്കെയുള്ള ചില പേടികളുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ട്രഡീഷണൽ സിസ്റ്റമിൽ തന്നെ ഇങ്ങനത്തെ ഓരോ ഓക്വേർഡായിട്ടുള്ള സിറ്റുവേഷൻസിൽ എത്തുമ്പം അതിനെ ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അത് സാധാരണ ഒരു കഥയിൽ കൂടെ അല്ലെങ്കിൽ ഒരു റിച്വലിൽ കൂടെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് മുമ്പിലോട്ട് നീങ്ങാൻ സാധിക്കും. അത് തന്നെ ഇവിടെയും നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദർബാറിലെ ബ്രാഹ്മണന്മാരോട് സംസാരിച്ചു. അവർ പറഞ്ഞു, താങ്കൾക്ക് പോകാൻ പോയാൽ ജാതി ഭ്രഷ്ടാവും, പക്ഷെ താങ്കൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ദൈവം ഉണ്ടായിരുന്നു, ശ്രീ ഗോപാൽജി എന്ന് പറഞ്ഞ്. ശ്രീ ഗോപാൽജിയുടെ വലിയ ഭക്തനാണ്.
അപ്പോൾ ശ്രീഗോപാൽജിയാണ് വിദേശത്ത് പോകുന്നത്. നല്ലൊരു ഭക്തൻ എന്നുള്ള രീതിയിൽ താങ്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നു, അദ്ദേഹത്തിൻ്റെ പുറകിൽ ആസ് എ ഫോളോവർ പോകുന്നു എന്നുള്ള രീതിയിൽ വേണം ഇതിനെ പ്രസൻറ്റ് ചെയ്യാൻ. എന്നിട്ട് യഥാർത്ഥത്തിലും അങ്ങനെയാണ് നടക്കുന്നത്. അവർ കുറേ ഗംഗാജലം കൊണ്ടുവരുന്നു, ഒരു പുതിയ കപ്പൽ, ആരും ഉപയോഗിക്കാത്ത ഒരു കപ്പലിൽ ബ്രാഹ്മണന്മാർ പോയി അതിനെ ശുദ്ധീകരിക്കുന്നു, ശ്രീഗോപാൽജിയെ ട്രെയിൻ വഴി കൊണ്ടുവന്നു, അവസാനം ഈ കപ്പലിൽ ഭഗവാനെ അവിടെ സ്ഥാപിച്ച് ഇരുത്തുന്നു, രാജാവും വന്ന് കയറുന്നു. അങ്ങനെ അവർ യൂറോപ്പിലേക്ക് പോകുന്നു. യൂറോപ്പിലും ലണ്ടനിലും വന്ന് ഇറങ്ങുമ്പം ആദ്യം ശ്രീഗോപാൽജിയുടെ ഐഡലിനെ പുറത്ത് ഇറക്കി അതിന് മുമ്പിലത്തെ വണ്ടിയിലും പുറയിലത്തെ കാരേജിലാണ് രാജാവ് ഇരിക്കുന്നത്. അപ്പം ലിറ്ററലി ശ്രീഗോപാൽജിയാണ് മുമ്പിൽ പോകുന്നത്, രാജാവ് ഫോളോ ചെയ്യുവാണ്. അങ്ങനെയാണ് വിദേശത്ത് പോകുന്നത്. എന്നിട്ട് അവിടെ ഉള്ള സമയത്തൊന്നും അവിടുത്തെ വെള്ളം കുടിച്ചില്ല, ഗംഗാജലം മാത്രമാണ് കുടിച്ചത്. അപ്പോൾ കോൺസ്റ്റന്റ് പ്യൂരിഫിക്കേഷനും നടക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ഒരു ഛായയിൽ ഒരു പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. പക്ഷെ പൊളിറ്റിക്കലി ചെയ്യേണ്ടിയ കാര്യം അതും നടക്കുന്നുണ്ട്, വിച്ച് ഇസ് ടു ഗോ ടു ലണ്ടൻ ആൻഡ് ആക്ച്വലി ബി ദെയർ അറ്റ് ദ കോറനേഷൻ. ഇൻഫാക്ട് ആ കഥയിൽ അവസാനം പറയുന്നുണ്ട് ഈ കോറനേഷൻ്റെ ഡേറ്റ് മാറ്റി വെക്കേണ്ടി വന്നു. കാരണം ബ്രിട്ടീഷ് രാജാവിന് എന്തോ ഒരു സുഖക്കേട് വന്നിട്ട് മാറ്റി വെക്കേണ്ടി വന്നു. അപ്പം അപ്പോഴും പറയുന്നത് ശ്രീഗോപാൽജിയുടെ ചൈതന്യം കൊണ്ടാണ് രാജാവ് പിന്നെയും അദ്ദേഹത്തിൻ്റെ ഹെൽത്തൊക്കെ റിക്കവർ ചെയ്ത് കോറനേഷൻ നടന്നത് തന്നെ. അപ്പം നല്ലൊരു കഥയിൽ കൂടെ, ഇത് കളിയാക്കാൻ പറയുന്നതല്ല, ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഒരു കഥയിൽ കൂടെ ഒരു രീതി, ഒരു പുതിയ സെറ്റ് ഓഫ് റിച്വൽസിൽ കൂടെ ചെയ്തെടുക്കേണ്ട കാര്യം ചെയ്തെടുക്കുന്നു. അതേ സമയത്ത് ട്രഡീഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെയും പറ്റുന്നത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ ഒരു ഇൻട്രസ്റ്റിംഗ്, അതായത് ടെൻഷനും ഉണ്ട്, ഇന്നോവേഷനും ഉണ്ട്, ക്രിയേറ്റിവിറ്റിയും ഉണ്ട്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ്. ആൻഡ് ഇൻ മെനി വേസ് ഹിന്ദുയിസത്തിൻ്റെ ഒരു ബ്രോഡ് ആർക്ക് നമ്മൾ നോക്കിയാൽ വി കോൺസ്റ്റന്റ്ലി സീ ദിസ്, ഇങ്ങനത്തെ ഒരു ഇന്റർപ്ലേ ബിറ്റ്വീൻ ട്രഡീഷൻ, ഇന്നോവേഷൻ ആൻഡ് ചേഞ്ച്. അപ്പോൾ അതേ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേഞ്ചസ് ഇൻ ദ DNA ഓഫ് ദ ഹിന്ദു റിലിജൻ. പക്ഷേ ഈ ചേഞ്ച് ഇപ്പം ദൈവത്തിന് കടൽ കടക്കുന്നതിന് തടസ്സമില്ല എന്നാണ് അവർ പറഞ്ഞു വരുന്നത് അല്ലേ? ദൈവത്തിൻ്റെ ഒരു ഈ ചേഞ്ചസ് അടിസ്ഥാനപരമായിട്ട് അധികാരമുള്ളവർക്ക് അല്ലെങ്കിൽ ഹൈറാർക്കിയിലുള്ളവർക്ക് മാത്രം ലഭിച്ചിരുന്ന ഒന്നാണെന്നുള്ളത് ചരിത്രം അതും ശരിയാണ്, സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. എന്തായാലും രസകരമായൊരു അനക്ഡോട്ടാണ് അത്. ഒരുപാട് പുസ്തകത്തിലേക്കും അല്ലെങ്കിൽ ഈ ഹിന്ദുത്വത്തിൻ്റെ ആശയങ്ങളിലേക്കും നമുക്ക് ഒരുപാട് മെസ്സേജ് തരുന്നതാണ്. തീർച്ചയായിട്ടും ഇതൊരു ഹിന്ദു ഐഡൻറ്റിറ്റിയുടെ നിർമ്മാണ ചരിത്രം എന്ന രീതിയിലാണ് മനു ഇതിനെ കണ്ടിട്ടുള്ളത്. അത് സബ് ടൈറ്റിൽ പറയുന്നുണ്ട്. പക്ഷേ ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷണറീസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ തലവാചകമായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനൊരു ടൈറ്റിലേക്ക് പോയതെന്ന് പറയുക? കുറച്ചുകൂടി അത് എനിക്ക് തോന്നുന്നത് കൺവേ ചെയ്യുന്നതിലൊരു തടസ്സമുണ്ടോ എന്ന് തന്നെ ഞാൻ സംശയിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഉദ്ദേശിച്ച ടൈറ്റിൽ വേറെ ആയിരുന്നു. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഐ തോട്ട് ഇതിൻ്റെ 3 പ്രധാനമായിട്ടുള്ള തീംസ് എന്താണ്. ഒന്ന് ഗോഡ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ മെയിൻ ത്രസ്റ്റ് ഹിന്ദുസും ക്രിസ്ത്യൻ മിഷണറീസും തമ്മിലുള്ള ഡിബേറ്റ്സും അതിനെ പറ്റിയാണ്. അപ്പം അത് തന്നെ ഒരു ഡിബേറ്റാണ്. ഒരു ഗോഡാണോ പല ഗോഡ്സ് ആണോ, ആ ഗോഡിന് പല രൂപങ്ങളാണോ, അതോ ഗോഡ് തന്നെ പല പീസസിലേക്ക് നമുക്ക് കഷ്ണിച്ച് കൊച്ചു ഫോംസിലേക്ക് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ തിയോളജിക്കലായിട്ട് കുറേ ഡിബേറ്റ്സ് ഉണ്ടായിരുന്നു. മാത്രമല്ല ക്രിസ്ത്യാനികളുടെ ദൈവവും ഹിന്ദുക്കൾ പറയുന്ന സുപ്രീം ദൈവവും ഒരേ ദൈവമാണോ, ഇതൊക്കെ അങ്ങനത്തെ കുറേ ഡിബേറ്റ്സ് ഉണ്ടായിരുന്നു. ഗൺസ് എന്നുള്ളത് റെഫറൻസ് ടു കൊളോണിയലിസം. പക്ഷേ അവസാന ഘട്ടത്തിൽ ഹിന്ദുത്വം ഉണ്ടായി വരുന്ന കാലത്ത് റെവല്യൂഷണറി വയലൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഗൺസ് ഓഫ് കൊളോണിയലിസം, പിന്നെ റെവല്യൂഷണറീസിൻ്റെ ഒരു കൗണ്ടർ അറ്റാക്കും കൂടെ ഉള്ള ഏർലി 20th സെഞ്ച്വറിയുടെ ആ ഒരു ഹിസ്റ്ററി ഉണ്ട്. പക്ഷേ ആ കൊളോണിയലിസമും കുറേ കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് കൊളോണിയലിസമാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ വായിച്ചാൽ ആദ്യത്തെ ഏർലി ഫേസ് ഓഫ് കൊളോണിയലിസത്തിൽ അങ്ങനെ ഇന്ത്യൻസിനോട് ഒരു പുച്ഛമായിട്ട് നോക്കുന്ന ഒരു പോളിസി ഇല്ലായിരുന്നു. പുച്ഛം ഉണ്ടായിരുന്നായിരിക്കും, പക്ഷെ ഒരിക്കലും കാണിക്കാത്ത രീതിയിലാണ് ബ്രിട്ടീഷുകാർ തന്നെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് വളരെ കെയർഫുൾ ആയിട്ടാണ് ഈ ഹിന്ദു കൾച്ചറുമായിട്ട് അവർ ഇടപെടുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അമ്പലങ്ങൾ തേങ്ങ ഉടയ്ക്കുക, ദൈവങ്ങളുടെ പ്രൊസഷൻസിലൊക്കെ ബ്രിട്ടീഷ് സോൾജേഴ്സ് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്, ഡൊണേഷൻ കൊടുക്കുക. മധുരയിലെ അമ്പലം ആണെങ്കിലും തിരുപ്പതിയിലെ അമ്പലം ആണെങ്കിലും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷ് വെള്ളക്കാരൻ വന്ന് കാഴ്ച വെക്കുക, സ്വർണം കൊടുക്കുക, അങ്ങനത്തെ ഗിഫ്റ്റ്സ് കൊടുക്കുക. മധുരയിൽ ഇപ്പോഴും റൂസ് പീറ്റർ കൊടുത്ത, എനിക്ക് തോന്നുന്നു പീറ്റർ പാതുകം എന്നാണ് അതിന് പറയുന്നത്. അത് ചിത്ര മാസത്തിലെ ഒരു വലിയ ഫെസ്റ്റിവൽ ഉണ്ട് മധുര മീനാക്ഷിയുടെ, അതിനകത്ത് അതിനെയും കൊണ്ടുവന്ന് ദേവിയുടെ മുമ്പിൽ പൂജയ്ക്കൊക്കെ ചെയ്യും. ഒരു വെള്ളക്കാരൻ കൊടുത്ത സാധനമാണ്. തിരുപ്പതിയിൽ തോമസ് മൺറോ കൊടുത്ത വലിയ ഒരു പാത്രമുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഒരു കോംപ്രമൈസ് രീതിയിൽ പോകാൻ ശ്രമിച്ച ഒരു കൊളോണിയലിസം കൂടാണ് അത്. മനു അതുപോലെ ഒരിടത്ത് ഇത് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു രാജാക്കന്മാരുടെ വേഷങ്ങളെ കുറിച്ച് തിരുവിതാംകൂർ രാജാവിൻ്റെ തന്നെ പറയുന്നുണ്ട്. നമ്മളിപ്പം ആറാട്ടിന് പോകുമ്പോൾ വിവസ്ത്രനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ താഴെ മാത്രം കൊടുക്കുന്നു. പക്ഷേ രാജാവാകുമ്പോൾ യൂറോപ്യൻ ഡ്രസ്സൊക്കെ ധരിക്കുന്നു. യൂറോപ്യൻ മാത്രമല്ല പേർഷ്യനെറ്റ്, ആ ഒരു ഇസ്ലാമിക് സ്റ്റൈൽ റോബ്സ്, അത് ഓരോ സന്ദർഭത്തിലും ഓരോ രൂപം വെച്ച് മാറും. പക്ഷെ ടൈറ്റിലെ 3ാമത്തെ എലിമെന്റ് ആണ് മിഷണറീസ്. മിഷണറീസ് ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് അല്ല. ഒന്നെന്ന് വെച്ചാൽ കാത്തലിക്സും ഉണ്ട്, പ്രൊട്ടസ്റ്റൻസും ഉണ്ട്. അതിനകത്ത് തന്നെ ഇപ്പോൾ കാത്തലിക്സ് വന്നതാണെങ്കിൽ ഗോവയിൽ വന്ന കാത്തലിക് മിഷണറീസിന്റെ ബിഹേവിയർ അല്ല തമിഴ്നാട്ടിൽ വന്നവരുടെ.
കാരണം ഗോവയിലെ സ്റ്റേറ്റും പവറും വെള്ളക്കാരൻ്റെ കയ്യിലാണ്, പോർച്ചുഗീസുകാരുടെ കയ്യിലാണ്. അപ്പോൾ അവിടെ കുറെ കൂടെ വയലൻ്റ് ആയിട്ട് കുറെ കൂടെ യൂറോപ്യൻ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റിയെ പുഷ് ചെയ്യാൻ അവർ ശ്രമിച്ചു. അപ്പോൾ ഹിന്ദുസുമായിട്ട് വയലന്റ് കോൺഫ്ലിക്റ്റ് ഉണ്ടായി. പക്ഷെ തമിഴ്നാട്ടിൽ വേറെ കഥയാണ്. തമിഴ്നാട്ടിൽ വന്നപ്പോൾ അവിടെ വിജയനഗറിന്റെ അടിയിലുള്ള നായക രാജാക്കന്മാരുടെ സാമ്രാജ്യത്തിന്റെ കാലമാണ്. അപ്പോൾ അവിടെ ക്രിസ്ത്യാനിറ്റി ഹിന്ദുവരിച്ച് വന്നതാണ്. അപ്പം കാസ്റ്റിനെ അംഗീകരിച്ചു. ഈ മിഷണറീസ് ബ്രാഹ്മണന്മാരെ പോലെ പൂണ്ടൂലിട്ട് തുടങ്ങി, കാവി ഉടുത്ത് തുടങ്ങി, തറയിലിരുന്ന് ഇലയ്ക്കകത്തു നിന്ന് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഒരു വളരെ ബ്രാഹ്മണൈസ്ഡ് ഫോം ഓഫ് റിലിജനായി. എന്നിട്ട് ചേർച്ചിനുള്ളിലും ജാതി വ്യവസ്ഥ വെച്ചുകൊണ്ട് ബ്രാഹ്മിൻസിന് മുമ്പ് ഇരിക്കാൻ സോ കോൾ ലോവർ കാസ്റ്റ് കൺവേർട്സിന് കഥവിൻ്റെ അവിടെ നിൽക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ഹിന്ദുവൈസ്ഡ് ക്രിസ്ത്യാനിറ്റി ആയിട്ടാണ് വേറെ ഒരു റീജിയനിൽ വന്നത്. അപ്പം മിഷണറീസും പല പല രൂപത്തിൽ പല പല രീതികളിലാണ് വന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഇന്ററാക്ഷൻ ഉണ്ടെങ്കിലും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് വൺ സെറ്റ് ഓഫ് പീപ്പിൾ അഗേൻസ്റ്റ് അനദർ അല്ല. ഓരോ ക്യാമ്പിലും ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ റെസ്പോൺസസും ഡൈവേഴ്സ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ആ പേര് പുസ്തകം വായിക്കുന്നതിന് പെട്ടെന്ന് ആ പേര് എന്നെ ഗോഡ് ഗൺ എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുത്വ ഗണ്ണായിട്ട് ഞാൻ കണക്കാക്കുകയും ഗോഡ്സിയുടെ ഗണ്ണാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത് നല്ല ഇതുപോലൊരു വലിയ പ്രശ്നം. ഇവരൊരു ആദ്യത്തെ അധ്യായത്തിന് തന്നെ മനു പറയുന്നത് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹിന്ദുയിസം എന്നാണ്. ഈ ഹിന്ദുയിസം എന്ന് പറയുന്നതിൻ്റെ ഒരു ചരിത്രം അതിൽ പറയുന്നുണ്ടെങ്കിലും ഒരു മനു അതൊന്ന് ബ്രീഫായിട്ട് പറയാം. ബിക്കോസ് നമ്മുടെ തന്നെ കോൺവെർസേഷനിൽ ഹിന്ദു എന്ന് പറയുന്നത് വാക്ക് പോലും പേർഷ്യൻ ആണെന്നും അത് വളരെ പിന്നീടാണ് വന്നതെന്നൊക്കെ നമ്മൾ പണ്ടത്തെ ഒരു കോൺവെർസേഷനിൽ പറഞ്ഞു. എന്താണ് ഹിന്ദുയിസം എന്ന് പറയുന്നത് മനു ഉദ്ദേശിച്ചത്? അപ്പം ഹിന്ദുയിസം എന്ന് പറഞ്ഞ ആ ഒരു ഇംഗ്ലീഷ് വേർഡ് വരുന്നത് 18th സെഞ്ച്വറിയിലാണ്. 18th സെഞ്ച്വറി ആ ഒരു വേർഡ്. ഇതിനെല്ലാം കൂടെ ഒരു ലേബിളിൽ അടി വെക്കണമെങ്കിൽ ഹിന്ദുയിസം എന്നുള്ള വേർഡ് വരുന്നത് 18ാം നൂറ്റാണ്ടിലാണ്. ചാൾസ് ഗ്രാന്റ് എന്ന് പറഞ്ഞ ഒരാളാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് സോഫാർ അറിയുന്നത്. അത് പക്ഷേ വെരി സൂൺ രാജ രാമമോഹൻ റോയ് പോലെ ബംഗാളിലുള്ളവർ അതിനെ അക്സെപ്റ്റ് ചെയ്ത് ഏറ്റെടുത്ത് അതിന് വേറെ ഒരു അർത്ഥമാണ് കൊടുക്കുന്നത്. അപ്പോൾ ചാൾസ് ഗ്രാന്റ് ഹിന്ദുയിസം എന്ന് പറയുമ്പോൾ പുച്ഛിച്ചാണ് പറയുന്നത്. ഇതൊരു ചുമ്മാ വിഗ്രഹ ആരാധന ചെയ്യുന്ന ഒരു പൊട്ട റിലിജനാണ്, ഇതിന് വലിയ അർത്ഥമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. രാമമോഹൻ റോയ് സെയിം വാക്കിനെ എടുത്ത് അതിന് വേറെ ഒരു മീനിങ് കൊടുക്കുന്നു. പക്ഷേ അതിൽ തന്നെ സംതിങ് ഇസ് ഇൻട്രസ്റ്റിംഗ് ഇൻ ദാറ്റ് അത്ര എളുപ്പം ആ ഒരു ലേബിൾ ഇന്ത്യൻസ് തന്നെ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദേ റെക്കഗ്നൈസ് സംതിങ് ഓഫ് വാല്യൂ ദേ. ഈ രാജാറാം റോയ് എടുക്കുന്നതിന് മുമ്പേ വരെ അവരെങ്ങനെയാണ് അതിനെ ഐഡന്റിഫൈ ചെയ്തിരുന്നത്? അതിനപ്പം ഒരു വാക്ക് വരേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ ഇതിന്റെ എപ്പിലോഗിൽ ഞാൻ പറയുന്നുണ്ട് 4 ബ്രൗൺ നമ്മളെ പോലെ നിറമുള്ളവർ ഒരു മുറിയിൽ ഇരിക്കുവാണെങ്കിൽ ഇപ്പൊ ഞാൻ താങ്കളെക്കാട്ടി കുറച്ചുകൂടെ കറുത്താണ്, ഇവിടെ ഇരിക്കുന്ന വേറെ ആൾക്കാർ എല്ലാവർക്കും ഒരു ഷെയ്ഡ് ഓഫ് ബ്രൗൺ ആണ് നമ്മുടെ. പക്ഷെ ഈ കൂട്ടത്തിൽ നമ്മൾ തമ്മിൽ വഴക്കും കാണും, പിണക്കവും കാണും, അങ്ങനത്തെ ഓരോ കുഴപ്പങ്ങളും കാണും. പക്ഷെ ഒരു വെള്ളക്കാരൻ വരുവാണെങ്കിൽ സഡൻലി ലൈക്ക് ഓക്കെ ദിസ് ഇസ് നമ്മളെക്കാട്ടിൽ കുറച്ച് വ്യത്യാസമാണ്. അതിൻ്റെ കൂടെ വെള്ളക്കാരൻ്റെ കയ്യിൽ ഒരു വാളോ അല്ലെങ്കിൽ ഒരു കമ്പോ വല്ലതും ഉണ്ടെങ്കിൽ കുറച്ച് പേടി തോന്നുന്ന വ്യക്തിയാണെങ്കിൽ ബ്രൗൺനെസ് becomes an opportunity to come together and articulate some form of resistance. അപ്പോൾ ഏത് റിലിജനിൽ നോക്കിയാലും ഒരു അതർ കാണും. എന്ന് വെച്ചാൽ അഗെൻസ്റ്റ് സംബഡി എൽസ്, അല്ലെങ്കിൽ വേറെ ഒരാളെ വെച്ചോണ്ടാണ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പം പ്രോട്ടസ്റ്റന്റ് കാത്തലിക് ചർച്ച് എന്ന് പറഞ്ഞാലും പ്രോട്ടസ്റ്റന്റ് റെഫർമേഷൻ വരുമ്പോഴാണ് കാത്തലിക് ചർച്ച് എന്നുള്ള ഒരു ഇത് വരുന്നത്. ചേർച്ച് തണ്ടേ ഉണ്ട്, പക്ഷെ ആ പേരിന്റെ ആ ഒരു മീനിങ് വരുന്നത് ആ ഒരു സന്ദർഭത്തിലാണ്. പ്രോട്ടസ്റ്റന്റ് അല്ല, കാത്തലിക് ഇത്, പ്രൊട്ടസ്റ്റന്റ് അത്. പ്രൊട്ടസ്റ്റന്റ് ഇല്ലാത്ത സമയത്ത് ആ വേർഡിന് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം വരേണ്ട കാര്യമില്ല. ഏകദേശം അതുപോലെ തന്നെയാണ് ഇത്. ഹിന്ദുയിസത്തിന്റെ ഒരു ബ്രോഡ് ആക്ക് വെച്ച് നോക്കിയാൽ ഒരു ബ്രാഹ്മിൻസിന്റെ ഒരു ടെൻഡൻസി ഉണ്ട് വിച്ച് ഇസ് ടു ബ്രിങ് ഡൈവേഴ്സ് ട്രഡീഷൻസ് ടുഗെദർ. അവർ തന്നെ മേളിൽ നിന്നുകൊണ്ടാണ് അതിൻ്റെതായ ഒരു പോളിറ്റിക്സ് ഉണ്ട് ദാറ്റ് ബ്രാഹ്മിൻസ് വിൽ റിമെയിൻ ഓൺ ടോപ്പ് ഓഫ് ദ സ്ട്രക്ചർ. പക്ഷെ ഒരു കോമൺ എക്സ്പ്ലാനറ്ററി ഫ്രെയിം വർക്കിലേക്ക് കഥകളിൽ കൂടെ, ഓരോ ലെജൻസിൽ കൂടെ, ഓരോ റിച്വൽസിൽ കൂടെ പല പല ദൈവങ്ങളെ, പല പല ലോക്കൽ കൾട്സ്, ട്രൈബൽ കൾട്സ്, ഇതിനെല്ലാം ഒരുമിച്ച് താല്പര്യമുള്ളവർ അതെ അതിനെ ഇങ്ങനെ ഒരുമിച്ച് ഒരു ഫ്രെയിം വർക്കിലേക്ക് വെക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പിന്നെ അതിനെ നമ്മൾ കാണുന്നത് വൈഷ്ണവ ശൈവാസയൊക്കെ നോക്കിയാൽ ഇവരൊരു സൈഡിലും അവർ തമ്മിലും വഴക്ക് കാണുന്നുണ്ട്. പക്ഷെ ഒരു ഗ്രൂപ്പായിട്ട് ദേ ആർ ഓഫൻ അഗെയിൻസ്റ്റ് ദ ജെയിൻസ് ആൻഡ് ദ ബുദ്ധിസ്റ്റ്. അപ്പൊ അവിടെ നമുക്ക് കാണാം വേറൊരു അതർ ഉണ്ട്, വേറൊരു ഗ്രൂപ്പിനെ വെച്ചോണ്ട് നമ്മൾ വ്യത്യാസമാണെന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പിന്നെ വരുന്നതാണ് ഇസ്ലാം വരുമ്പോൾ ദാറ്റ് ബിക്കംസ് മോർ കോൺഷ്യസ്. അവിടെയാണ് ഈ വേർഡ് ഹിന്ദു വരുന്നത്. 14th സെഞ്ച്വറി ഒക്കെ ആകുമ്പോഴേക്കും ഹിന്ദുസ് ആർ ദെംസെൽസ് സ്റ്റാർട്ടിങ് ടു യൂസ് ദ വേർഡ് ഹിന്ദു അവർക്കായിട്ട്. അപ്പം വിജയനഗർ സാമ്രാജ്യത്തിലെ ആദ്യത്തെ റൂളേഴ്സ് തന്നെ ഹിന്ദുരായ സുരത്രണ്ണ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം യു സീ ദ വേർഡ് ഹിന്ദു ബീങ് യൂസ്ഡ് ഓഫൻ. കബീറിന്റെ റൈറ്റിംഗ്സിലുണ്ട് ഹിന്ദു ആൻഡ് തുർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉപയോഗിച്ചത്, ഏത് അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്? ഓഫൻ സംടൈംസ് ഇൻ എ ലോക്കൽ കോണ്ടെക്സ്റ്റ്, പക്ഷെ ഓഫൻ ഇൻ എ റിലീജിയസ് കോണ്ടെക്സ്റ്റ്. ഇപ്പം കബീറിന്റെ ഒക്കെ റൈറ്റിംഗ്സ് നോക്കിയാൽ അദ്ദേഹം പറഞ്ഞത് ഹിന്ദുവിനും അറിഞ്ഞൂടാ തുർക്കിനും അറിഞ്ഞൂടാ, ഞാൻ വഴി കാണിച്ചു തരാം. അതിൽ തന്നെ ഇംപ്ലിസിറ്റ് ആണ് കബീറിനും കാണാം 2 ബ്രോഡ് കാറ്റഗറീസ്, ഹിന്ദുസ് ഒരു സൈഡിലും ഈ തുർക്ക് എന്ന് പറയുന്ന മുസ്ലിംസ് ഒരു സൈഡിലും.
അദ്ദേഹത്തിൻ്റെ അതിനകത്തുണ്ട്. അതുപോലെ വിദ്യാപതി എന്ന് പറഞ്ഞ് ബീഹാറിൽ ജനിച്ച ഒരു പോയിട്ടുണ്ട്. ഏക്നാഥ് 16th century 1500s മഹാരാഷ്ട്രയിൽ എഴുതുമ്പം ഹിന്ദു തുർക്ക് സംവാദം എന്ന് പറഞ്ഞൊരു ഡയലോഗ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഒരു മുസ്ലിം ഹിന്ദുസിൻ്റെ റിലിജനെ കളിയാക്കും. നിങ്ങളുടെ വേദങ്ങളൊക്കെ ഒരു അർത്ഥമില്ലാത്ത പുസ്തകങ്ങളാണ്, വിഗ്രഹങ്ങളെ പൂജിക്കുന്നത് പൊട്ടത്തരമാണ്, സാധുക്കളുടെ മുമ്പിൽ നിങ്ങളൊക്കെ തല ഉനിക്കുന്നു, അത് നാണക്കേടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കുന്നു. ബ്രാഹ്മണനെ അതിന് തിരിച്ച് കളിയാക്കുന്നു. ഖുറാൻ നല്ല പുസ്തകമാണ്, പക്ഷേ നിങ്ങൾ കാണിക്കുന്നത് അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, നിങ്ങളുടെ ആക്ച്വൽ ബിഹേവിയർ വേറെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കളിയാക്കുന്നു. ആടിനെ സാക്രിഫൈസ് ചെയ്യുന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കളിയാക്കുന്നു. അപ്പോൾ അതിനകത്ത് അവസാനം അവർ പക്ഷേ ഫ്രണ്ട്സ് ആയിട്ടാണ് പോകുന്നത്. അവസാനം കൺക്ലൂഷനിൽ പറയുന്നത് നമ്മൾ രണ്ടുപേരും ഒരേ ദൈവത്തിനെയാണ് ആരാധിക്കുന്നത്, രണ്ട് ഡിഫറെൻറ്റ് വഴികളിൽ കൂടെ എന്നുള്ളതേ ഉള്ളൂ. ടോളറൻസ് ഉണ്ടായിരുന്നു. ടോളറൻസ് അവസാനത്തെ ലെസൺ ആണ് ടോളറൻസ് വരുന്നത്. പക്ഷേ യു കെൻ സ്റ്റിൽ സീ ഒരു വൺ സൈഡ് വൺ ഐഡന്റിറ്റി, ദി അതർ സൈഡ് അനദർ ഐഡന്റിറ്റി. അപ്പം ഓൾറെഡി ഒരു സെൻസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ബ്രോഡ് കാറ്റഗറൈസേഷൻ ഉണ്ട്. പക്ഷെ അതൊരു ഹിന്ദുയിസമിലേക്ക് വരുന്നത് മോഡേൺ പീരീഡിലെ ചില പ്രത്യേക ഡൈനാമിക്സ് കാരണമാണ്. ഈ നമ്മുടെ ഇപ്പം നോർത്ത് ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ ഇപ്പം അന്ന് തൊട്ടേ 13ാം നൂറ്റാണ്ടിലൊക്കെ 14ാം നൂറ്റാണ്ട് വന്നു. ഈ കേരളത്തിന്റെ പെർസ്പെക്റ്റീവിൽ ഈ ഹിന്ദു എന്ന് പറയുന്ന തോട്ട് പ്രോസസ് എങ്ങനെ ഉണ്ടായിട്ടില്ല? അല്ല, ആ വാചകം വന്നു കാണത്തില്ല ഹിന്ദു എന്നുള്ളത്. പക്ഷെ ഇവിടെയും നമ്മൾ പൊതുവെ ഇവിടെ ഈ മിംഗ്ലിംഗ് ഉണ്ടല്ലോ, മുസ്ലിം ഒരുപാട് കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ആ കാലം തൊട്ട്. അതെ, മുസ്ലിംസ് മാത്രമല്ല ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു. ഇൻഫാക്ട് ഇവിടുത്തെ ക്രിസ്ത്യൻസ് നസ്രാണികൾ വാസ് സോ പാർട്ട് ഓഫ് ദ ഫാബ്രിക്. 1806 വരെ തിരുവിതാംകൂറിലെ ഒരു രാജാവിനോട് ഒരു വെള്ളക്കാരൻ വന്ന് പറഞ്ഞു, ഇവിടുത്തെ നിങ്ങളുടെ നസ്രാണികളും ഞങ്ങളും ഒരേ റിലീജിയൻകാരാണെന്ന്. അപ്പം തിരുവിതാംകൂർ രാജാവ് പറഞ്ഞു സാധ്യമല്ല, ആയിരുന്നെങ്കിൽ ഞാൻ അറിയത്തില്ല. അത് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. ഇയാളും എങ്ങനെയാ ഒരേ റിലീജിയൻ ആവുന്നതെന്ന്. ബിക്കോസ് ദേ വർ ദാറ്റ് വെൽ ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദ ലോക്കൽ സിസ്റ്റം. പക്ഷെ എന്നാലും ദർ വർ മൈനർ ഡിഫറൻസസ്. ഞാൻ ഒരു പേഴ്സണൽ കഥ പറയാം. ഇത് എല്ലായിടത്തും കേരളത്തിലുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഒരിക്കൽ ഞാൻ ഏതോ ഒരു അമ്പലത്തിൽ പോയപ്പോൾ എൻ്റെ മുണ്ട് ഇങ്ങോട്ടാണ്. അപ്പൊ ആരും എന്നോട് എനിക്കൊന്ന് പ്രീസ്റ്റ് എന്നോട് ചോദിച്ചത് എന്താ മുസ്ലിം സ്റ്റൈലിൽ കെട്ടിയിരിക്കുന്നതെന്ന്. ഞാൻ മുസ്ലിം ആണെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും അന്വേഷിക്കാനായിരിക്കും അമ്പലത്തിൽ എങ്ങനെയാ വന്നതെന്നൊക്കെ. ഞാൻ അറിഞ്ഞുപോലും ഇല്ല. കാരണം അന്നൊക്കെ ഞാൻ ഈ എന്താ പറഞ്ഞ വെൽക്രോടെ മുണ്ടായിരുന്നു കൊടുക്കുന്നത് വീഴാതിരിക്കാൻ വേണ്ടി. അത് അങ്ങോട്ട് ഇരുന്നുകൊണ്ട് മുണ്ട് അങ്ങോട്ടായിരുന്നു. അപ്പോഴാണ് അറിയുന്നത്. ഞാൻ പിന്നെ വീട്ടിൽ പോയി അന്വേഷിച്ചു. കറക്റ്റ് ആണ്, കേരളത്തിൽ പണ്ട് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. മുഗൾ പെയിന്റിങ്സിലും അങ്ങനെ കാണാം. മുഗൾ പെയിന്റിങ്സിലും അവരുടെ ജമ ഉണ്ടല്ലോ, ഹിന്ദുസ് അത് കെട്ടുന്ന ഒരു ഡിറക്ഷൻ, മുസ്ലിംസ് അത് കെട്ടുന്ന വേറെ ഡിറക്ഷൻ. അപ്പൊ ആർട്ടിനകത്തും നമുക്ക് ഓഫൻ ഈ ട്രേസസ് കാണാം. ഒരു ജാതി കാണും, വേറെ കുറെ വ്യത്യാസങ്ങൾ കാണും, സെക്ടേറിയൻ വ്യത്യാസങ്ങൾ കാണും. ഇപ്പം 16ാം നൂറ്റാണ്ടിലാന്ന് തോന്നുന്നു ഏതോ ഒരു തമിഴ്നാട്ടിലെ ഒരു വലിയ ടെമ്പിൾ ടൗണിൽ, സ്ഥലം ഞാൻ മറക്കുന്നു, എനിക്കൊന്ന് വിഷ്ണുവിനെ, ശൈവന്മാരുടെ അമ്പലമാണ്, അവിടെ വിഷ്ണുവിനെ സ്ഥാപിക്കാൻ വന്നപ്പം കുറേ ശൈവ പ്രീസ്റ്റ് പോയി സൂയിസൈഡ് ചെയ്തു, വിഷ്ണുവിനെ ഇതിനകത്ത് കൊണ്ടുവരാൻ പാടില്ലെന്ന്. അങ്ങനെയുണ്ട്. ഇന്നും തമിഴ്നാട്ടിലൊക്കെ പോയാൽ വളരെ ഓർത്തഡോക്സ് വൈഷ്ണവാസ് ഉണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾ ശിവന്റെ അമ്പലത്തിൽ നോക്കത്ത് പോലും ഇല്ലെന്ന്. അങ്ങനെയൊക്കെ ഉണ്ട് ഉള്ളിൽ. പക്ഷെ അതെല്ലാ റിലീജിയസ് ഗ്രൂപ്പിങ്സിലും ഉണ്ട്. ഫേസ് ടു ഫേസ് വിത്ത് ഇസ്ലാം, ഫേസ് ടു ഫേസ് വിത്ത് ബുദ്ധിസം ആൻഡ് ജൈനിസം അവർക്ക് എന്നാലും ഒരു സെൻസ് ഉണ്ടായിരുന്നു ദാറ്റ് ദേ ആർ പാർട്ട് ഓഫ് വൺ ബ്രോഡ് ഗ്രൂപ്പിംഗ്. ഉള്ളിലെ ഡിഫറൻസസ് വേറെ, ഈ ഒരു സന്ദർഭത്തിൽ വേറെ ഒരു ഇതായിട്ട് വരും. അതിനാണ് നമ്മൾ ഹിന്ദുയിസം എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ആ വേർഡ് വന്നത് 18th century പക്ഷേ ഇൻ ദ സെയിം വേ ദാറ്റ് വി യൂസ് ദ വേർഡ് ഇന്ത്യ. ഇപ്പം ഇവിടെ ഉള്ളവരാരും ഇന്ത്യ എന്നോ ഇന്ത്യൻ എന്നോ ഉപയോഗിക്കത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ പുസ്തകങ്ങൾ എഴുതുമ്പം അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. ആ വേർഡ് പിന്നെ വന്നതാണെങ്കിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വേർഡ് അല്ലെങ്കിലും അതിനൊരു അർത്ഥമുണ്ട്. ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ് സർട്ടൺ സെറ്റ് ഓഫ് തിങ്സ്. അപ്പോൾ അവിടെ വരുന്നൊരു ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഹിന്ദു കൾച്ചർ എന്ന് പറയുന്നൊരു സമ്പ്രദായമാണ്. ഇന്ത്യൻ കൾച്ചർ, ഹിന്ദു കൾച്ചർ രണ്ടും സമാനമായിട്ട് പോകുന്നു. അതിനകത്ത് ബഹുസ്വര ഹിന്ദു മതം എന്ന് പറയുന്ന രീതിയിലാണോ ഈ കാലഘട്ടങ്ങളിൽ ഇതിനെ കണ്ടതെന്നൊരു സംശയമുണ്ട്. ഈവൻ കേരളത്തിൽ പോലും നമ്മളിപ്പം മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദു എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഒരുപാട് ജാതികളുണ്ട്. അവിടെയൊക്കെ ഒരു ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തൊരു ഹിന്ദു കൾച്ചർ എന്ന രീതിയിലാണോ, ഹിന്ദു റിലീജിയൻ എന്നുള്ള രീതിയിലാണോ, അതെപ്പോൾ തൊട്ട് തുടങ്ങി എന്നുള്ളതൊന്നും ഇതിന് രണ്ട് ആൻസേഴ്സ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ ട്രഡീഷണലി നമ്മൾ ഈസ്റ്റിലോട്ട് വന്നാൽ കുറേ യൂറോപ്യൻ ഡൈനാമിക്സ് കാരണമാണ് ഒരു സെപ്പറേഷൻ വരുന്നത്. എന്ന് വെച്ചാൽ സെക്യുലർ ലൈഫ് ഒന്ന്, റിലീജിയസ് ലൈഫ് ഒന്ന്. നമ്മൾ ആക്ച്വലി നമ്മുടെ ഹിസ്റ്ററി വെച്ച് നോക്കിയാൽ അങ്ങനെ ഒരു ബൈഫിക്കേഷൻ നമുക്കില്ല. റിലിജനും എവറിഡേ എക്സിസ്റ്റൻസും എല്ലാം ഒരുമിച്ച് ഒരു മിക്സ്ഡ് രീതിയിലാണ് നമ്മുടെയൊക്കെ കൾച്ചേഴ്സ് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ യൂറോപ്യൻ ഫ്രെയിം വർക്ക്സ് വരുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു പ്രഷറിലേക്ക് വരുന്നത്, വിച്ച് ഇസ് ദാറ്റ് ഹൗ ഡു വി ഡിഫൈൻ ആ റിലിജൻ. ഈ റിലിജൻ ഒരു രീതി ഡിഫൈൻ ചെയ്ത് അതിനൊരു പ്രോപ്പർ ബോക്സ് ഉണ്ടാക്കി ഷേപ്പ് ചെയ്ത് വെക്കുന്ന ഒരു സന്ദർഭം വരുന്നത് തന്നെ കൂടുതലും മോഡേൺ പീരീഡിലാണ്. പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ അഗെൻസ്റ്റ് അനദർ കൾച്ചർ സിസ്റ്റം. അപ്പം കേരളത്തിൽ അത്രയില്ല. ഇപ്പം സൗത്ത് ഇന്ത്യയിൽ നോക്കിയാൽ ഇസ്ലാം തന്നെ വരുന്നത് പീസ്ഫുള്ളി ആണ്. ട്രേഡ് വഴി, കോമേഴ്സ് വഴി ദേ കം. അവർ ഈ പറഞ്ഞ പോലെ
ഇവിടെ വന്നെങ്കിലും അവരുടെ പള്ളികൾ ഇവിടുത്തെ തന്നെ മേസൺസ് ആണ് പണിയുന്നത്, അവരുടെ രീതികൾ ഇവിടുത്തെ അങ്ങനെ വലിയ വ്യത്യാസമായിട്ട് നമുക്ക് കാണില്ല. നോർത്ത് ഇന്ത്യയിലെ പക്ഷേ ഇസ്ലാം വരുന്നത് ഈസ് ഓൾസോ വിത്ത് പവർ. അപ്പം അധികാരവും പവറും അതോറിറ്റിയും മിലിറ്ററി പവറും കൂടെ ആയിട്ടാണ് വരുന്നത്. അപ്പം നോർത്ത് ഇന്ത്യയിൽ കുറെ കൂടെ ഒരു ത്രെറ്റനിങ് ഒരു രൂപം കൂടെ വന്നു. ബിക്കോസ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ദിസ് വാസ് എ ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് കൾച്ചർ, പൊളിറ്റിക്കൽ കൾച്ചർ തന്നെ വേറെയാണ്. അപ്പോൾ പവർ ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. അപ്പോൾ ആ പവർ ഉള്ള കോണ്ടെക്സ്റ്റിൽ it is possible for people to think of a religious identity and not just culture. പക്ഷേ അല്ലെങ്കിൽ പവർ ഇസ് നോട്ട് എ പ്രോബ്ലം, എന്നാൽ കൾച്ചറലിയും കൂടെ അതിനെ കോഓപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. മുമ്പ് പറഞ്ഞ തമിഴ്നാട്ടിൽ പോയ കാത്തലിക് മിഷണറീസ് അവരെ സ്വന്തമായിട്ട് ബ്രാഹ്മണൈസ് ചെയ്തെങ്കിൽ അവരെ അതുപോലെ അക്സെപ്റ്റും ചെയ്തു ആൾക്കാർ. ബിക്കോസ് ദേ വർ സീൻ ആസ് ഗുരുസ്. ഇൻഫാക്ട് ഇതിനകത്ത് ഒരു കോട്ടുണ്ട്, ആരോ ഒരു മിഷണറി തന്നെ പറയുന്നു, അവിടെ ഉള്ളവർക്ക് ഇവർ ആക്ച്വലി പറങ്കികളാണെന്ന് മനസ്സിലായാൽ ചിലപ്പം അവരെ തല്ലി പുറത്താക്കുമായിരിക്കും. പക്ഷെ അവിടെ ഉള്ള ലോക്കൽ ആൾക്കാർ വെള്ള ഗുരുക്കൾ, നമ്മുടെ ഗുരുക്കളെ പോലെ തന്നെ കാവി കൊടുത്ത് ശുദ്ധമായിട്ട് ജീവിക്കുന്നു, വെജിറ്റേറിയൻ ആയിട്ട് ജീവിക്കുന്നു, നല്ല കാര്യങ്ങൾ പറഞ്ഞ് ബൈബിളിനെ വരെ 5ാം വേദം എന്നുള്ള രീതിയിൽ, സത്യവേദം എന്നുള്ള രീതിയിലാണ് അവർ മനസ്സിലാക്കിയത്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ പവർ ഇല്ല. പവർ വരുമ്പോഴാണ് ഒരു റിലീജിയസ് ഒരു ഡിഫെൻസീവ് ഇമ്പൾസ് വരുന്നത്. അത് മനസ്സിലായി. അവിടെ തന്നെ ഒരു ചോദ്യം, നമ്മൾ എപ്പോഴാണ് ഒരു റിലീജിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ള എൻ്റെ ചോദ്യം. സോ ബേസിക്കലി നമ്മൾ ഹിസ്റ്റോറിക്കൽ നോക്കുമ്പോൾ പലപ്പോഴും അത് മിസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ഇന്ത്യക്കാരനിൽ, ഈവൻ കേരളമായാലും നോർത്ത് ഇന്ത്യ ആയാലും, ഒരു മതം എന്നുള്ള രീതിയിലൊരു ആശയം നമ്മളിലേക്ക് വരുന്നത്? അടിസ്ഥാനപരമായി അതിൻ്റെ ഒരു എവല്യൂഷൻ ആണല്ലോ നിങ്ങൾ കണ്ടെത്തുന്നത്. വലിയ വിശ്വാസികളോട് ചോദിച്ചാൽ അവർ പറയും പണ്ടേ ഉണ്ടെന്ന്. അതെ അതെ. പക്ഷേ ഞാൻ വായിച്ചിടത്തോളം മിഡീവൽ പീരീഡ് മുതലാണ് ഇതൊന്ന് ഫോം ചെയ്ത് ഒരു കുറെ കൂടെ ഒരു ക്രിസ്റ്റലൈസ് ചെയ്ത് ഒരു സോളിഡിഫൈ ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനു മുമ്പ് ആക്ച്വലി ഇപ്പോഴും നമ്മൾ നോക്കിയാൽ ഓൺ ദ ഗ്രൗണ്ട് ആൾക്കാർ വിശ്വസിക്കുന്നത് പല പല കാര്യങ്ങളിലായിരിക്കും ഒരേ സമയത്ത്. ഇപ്പം കർണാടകയിൽ പോയാൽ അവരൊരു ദർഗയിലും പോവും, ശിവന്റെ അമ്പലത്തിലും പോവും, ദേവിക്ക് വേണ്ടി ഓരോന്നൊക്കെ ചെയ്യും. ഇറ്റ് മേക്സ് നോ ഡിഫറൻസ്. അവർക്ക് എല്ലാം ഒരേ ഒരു ഫാബ്രിക്കിലെ, ഒരു റിലീജിയസ് ഫാബ്രിക്കിലെ ഓരോ കാര്യത്തിനും ഓരോ സ്ഥലത്ത് പോകുന്ന പോലെയാണ് അവരിപ്പോഴും നമ്മൾ ഹിന്ദു റിലീജിയസ് പ്രാക്ടീസ് ആക്ച്വലി നടക്കുന്നത്. പക്ഷെ പ്രാക്ടീസ് മാത്രമല്ലാതെ അതിൻ്റെ ഒരു ഇന്റലക്ച്വലൈസ്ഡ് വേർഷനും കൂടെ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ഇന്റലക്ച്വൽ. ഈ ഡിബേറ്റ്സ് നടക്കുമ്പം മിഷണറീസ് വേഴ്സസ് ഹിന്ദു ലീഡേഴ്സ് അല്ലെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റി ഫിഗേഴ്സ്, ആ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുമ്പം they were able to accept that concept of religion. അപ്പം ഇന്ന് നമ്മൾ റിലിജൻ എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ഫ്രെയിം വർക്ക് കുറേയൊക്കെ വെസ്റ്റേൺ റിലിജൻസിന്റെ ഒരു ക്രിയേഷൻ ആണ്. പക്ഷെ ആ ഇൻഫ്ലുവൻസ് ഇവിടെ വന്നപ്പം നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ രീതിയിൽ റീഇന്റർപ്രറ്റ് ചെയ്ത് അതിനൊരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കി കൊടുത്തു. അതാണ് റീഇൻവെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. പുസ്തകം തുടങ്ങുന്നത് അക്ബറിൻ്റെ കാലത്തോടെയാണ്. എന്തുകൊണ്ടാണ് അക്ബർ? കാരണം അക്ബർ ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കിയ അക്ബർ എന്ന് പറയുന്നത് മതചിന്തയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ സർവ്വമത അതിനൊക്കെ നിന്നു, സ്വന്തമായൊരു മതം ഉണ്ടാക്കി, ദിനിലാഹി എന്ന് പറയുന്നൊരു മതം അവസാനം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത്. എന്താണ് അക്ബറിൽ തുടങ്ങാൻ കാരണം? ആക്ച്വലി എനിക്ക് താല്പര്യം തോന്നിയത് അക്ബർ അല്ല, അക്ബറുടെ കോട്ടിൽ പോയ ആ 3 മിഷണറീസ് അവരുടെ കഥ വേണ്ടിയാണ് പ്രത്യേകിച്ച് പോയത്. അവര് ഈ 3 വളരെ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഗോവയിലേക്ക് വന്നിറങ്ങിയ യൂറോപ്യൻ മിഷണറീസ് ആണ്. അവർ അക്ബറുടെ കോട്ടിൽ പോന്നു. അവർക്ക് വളരെ കൺഫ്യൂഷൻ അക്ബറിനെ പറ്റി. ഒന്നാമത് അവരുടെ ഒരു മെന്റൽ, എല്ലാവരും അവർ ലോകം കാണുന്ന അവരുടേതായ കാഴ്ചപ്പാടിൽ കൂടാണ്. അപ്പൊ ഇവർ യൂറോപ്പിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇവർക്ക് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു ഓൾറെഡി ഒരു ഐഡിയ, ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, അവരുടേതായ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്. അക്ബറിനെ കണ്ടപ്പോൾ അക്ബർ അതൊന്നും അല്ല. ഗംഗാജലം കുടിക്കുന്നു, സൂര്യന്റെ നാമങ്ങൾ എടുക്കുന്നു, ജെയിൻസിന് വേണ്ടി ഒരു ദിവസം വെജിറ്റേറിയനായിട്ട് ജീവിക്കുന്നു, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ. ഭാര്യമാർ ചിലവർ മുസ്ലിംസ്, ചിലവർ ഹിന്ദുസ്, പല പല ഭാര്യമാർ. ഇവർക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ അക്ബറുടെ സൈഡിൽ നിന്നും ഹീസ് അലൗവിങ് ദം ടു ഡിബേറ്റ് ഓപ്പൺലി. അപ്പം അക്ബറുടെ ഈ ഒരു ഇബാദത്ത് ഖാന എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. അവിടെ റിലീജിയസ് ഡിബേറ്റ് ആണ് നടക്കുന്നത്. അക്ബറും നോക്കുവാണ് ഇവരെങ്ങനെയാണ് ഡിബേറ്റ് ചെയ്യുന്നത്. അവിടെ മിഷണറീസ് ആർ കമ്മിങ് ആൻഡ് ദേ കൻ കംപ്ലീറ്റ്ലി ക്രിട്ടിസൈസ് ഇസ്ലാം, ദേ കൻ ക്രിട്ടിസൈസ് ഹിന്ദുയിസം. ആൻഡ് അക്ബർ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അക്ബറിന് ഇതിനകത്ത് വലിയ പേഴ്സണലായിട്ട് അങ്ങനെ എടുക്കുന്നില്ല. ഹീസ് ഓൾസോ ഇൻട്രസ്റ്റഡ്. അത് ആക്ച്വലി ഇവിടെയും നമ്മൾ കാണുന്നുണ്ട്. കോഴിക്കോട്ട് സാമൂതിരിയുടെ കോട്ടിലും ഒരു ഫാദർ ഫെനീച്ചിയോ എന്ന് പറഞ്ഞൊരു ഫാദർ വന്ന് ലോക്കൽ ഹിന്ദുസുമായിട്ട് ഡിബേറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കളിയാക്കുന്നുണ്ട്, നിങ്ങളുടെ ദൈവം ഒന്നും ദൈവമല്ല, കൃഷ്ണൻ ഒരു ഗോപികമാരുടെ കൂടെ ഇങ്ങനെ ഡാൻസും കളിച്ച് നടക്കുന്നു, ഇത് ദൈവമാണ്. ഗണപതി ഇങ്ങനെ കൃഷ്ണന്റെ അമ്മ ഒരു എന്തുവാ നമ്മുടെ ഈ ബട്ടർ ടേൺ സ്റ്റാഫ് ഉണ്ടല്ലോ അതെടുത്ത് തല്ലാൻ പോകുന്നു, ഇതൊക്കെ ദൈവമാണ്. ദൈവത്തിന് അങ്ങനെ കിച്ചണിലിരിക്കുന്ന ചട്ടുപോ എടുത്ത് തല്ലുന്നത് എങ്ങനെയാണെന്നുള്ള ആ ഒരു അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റും. അവർക്കത് മനസ്സിലാവുന്നില്ല. അവരുടെ കോൺസെപ്റ്റിൽ ദൈവം വേറെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് വെച്ച് തുടങ്ങി. ഇത് രണ്ടും ഏകദേശം ഒരേ പീരീഡിലാണ് നടക്കുന്നത്. സാമൂതിരി 17th അല്ല, അക്ബറുടെ കുറച്ച് 16th സെഞ്ചുറി, സാമൂതിരിയുടെ കോട്ടിൽ 17th സെഞ്ചുറി. പക്ഷെ വലിയ വ്യത്യാസമില്ല, കുറച്ച് വർഷങ്ങളുടെ വ്യത്യാസമുള്ളൂ. അപ്പൊ അതാണ് അക്ബറിലെ ഈ പാതിരിമാരുടെ കണക്ഷൻ. അവരുടെ ഒരു ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ബാഫ്രൂമെന്റ്, അവരുടെ ഒരു കംപ്ലീറ്റ് ലോസ് ഓഫ്
ഒരു സെൻസ് ഓഫ് ഹൂ ദേ ആർ ആൻഡ് ദിസ് കൺട്രി. ഇതിനെ എങ്ങനെ മനസ്സിലാക്കുന്നതിന് തന്നെ ഒരു ബുദ്ധിമുട്ട്. കാരണം ഇവിടെ ഇത്രയും മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു രീതിയാണ്. പിന്നെ ബ്രിട്ടീഷുകാർ വരുമ്പോൾ അങ്ങനെയാണ്. ബംഗാളിൽ വരുമ്പം ഒരു ഹിന്ദു രാജാവിൻ്റെ മകൻ മുസ്ലിമാണ്. ഒരു കുടുംബത്തിൽ ആൺപിള്ളേർ മുസ്ലിം, പെൺപിള്ളേർ എങ്ങനെയോ ഹിന്ദുവായി പോകുന്നു. ജാതികൾ ഒരു റീജിയനിൽ ഒരു ജാതി മേളിലാണെങ്കിൽ മറ്റേ റീജിയനിൽ ജാതിക്ക് സ്ഥാനമായിരിക്കും. അപ്പോൾ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു. അവിടെ ഈ ഒരു ഐഡന്റിറ്റി പ്രശ്നമായിട്ടില്ലല്ലോ ആ പീരീഡിൽ. അല്ല, അഗൈൻ കോണ്ടെക്സ്റ്റ് ആണല്ലോ. അപ്പം ബ്രോഡ് കോണ്ടെക്സ്റ്റിന്റെ ലെവൽസ് ഓഫ് പവർ ഐഡന്റിറ്റി അസേർഷൻ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ശിവജിയുടെ കാര്യമാണെങ്കിലും ഉണ്ട്. ഹിന്ദവി സ്വരാജ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കോട്ട് പോയട്രിയിലൊക്കെ പറയുന്നുണ്ട് മുസ്ലിം രാജാക്കന്മാരെ തകർത്തി ഹിന്ദു ധർമ്മം അല്ലെങ്കിൽ ഹിന്ദു റൂൾ പിന്നെയും കൊണ്ടുവരാൻ വേണ്ടിയാണ് ശിവാജി ജനിച്ചത്, വിഷ്ണുവിൻ്റെ ഫോമായിട്ട് ജനിച്ചതെന്നൊക്കെയാണ് സംസ്കൃത കവിതയിൽ പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ശിവാജിയുടെ അച്ഛൻ്റെ അനിയനും നെയിം ചെയ്തിരിക്കുന്ന ഒരു മുസ്ലിം സൂഫിയുടെ പേരാണ്. ഷാ ഷെരീഫ് എന്ന് പറഞ്ഞ ഒരു സൂഫി ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് അച്ഛനും ചിറ്റപ്പനും കൊടുത്തേക്കുന്നത്, ഷാജി ആൻഡ് ഷെരീഫ് ജി. അപ്പം രണ്ടും ഉണ്ട്. ആ ഒരു സിൻക്രറ്റിക് ഇതുകൊണ്ട് ഒരു റിലീജിയസ്ലി കുറെ കൂടി ഒരു പൊളിറ്റിക്കലി എക്സാജറേറ്റഡ് സെൻസ് ഓഫ് ഐഡന്റിറ്റിയും രണ്ടും കൂടെ ഉണ്ട്. മറ്റൊന്ന് ഇപ്പോൾ പാതിരിമാർ വന്നു, പാതിരിമാർക്ക് അക്ബറിനെ മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ പലയിടത്തും പറയുന്നൊരു കാര്യം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ ട്രാവലേഴ്സ്. സോ അവരെങ്ങനെയാണ് ഇന്ത്യയെ കണ്ടതെന്നുള്ളത് വളരെ വിചിത്രമായിരിക്കുന്നത്. അതൊന്ന് പറയാമോ? അതെങ്ങനെയാണത്? എത്ര കഥകളാണ് എഴുതിയിരിക്കുന്നത്? അത് വെസ്റ്റിൽ തന്നെ തുടങ്ങണം. ആൻഡ് ദാറ്റ്സ് ആക്ച്വലി അനദർ തിങ് ഐ മേഡ് ഇൻ ദി ബുക്ക്. പോയിന്റ്, നമ്മൾ ഈ കൊളോണിയലിസം എന്ന് പറയുമ്പോഴും ഓഫൻ ഇവിടെ മാത്രം ഫോക്കസ് ചെയ്യും. പക്ഷെ ഓഫൻ യൂറോപ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എഫക്ട് ചെയ്യുന്നത്. ഇവിടെ നടക്കുന്നത് ചിലപ്പോൾ അവിടെ എഫക്ട് ചെയ്യും. രണ്ടും സൈമിൾട്ടേനിയസ്ലി കണ്ടാലേ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ യൂറോപ്പിൽ തന്നെ ഒരു കാലത്ത് അവർ വിഗ്രഹാരാധന ചെയ്തവരാണ്. അവർക്കും അവരുടേതായ കാവുകളും അങ്ങനത്തെ കാര്യങ്ങളും ആനിമൽ സാക്രിഫൈസും ഒക്കെ ഉള്ള കൾച്ചേഴ്സ് ഉണ്ടായിരുന്നു യൂറോപ്പിലും. ഈവൻ ക്രിസ്ത്യന് മുമ്പ്. ക്രിസ്ത്യാനിറ്റി വരുന്ന കാലത്താണ് ഇതൊക്കെ മാറി യൂറോപ്പിൽ തന്നെ ക്രിസ്ത്യാനിറ്റി വരുന്നത്. ആ സമയത്ത് ഇതിനെയൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു രീതി എന്ന് വെച്ചാൽ അവർ പറഞ്ഞു ദൈവം ഒന്നേ ഉള്ളൂ, ആ ദൈവത്തിലേക്കുള്ള വഴി ബൈബിളിൽ കൂടാണ്. അപ്പൊ ഈ ഇരിക്കുന്ന എല്ലാം ഇതാണ് സേറ്റന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്, ദ ഡെവിൾസ് റെപ്രസെന്റേറ്റീവ്. അപ്പൊ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഡെവിളാണ്, അല്ലെങ്കിൽ ഡെവിളിന്റെ ഏതെങ്കിലും ഒരു സബോർഡിനേറ്റിന്റെ വിഗ്രഹങ്ങളാണ് ഈ വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു കഥകളുണ്ടാക്കി. ഒരു വിഗ്രഹം ഓടിച്ചപ്പോൾ അതിനകത്തുനിന്ന് വലിയ കറുത്ത ഒരു ജീവി ഇറങ്ങി വന്നു, അല്ലെങ്കിൽ വേറെ ഒരെണ്ണം ഓടിച്ചപ്പോൾ കുറേ കറുത്ത ബേർഡ്സ് പറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അങ്ങനത്തെ ചില കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോഴും അവർ ഈ ഒരു കാഴ്ചപ്പാടിൽ കൂടാണ് വരുന്നത്. ഇതൊരു പേഗൻ കൾച്ചറാണ്, ഇവിടെയും വിഗ്രഹങ്ങളാണ് പൂജിക്കുന്നത്, ഇതൊന്നും ഇതാണ് സേറ്റന്റെ റെപ്രസെന്റേഷൻ, ഇതൊന്നും ദൈവമല്ല. മാത്രമല്ല ഇവിടെ വന്ന് നമ്മുടെ ഒരു അമ്പലങ്ങളിൽ പോകുമ്പം കാളിയുടെ അമ്പലത്തിൽ പോകുമ്പോൾ കാളിയെ കണ്ടാൽ തന്നെ അവർക്ക് ഭയം തോന്നും. അതുപോലെ നരസിംഹനെ കണ്ടപ്പോൾ നരസിംഹൻ ഒരാളെ വലിച്ച് തുറന്ന് കൊല്ലുന്ന ഒരു വളരെ ക്രൂരമായ ഒരു റെപ്രസെന്റേഷനാണ്. ഇതൊക്കെ കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ അഫ്കോഴ്സ് ഇതൊന്നും ദൈവം ആവാൻ സാധ്യതയില്ല, ഇത് ഡെഫിനറ്റ്ലി ഡെവിൾസ്. എന്നിട്ട് ഈ പാവങ്ങളെല്ലാം ഡെവിൾസിനെ ഇങ്ങനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷേ ഇതിനുള്ള ഹിന്ദുസിനും ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. അതാണ് പാദ്രികൾ ആദ്യം വന്നപ്പോൾ അവർ വിചാരിച്ചു ഇപ്പം നമ്മൾ യഥാർത്ഥത്തിലുള്ള ദൈവം, ബൈബിളിൽ കൂടുള്ള ദൈവത്തിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഉടനെ കൺവേർട്ട് ചെയ്യുന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പോഴാണ് ഈ ഹിന്ദു സൊസൈറ്റി ആയിട്ടുള്ള ഡിബേറ്റ്സ് തുടങ്ങുന്നത്. ആ ഡിബേറ്റ്സ് ആർ വെരി ഫാസിനേറ്റിംഗ്. ബിക്കോസ് അതിനകത്ത് ഒന്നാമത് ബ്രാഹ്മിൺസ് പറയും നിങ്ങൾ ഈ കാണുന്ന വിഗ്രഹങ്ങൾ ദൈവമല്ല, ഇത് ദൈവത്തിൻ്റെ പല രൂപങ്ങളാണ്, ദൈവം പല രൂപങ്ങളെടുത്താണ് ഈ അമ്പലങ്ങളിൽ നമ്മൾ ആ ദൈവത്തിനെ പൂജിക്കുന്നത്. അതുപോലെ ഒരു ദൈവം എന്ന് നിങ്ങൾ പറയുന്നു, ഞങ്ങളും പറയുന്നു ഒരു ദൈവം. പക്ഷേ ഈ ഒരു ദൈവത്തിന് പല രൂപങ്ങളുണ്ടെന്നാണ് ഞങ്ങൾ ഭാവിക്കുന്നത്. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിബേറ്റ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പോയിന്റ് അവർ പൊക്കിക്കൊണ്ട് വരുന്നത്, മിഷണറീസ് എപ്പോഴും പറയും ഒരു വഴിയേ ഉള്ളൂ ദൈവത്തിലേക്ക്, അത് ഞങ്ങളുടെ വഴിയാണ്. ഇന്ത്യയിലുള്ള ഈ ഡിഫറെൻറ്റ് സെഞ്ചുറീസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യയിലും അവരുടെ റെസ്പോൺസ് പറയാം. മുമ്പ് ഏക്നാഥിൻ്റെ പറഞ്ഞല്ലോ, ഏക്നാഥും ഹിന്ദു തുർക്ക് സംവാദം, അതിനകത്തും സെയിം ആണ് നമ്മൾ കാണുന്നത്. അവർ പറയുന്ന ഒന്നല്ല പല വഴികളുണ്ട്, നിങ്ങളുടെ വഴി മോശമാണെന്നല്ല ഞങ്ങൾ പറയുന്നത്. ബൈബിൾ നല്ല പുസ്തകമാണ്, ജീസസ് ക്രൈസ്റ്റ് നല്ലതാണ്, പക്ഷെ അത് നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നു തന്ന ഒരു വാതിൽ, ഞങ്ങളുടേതല്ലാത്ത വഴി ഉണ്ടെന്ന് സമ്മതിക്കാം. അതെ, ഞങ്ങൾക്ക് ദൈവം അതുപോലെ വേറെ വാതിൽ തുറന്നു തന്നിട്ടുണ്ട്. നിങ്ങളുടെ അവിടെ ജീസസ് ക്രൈസ്റ്റ് ദൈവപുത്രനായിട്ട് ജനിച്ചെങ്കിൽ ഇവിടെ വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ ദെർ ആർ മൾട്ടിപ്പിൾ പാത്ത്സ് ടു ഗോഡ്, ഒരു പാത്തല്ല. അപ്പം നിങ്ങളുടെ പാത്ത് ഞങ്ങൾ അംഗീകരിക്കാം, പക്ഷേ ആസ് വൺ പാത്ത് അമംഗ് മെനി. അല്ലാതെ നിങ്ങളുടേത് മാത്രമാണ് നമ്മുടേതിന് അർത്ഥമില്ലെന്ന് പറഞ്ഞാൽ അതിന് കാര്യമില്ല. ചിലപ്പോൾ ഒക്കെ നമുക്ക് ചിരിയും വരും. അപ്പോൾ ഒരു സീഗൻ ബാഗ് എന്ന് പറഞ്ഞ ഒരു മിഷണറി 18ാം നൂറ്റാണ്ടിലാണ് തമിഴ്നാട്ടിലായിരുന്നു, ട്രാക്കുംബാറിൽ ഇങ്ങനെ ഡിബേറ്റ്സ് നടക്കുമ്പം അയാളിങ്ങനെ പറയും ഈ ഒരു വഴിയേ ഉള്ളൂ, ഇതാണ് ദൈവം തന്ന പുസ്തകം. അപ്പം അവിടെയുള്ളവർ അപ്പുറത്തിരിക്കുന്ന ഹിന്ദുസ് പറയും ദൈവം ഓംനിപോട്ടൻ്റാണ്, എല്ലാവരെയും തുല്യമായിട്ട് സ്നേഹിക്കുന്ന ആളാണ്. അപ്പം ദൈവം ഒരു പുസ്തകം നിങ്ങൾക്ക് തന്നെങ്കിൽ അത് എല്ലാവർക്കും തരണ്ടേ,
മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉദ്ദേശിച്ചാണെങ്കിൽ എല്ലാവർക്കും തുല്യമായിട്ട് ആ പുസ്തകം കൊടുക്കണം. ഇത് നിങ്ങൾക്ക് മാത്രം എന്തിനു തന്നു, നമുക്ക് വേറെ പുസ്തകങ്ങളാണല്ലോ തന്നത്. അതിൻ്റെ അർത്ഥം ഇത് എല്ലാവർക്കും ഉള്ള പുസ്തകമല്ല, നിങ്ങൾക്കായിട്ട് ദൈവം ഉണ്ടാക്കി തന്നതാണ്. ഒരു കടക്കാരൻ കടയിൽ പല പല പ്രോഡക്ട്സും സാധനങ്ങളും വെക്കുന്ന പോലെ, പല ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ കടയിലേക്ക് വരുത്താൻ വേണ്ടി പല ടൈപ്സ് വസ്തുക്കൾ വെക്കുന്ന പോലെ ദൈവവും പല പല വഴികളും പല പല പുസ്തകങ്ങളും പല പല മെസ്സേജസും ഉണ്ടാക്കി പല ലോകത്തിലെ ഡിഫറെൻറ്റ് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലവർ കളിയാക്കി പറയും, എന്തായാലും എൻ്റെ കർമ്മം കൊണ്ട് ഈ റിലിജൻ ആണെങ്കിലും ആ റിലിജൻ ആണെങ്കിലും ഞാൻ ഹെല്ലിലേ പോകാൻ പോകുന്നുള്ളൂ, അതുകൊണ്ട് പിന്നെ കൺവേർട്ട് ചെയ്തിട്ട് വലിയ കാര്യമില്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ കളിയാക്കും. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ്. മുമ്പേ ഫാദർ ഫെനീച്ചയുടെ കാര്യം പറഞ്ഞല്ലോ, സാമൂതിരിയുടെ കോട്ടില് കൃഷ്ണനെയും ഗണപതിയും ഒക്കെ കളിയാക്കുന്നത്. അവിടെയുള്ള ഹിന്ദുസും അപ്പം തിരിച്ച് ഇങ്ങനെ പറയും, ഇവരെ നിങ്ങളുടെ റിലിജനിലും കുറെ ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടെന്ന് പറയും. ജീസസ് ക്രൈസ്റ്റ് ദൈവപുത്രനായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ ഇങ്ങനെ കുരിശെ കയറ്റിയത്, അപ്പോൾ അതൊരു ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസി. നിങ്ങൾ കൃഷ്ണനെ കളിയാക്കുന്നു, അപ്പം ഞങ്ങളും അങ്ങോട്ട് ചോദ്യം ചോദിക്കും എന്നുള്ള ഇതുണ്ട്. നിങ്ങൾ പറയുന്നു വിഗ്രഹപൂജ പാടില്ല, പക്ഷേ വെർജിൻ മേരിയുടെ പ്രൊസഷൻസ് നിങ്ങൾ എടുക്കുമല്ലോ പുറത്ത്, അപ്പോൾ അത് വിഗ്രഹപൂജ അല്ലേ? അങ്ങനെ തിരിച്ച് അങ്ങോട്ട് ചോദ്യങ്ങളും ചോദിക്കും. പക്ഷെ ഇതൊക്കെ ആ ഫേസിൽ ഒരു ഡിബേറ്റ് ഓഫ് ഈക്വൽസ് ആണ് നടക്കുന്നത്. ഹിന്ദു രാജാക്കന്മാരുടെ അടിയിൽ തന്നെ ഒരു ഇന്റലക്ച്വൽ ലെവലിലുള്ള ഡിബേറ്റ്സ് ആണ് നടക്കുന്നത്. ഇതിനകത്ത് ഒരു ഡിഫെൻസീവ് മിലിറ്റന്റ് ഹിന്ദുസം ഉണ്ടാവുന്ന കാരണം ആ പവർ ഇക്വേഷൻ ചേഞ്ച് ചെയ്ത് അത് പിന്നീടാണ്. ഇവിടെ വരുന്നൊരു ഇതെന്ന് വെച്ചാൽ ഈ വെസ്റ്റേണേഴ്സ് വരികയും യൂറോപ്യൻസ് വരികയും ഇന്ത്യയിൽ വരികയും ഹിന്ദുക്കളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, ഈ ഡിബേറ്റ്സ് ഒക്കെ നടക്കുമ്പോഴും ആർ ദേ കൺസിഡറിങ് ഹിന്ദുയിസം ആസ് എ റിലീജിയൻ? ബിക്കോസ് ഒരു ഒറിജിനേറ്റർ ഇല്ല, ഒരു കോമൺ പുസ്തകമില്ല, ഒരു രേഖ എവിടെ തുടങ്ങി എന്നുള്ളതിനൊരു ഡീറ്റെയിൽസ് ഇല്ല. അവരുടെ ഒരു വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ മതം എന്ന് പറയുമ്പോൾ ഇതൊക്കെ വേണമല്ലോ. സോ അവർ ഇതിനെ സമ്മതിച്ചുവായിരുന്നോ, ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തോ? അവർക്കൊരു സെൻസ് ഉണ്ടായിരുന്നു ഇത് ഒരു കോമൺ ഫ്രെയിം വർക്ക് ആണ്. അപ്പം ഒരു റിലിജൻ എന്ന് പറഞ്ഞാൽ ഇപ്പം താങ്കൾ പറഞ്ഞത് അത് വൺ വേ ഓഫ് ഡിഫൈനിങ് എ റിലിജനാണ്. എല്ലാ റിലിജൻസ് നീഡ് നോട്ട് ബി ഡിഫൈൻഡ് ഇൻ ദാറ്റ് വേ. ആൻഡ് ഇവിടെ ഉള്ളവർക്ക് അതായിരുന്നു, ഇവരുടെ ഒരു റിലിജൻ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഫ്രെയിം വർക്ക് ആണ്, അല്ലാതെ ഒരു കോമൺ കൾച്ചറൽ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഫാബ്രിക് ആണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു പുസ്തകമോ ഒരു ആളോ അങ്ങനെയൊന്നും വേണമെന്നില്ല. ഇൻഫാക്ട് ഇതിനുള്ളിൽ തന്നെ കോൺട്രഡിക്ടറി ആയിട്ട് ചില സ്കൂൾസ് കാണും, കോൺട്രഡിക്ടറി ആയിട്ട് ചില ട്രഡീഷൻസ് കാണും. എന്നാലും അതിനൊക്കെ അവകാശം ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇവർ ചെയ്തിരുന്നത്. ഈ മുമ്പ് പറഞ്ഞ സീഗൻബാഗ് എന്ന് പറഞ്ഞ മിഷണറി ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് മിഷണറിയാണ് ഇന്ത്യയിൽ വന്നത് 18ാം നൂറ്റാണ്ടിൽ. ഹി കണ്ടക്ടഡ് എൻ എക്സ്ചേഞ്ച് വിത്ത് ലോട്ട്സ് ഓഫ് പീപ്പിൾ ത്രൂ ലെറ്റേഴ്സ്. ഒരുപാട് ആൾക്കാർക്ക് കത്തുകൾ എഴുതി, ആ കത്തുകൾ ഒരു 100 കത്തുകൾ കാണും, അതിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്താൽ ഇറ്റ്സ് വെരി ഫാസിനേറ്റിംഗ് ടു റീഡ്. കാരണം അതിനകത്ത് ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ബിക്കോസ് ഒരു കത്തിൽ ഒരാൾ എഴുതിയിട്ടുണ്ട്, ഇത് പല പല സെക്ട്സ് ഉണ്ട്, പല പല ഗ്രൂപ്പ്സ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ റിലിജൻ ഒന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മളെല്ലാം കൂടെ ഒരു സൈഡിൽ തന്നെ വരുന്നതാണ്, നിങ്ങൾ വേറെ ഒരു സൈഡിലേക്ക് വരുന്നതാണ്. അപ്പം അങ്ങനെ ഒരു വേഗ് നോഷൻ ഉണ്ടായിരുന്നു. അത് ദ വേർഡ് ഐ വുഡ് യൂസ് ഇസ് കുറെ കൂടെ ഫസി ആയിരുന്നു. ഇൻ ദ സെൻസ് ദാറ്റ് ഇത് അങ്ങനെ ഇത് മാത്രം എന്നുള്ള ഐഡന്റിറ്റി അല്ല, വേറെ ഐഡന്റിറ്റീസ് ഉണ്ട്. ഇപ്പം വൈഷ്ണവ ഐഡന്റിറ്റി കാണും, ശൈവ ഐഡന്റിറ്റി കാണും, ജാതി കൊണ്ടുള്ള വെച്ച ഐഡന്റിറ്റി കാണും. പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ ഫേസിങ് അനദർ റിലിജൻ, നമ്മളും ഒരു റിലിജൻ ആണെന്ന് ആർഗ്യൂ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചറും കഴിവും ഒരു ഫിലോസോഫിക്കൽ കോണ്ടന്റും ഇവിടെ ഉള്ളവർക്ക് they were able to marshal it and summon it up. ഒരു ഹിസ്റ്റോറിയൻ എന്നുള്ള രീതിയിൽ ഒരു മതത്തിൻ്റെ പഠിക്കുമ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒരു ഹിസ്റ്റോറിയൻ്റെ പ്രശ്നമാണോ? ഒറിജിൻ ഇല്ല, ഒറിജിനേറ്റർ ഇല്ല, സിമ്പിൾ ബുക്കില്ല, അതൊരു മതചരിത്രം പഠിക്കുമ്പം അത് ഒരു പ്രശ്നമായിട്ട് തോന്നി? അല്ല, ആക്ച്വലി ഒരു നല്ല ഹിസ്റ്റോറിയൻ ആണെങ്കിൽ the first thing you do is to rise above that framework. അതും ഒരു ചരിത്രം വേണം, പുസ്തകം വേണമെന്നില്ല, ഫ്രെയിം വർക്ക് ആണ്. അതെ, ആ ഫ്രെയിം വർക്ക് കൂടെ നോക്കിയാൽ നമുക്ക് റിലിജൻ കാണില്ല. പക്ഷെ ആ ഫ്രെയിം വർക്ക് നീക്കിയിട്ട് ഓരോ കൾച്ചറിനും അതിൻ്റെതായ രീതി ഓഫ് ഡിഫൈനിങ് ദെയർ റിലീജിയസ് ഐഡന്റിറ്റി ഉണ്ട്, അത്രയും നമുക്ക് മനസ്സിലാക്കിയാൽ then it's easier to understand. ഓക്കെ. അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഈ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് വരുന്നു, അത് കഴിഞ്ഞ് യൂറോപ്യൻസ് വരുന്നു, അതിലൊക്കെ ഇതുപോലുള്ള ഡിബേറ്റ്സും മറ്റൊക്കെ നടക്കുന്നു. കൊളോണിയലിസം വരുന്നു, കൊളോണിയലിസം മിഷണറീസ് വരുന്നു. ഈ കൊളോണിയലിസത്തിൻ്റെ ഇമ്പാക്റ്റ് ആണ് ശരിക്കും ഈ പുസ്തകത്തിൽ എങ്ങനെയാണ് ഹിന്ദു ഐഡൻറ്റിറ്റി കൊളോണിയലിസം തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, അതുകൊണ്ടാണോ ഈ ക്രിസ്ത്യൻ ഇമ്പാക്റ്റ് മാത്രമായിട്ട് കണ്ടത്? പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്കറിയില്ല എത്രത്തോളം ഇമ്പാക്റ്റ് ഈ ഇസ്ലാമിക് ഒരു ട്രഡീഷൻ നമ്മുടെ ഏറ്റവും കൂടുതൽ അധികാരത്തിലിരുന്നത് ഒരുപക്ഷെ കൊളോണിയലിസത്തേക്കാൾ കൂടുതൽ ഇന്ത്യ ഭരിച്ചത് അവരാണ്. അതിന്റെ ഇമ്പാക്ട് ഓൺ ഹിന്ദുയിസം എന്തുകൊണ്ടാണ് ഇതിനകത്ത്? അത് ആക്ച്വലി വേറെ ഒരു പുസ്തകം വേണം, കാരണം അത് വേറെ ഒരു പീരീഡിലാണ് തുടങ്ങുന്നത്, മിഡീവൽ പീരീഡിലാണ് തുടങ്ങുന്നത്. ഇപ്പം ടെക്നോളജി മേക്സ് എ ബിഗ് ഡിഫറൻസ്. ക്രിസ്ത്യൻ ഇമ്പാക്ട് വരുമ്പോഴേക്കും പ്രിന്റിംഗ് ഉണ്ട്. പ്രിന്റിംഗ് കാരണം എന്ത് പറ്റുന്നു? പ്രിന്റിംഗ് ഉള്ളതുകൊണ്ട് ഹോളി ടെക്സ്റ്റ് ഇത്രയും നാളെ ചില ഗ്രൂപ്പ്സ് മാത്രം ആ സമുദായത്തിൽ തന്നെ എല്ലാവർക്കും ആക്സസ് ഇല്ല, ചിലവർ മാത്രം അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്ത് നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഭാഷകളിലൊക്കെ ആയിരുന്നു ഹോളി ബുക്സ് വെച്ചിരുന്നത്. പ്രിന്റിംഗ് വരുമ്പോൾ ഇതൊക്കെ മാറുന്നു, ജനകീയമാവുന്നു, ആൾക്കാർക്ക് വായിക്കാം.
ആ സമുദായത്തിൽ അല്ലാത്ത ആൾക്കാർക്കും വായിക്കാം. വായിക്കാം. അപ്പൊ ക്രിട്ടിസൈസും ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ടെക്നോളജി പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദീസ് തിങ്സ്. പിന്നെ ട്രേഡ്, കമ്മ്യൂണിക്കേഷൻ. ലോകം ചുരുങ്ങി 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 വരുന്ന ഒരു കാലമാണ്. കമ്മ്യൂണിക്കേഷൻസ് അടുത്തടുത്ത് വരുന്ന ഒരു കാലമാണ്. അപ്പൊ ഡിസ്റ്റൻസസ് ബിക്കം ലെസ് ആൻഡ് ലെസ് ഇമ്പോർട്ടൻറ്റ്. പിന്നുള്ള കാലത്ത് റെയിൽവേസ് വരുന്നു. അപ്പം ജോഗ്രാഫിക്കലിയും ആൾക്കാർ കുറച്ചുകൂടെ അടുത്തടുത്ത് വരുന്ന ഒരു കാലമാണ് ഈ ക്രിസ്ത്യൻ പീരീഡ്. ഇസ്ലാം ആകുമ്പോൾ അതിന് മുമ്പുള്ള പീരീഡാണ്, മിഡീവൽ പീരീഡാണ്. അപ്പോൾ അതിനെ പഠിക്കാൻ വേണ്ടി വേറെ ഒരു കാഴ്ചപ്പാട്, വേറെ ഒരു സെറ്റ് ഓഫ് സ്കിൽസ് ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഡിസേർവ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബുക്ക്. പക്ഷെ ആ പുസ്തകം ആർക്കെങ്കിലും എഴുതണമെങ്കിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പുസ്തകമായിരിക്കും. കാരണം ഇതിനകത്ത് ഞാൻ മാറ്റി വെക്കുന്നില്ല, മനു തന്നെ എഴുതണം ആർക്കെങ്കിലും. അല്ലല്ല, പക്ഷെ ഇതിനകത്ത് ക്രിസ്ത്യൻസും ഹിന്ദുസും തമ്മിലുള്ള ഡിബേറ്റ്സ് പറയുന്നല്ലോ. അതുപോലെ 19th century 18th century ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിലുള്ള ഡിബേറ്റ്സ്. അതുപോലെ തന്നെ ഇന്ത്യ തന്നെ പബ്ലിക് ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. ഒരു മുസ്ലിം മൗലവിയും ക്രിസ്ത്യൻ മിഷണറിയും കൂടെ ഒരുമിച്ചിരുന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ ഇരുന്ന് അവർ ഇങ്ങോട്ടും അങ്ങോട്ടും വാദിക്കും. പിന്നെ അത് ന്യൂസ് പേപ്പർ കവറേജിലൊക്കെ വരും. അതുണ്ട്. ദാറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് ഫാസിനേറ്റിംഗ്. ഞാൻ അതിൻ്റെയും കുറേ ഡേറ്റ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ പിന്നെ ഐ ഡിസൈഡഡ് അതും കൂടെ കൊണ്ടുവന്നാൽ ദ ബുക്ക് വിൽ ബിക്കം വെരി വാസ്റ്റ്. അപ്പൊ അതിനെക്കാട്ടി നല്ലത് ഹിന്ദു ക്രിസ്ത്യൻ ഡിബേറ്റ്സിനെ വെച്ചോണ്ട് ഈ പർട്ടിക്കുലർ ഇപ്പൊ മനു കവർ ചെയ്യുന്ന പീരീഡിലും ഈ മുസ്ലിം ഇൻഫ്ലുവൻസും മുസ്ലിം ഡിബേറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ടാവും. എല്ലാം പാരലലി നടക്കുന്നുണ്ടാവുമല്ലോ. അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് തന്നെ എഴുതേണ്ടത് കൊണ്ട് ഇതിനകത്ത് കൈകാര്യം ചെയ്തില്ല. കാരണം അതിന്റെ ഒരു ലോങ്ങർ ഹിസ്റ്ററി, മിഡീവൽ പീരീഡ് മുതലുള്ള. അതെ, റൈറ്റ്. സോ കൊളോണിയൽ ഇമ്പാക്ട് ഇന്ത്യ, ഐ മീൻ അവരെന്താണ് ഹിന്ദുവിസമായിട്ട് സംവദിക്കാനുള്ള കാരണം? വൈ ഡിഡ് ദേ ഡു ഇറ്റ്? ഐ മീൻ എന്താണ് ആദ്യ സമയത്ത്? അതെ, അത് അവരുടെ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി. വേറെ ഒരു കൾച്ചറിൽ വരുന്നു. അവിടെ ഈ കുറെ സ്ഥലങ്ങളൊക്കെ കീഴടക്കി എടുത്തെങ്കിലും ഒരു സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി അവർക്കുണ്ടായിരുന്നു, ഒരു സെൻസ് ഓഫ് ആങ്സൈറ്റി ഉണ്ടായിരുന്നു. മാത്രമല്ല അവരുടെയും പട്ടാളത്തിൽ ഫൈറ്റ് ചെയ്യുന്ന ഇന്ത്യൻ സോൾജേഴ്സ് തന്നെയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യൻ അമ്പലങ്ങളെ ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ ദൈവങ്ങളെ പോയി അവരുടെ ട്രഷറി എടുക്കുക, അതൊന്നും നടക്കില്ല. അതുകൊണ്ട് കുറെ കൂടെ റെസ്പെക്ട്ഫുൾ ആയിട്ട്, ഇൻക്ലൂഡിങ് കാസ്റ്റ് ബേസ്ഡ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ നാള് നിൽക്കാനുള്ള ശ്രമത്തിലിരുന്നു. ആക്ച്വലി ഒരു 17th century ഒരു പോയമുണ്ട്. അതിനകത്ത് വിശ്വഗുണ ദർശനം എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് 2 ഗന്ധർവന്മാർ ഇന്ത്യയുടെ ഒരു ഓൾ ഇന്ത്യ ടൂറിൽ ഇങ്ങനെ പറന്നു പോവാണ്. അപ്പോൾ ഒരു സമയത്ത് അവർ മദ്രാസിലും വരും. ആദ്യം ഒരു ഗന്ധർവൻ പറഞ്ഞു, ഇത് വളരെ മോശമായിട്ടുള്ള ആൾക്കാർ, ബ്രാഹ്മണന്മാരെ ഒന്നും റെസ്പെക്ട് ചെയ്യാത്ത ഒരു കൂട്ടം വെള്ളക്കാരാണ്. പക്ഷെ മറ്റു ഗന്ധർവൻ പറഞ്ഞു, ഇല്ല അങ്ങനെ അവരെ പറയണ്ട, നല്ല ക്വാളിറ്റീസും ഉണ്ട്, അവർ സത്യമായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളൊക്കെ ഈ കൺട്രിയിൽ വിൽക്കാനായിട്ട് കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഇന്ത്യൻ സൈഡിൽ ഒരു ആംബിവലൻസ് കാണുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ഒരു പടമുണ്ട്. അത് കാണുന്നത് നമ്മൾ ഈ കുറച്ച് ബ്രാഹ്മിൻസ് ബ്രിട്ടീഷ് ഫ്ലാഗിനെ പൂജിച്ച് മാലയൊക്കെ ഇട്ട് ബ്ലെസ് ചെയ്യുന്ന ഒരു ഇതാണ്. ബ്രിട്ടീഷുകാർ പൂരി ജഗന്നാഥ് അമ്പലമുള്ള സ്ഥലം ഒറീസയിൽ അത് കീഴടക്കി എടുത്ത സമയത്ത് അവിടുത്തെ ബ്രാഹ്മിൻസ് വലിയൊരു സംസ്കൃത് ലെറ്ററാണ് അയച്ചത്. ഇതിന് മുമ്പുണ്ടായിരുന്ന മറാഠാസിന് അടിയിൽ ഞങ്ങൾ തീരെ മോശമായിട്ടായിരുന്നു ജീവിക്കുന്നത്, നിങ്ങൾ വന്നുകൊണ്ട്, വെള്ളക്കാരൻ വന്നുകൊണ്ട് ഞങ്ങളെ രക്ഷിച്ചു, ഇനി എന്നും പൂരി അധികാരത്തിൽ തന്നെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രാഹ്മിൻസും എഴുതുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലും ഒരു സെൻസ് ഓഫ് ഫുൾ അഗ്രിമെന്റ് ഇല്ല, പക്ഷെ ഒരു സെൻസ് ഓഫ് ഓക്കെ ലെറ്റ്സ് സീ ഹൗ ദിസ് വിൽ ഗോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണുന്നുണ്ട്. ഇവിടെയും പക്ഷേ വ്യത്യാസം വരുന്നത് യൂറോപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ കാരണമാണ്. കാരണം യൂറോപ്പിൽ നടക്കുന്ന ആദ്യ സമയത്ത് ഇവിടെയുള്ള ബ്രിട്ടീഷുകാർ വളരെ റെസ്പെക്ട്ഫുൾ ആയിരുന്നെങ്കിലും യൂറോപ്പിൽ ഈ സമയത്ത് കുറേ ചേഞ്ചസ് നടക്കുന്നുണ്ട്. 18ാം നൂറ്റാണ്ടിൽ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന ഒരു ഫിനോമിനുണ്ട്. റീസൺ, റാഷണാലിറ്റി, റിലിജനെ എതിർക്കുന്ന ഒരു ഇന്റലക്ച്വൽ മൂവ്മെന്റ് വന്നു. അവിടെ വന്നു. അങ്ങനെ ഒരു മൂവ്മെന്റ് വരുമ്പോൾ എപ്പോഴും അതിനൊരു ബാക്ക്ലാഷും വരും. അതിന്റെ ഒരു ബാക്ക്ലാഷ് എന്ന് വെച്ചാൽ 19ാം നൂറ്റാണ്ടായപ്പോഴേക്കും വളരെ ഒരു പ്രോ റിലീജിയസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റും ഉണ്ടായി വന്നു, ഒരു ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ ക്ലാസ് സ്ട്രക്ചേഴ്സ് ഒക്കെ മാറാൻ തുടങ്ങി, പുതിയൊരു മിഡിൽ ക്ലാസ് ഉണ്ടായി വന്നു. ഇന്നും നമ്മുടെ കൺട്രിയിൽ തന്നെ ഒരു ന്യൂ റിലീജിയോസിറ്റി നമ്മൾ കൂടുതലും കാണുന്ന ഒരു മിഡിൽ ക്ലാസ്സിലാണ്. കാരണം പോസ്റ്റ് ലിബറലൈസേഷൻ, ആ ഒരു ബേസ്റ്റ് ഓഫ് പ്രോസ്പെരിറ്റിയിൽ ഉണ്ടാകുന്ന ചില സോഷ്യൽ കോൺസിക്വൻസസ് ആണിത്. അതുപോലെ യൂറോപ്പിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ യൂറോപ്പില്, ഇംഗ്ലണ്ടില് പ്രഷർ കൂടുന്നു. അവിടെ ആൾക്കാർ കുറ്റം പറയുന്നു, നിങ്ങളെങ്ങനെ ഇവിടെ ബ്രാഹ്മിൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങളെങ്ങനെ ഇന്ത്യയിൽ ടെമ്പിൾസിൽ ഇരിക്കുന്ന ഈ സോ കോൾഡ് മോൺസ്ട്രസ് ഗോഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവിടെ സ്ത്രീകൾ കത്തിച്ച് കളയുന്ന കൾച്ചറാണ്, കുട്ടികളെയൊക്കെ ക്രോക്കഡൈൽസിന് കഴിക്കാൻ കൊടുക്കുന്ന കൾച്ചറാണ് എന്നൊക്കെയുള്ളൊരു സ്റ്റീരിയോ ടൈപ്സ് ഉണ്ടല്ലോ അവരുടെ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ബ്രിട്ടീഷുകാർ ഷുഡ് നോട്ട് ബി സപ്പോർട്ടിംഗ് എന്നുള്ള അവിടുന്ന് ക്രിറ്റിസിസം വരുന്നു. അപ്പോൾ അവിടെ പാർലമെന്റിൽ കുറേ പ്രഷർ സ്ലോലി കൂടി വന്ന് അവസാനം 1813 പാർലമെന്റിൽ നിന്ന് ഓർഡർ വരുന്നു, മിഷണറീസിനെ ഇനിയും ഇന്ത്യയിലേക്ക് പെർമിറ്റ് ചെയ്യണം, പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ്സിനെ. എന്നാലും ഒരു കണ്ടീഷനുണ്ട്, ഇൻ ദാറ്റ് ലോക്കൽ ഒഫീഷ്യൽസ് തീരുമാനിക്കും നിങ്ങൾക്ക് വരാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പം നിങ്ങളൊരു ഏരിയയിൽ വന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള അധികാരം ലോക്കൽ ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനുണ്ട്. അപ്പം മിഷണറിമാർക്ക് അത് പോരാ, കുറച്ചുകൂടെ ആക്സസ് വേണം. അപ്പം പിന്നെ ഒരു 20 വർഷം ക്യാമ്പയിനൊക്കെ ചെയ്ത് 1830s ആകുമ്പോഴേക്കും ഫുൾ ആക്സസ് ടു ഇന്ത്യ അവർക്ക് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും യു സീയിങ് ദറ്റ് ഹിന്ദുസ് ആർ ഓൾസോ ബിക്കമിങ് മോർ എന്താ പറയുന്നത് ഒരു ഡിഫെൻസീവ് ഇൻ വേരിയസ് വേസ്. അതിന് പല രീതികളുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് കഥ ഞാനിപ്പോൾ എല്ലാ ടോക്സിലും ഈ പുസ്തകത്തിൻ്റെ പറയാറുള്ളത്, ഒരു കഥ കേൾക്കുന്നുണ്ട് ഈ സമയത്തുണ്ടായി വരുന്നതാണ്. ക്രിസ്ത്യാനിറ്റി ഇപ്പം വന്നിട്ടുണ്ട്, വെള്ളക്കാരനും ഉണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും ഒരു ഇന്ത്യൻ വേൾഡ് വ്യൂയിലേക്ക് ഫിറ്റ് ചെയ്യണം, അർത്ഥം കൊടുക്കണം. ഇത് പുറത്തുനിന്ന് വന്നതല്ലേ. അപ്പോൾ അതവർ ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് രീതി എന്ന് പറഞ്ഞാൽ ഒരു കഥയെ പറയുന്നു, ഹിന്ദു ട്രഡീഷൻസ് കാരണം എല്ലാവരും അങ്ങ് സ്പിരിച്വലി ലിബറേറ്റഡ് ആയിട്ട് ഹെവനിലേക്കാണ് പോകുന്നത്, സ്വർഗ്ഗലോകത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്ത് പറ്റി, ഹെൽ ആരും ഇല്ല. അപ്പോൾ അതിനു വേണ്ടി കോസ്മിക് ബാലൻസ് പിന്നെയും കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഉണ്ടാക്കി കൊടുത്തതാണ് ഈ ക്രിസ്തു മതം. അപ്പം കുറെ ആൾക്കാർ ഹെല്ലിലേക്ക് പോകും എന്നുള്ള രീതിയിൽ ഒരു കഥ ഉണ്ടായി വരുന്നു. അതുപോലെ തന്നെ രാംലീല പെർഫോമൻസസിലൊക്കെ നോർത്ത് ഇന്ത്യയിലുണ്ടല്ലോ, ഒരു ബോ ആൻഡ് ആരോ എടുത്തിട്ട് കത്തുന്ന ഒരു ആരോ അവസാനം രാവണന്റെ എഫിജിയിലേക്ക് പോയി രാവണന്റെ എഫിജി കത്തുന്നതൊക്കെ. അതിനകത്തൊക്കെ കമ്പനിയുടെ ഗവർണർ ജനറലുടെ കുപ്പായമായിരിക്കും രാവണനെ ഇടിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാം there are hints that there's ഒരു ആങ്സൈറ്റി ഇന്ത്യൻ സൈഡിൽ ഉണ്ടായി വരുന്നുണ്ട് ഈ മിഷണറീസിന്റെ ഒരു പ്രഷർ. കാരണം മിഷണറീസ് ഇപ്പം വരുന്ന അമ്പലങ്ങളുടെ മുമ്പിലാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ വലിയ മേലാസിലൊക്കെ പോയി അവരുടെ പ്രവചനങ്ങൾ നടത്തും. അതൊക്കെ അപ്പോൾ ഒരു ഇറിറ്റേഷൻ ആൾക്കാർക്ക് ഉണ്ടായി വരുന്നുണ്ട്. പബ്ലിക് ഡിബേറ്റ്സും ഉണ്ടാവുന്നുണ്ട്. മുമ്പുള്ള ഡിബേറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ അക്കാഡമിക്, കുറച്ചുകൂടെ ഇന്റലക്ച്വൽ ടൈപ്പ് ആണ്. ഇതിപ്പോൾ പബ്ലിക്കിൽ ഒരു 100 കൂട്ടം ആൾക്കാരുടെ മുമ്പിൽ ആൾക്കാരെ ഇരുത്തി രണ്ട് സൈഡ്സും ഡിബേറ്റ് ഉണ്ട്. മാത്രമല്ല ഈ സമയമാകുമ്പോഴേക്കും പത്രം വന്നിട്ടുണ്ട്. അപ്പം ന്യൂസ് പേപ്പേഴ്സിൽ ഇതിനെപ്പറ്റി കവറേജ് വരുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ ന്യൂസ് പേപ്പേഴ്സിന്റെ പ്രോ മിഷണറി, ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സിൽ അല്ലെങ്കിൽ പ്രോ ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സിൽ ആന്റി മിഷണറി ആയിട്ടുള്ള കുറേ റൈറ്റിംഗ്സ്. 1840s ഒക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു നാഷണലിസ്റ്റ് ക്രിറ്റിക്കും കൂടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഭാസ്കർ പാണ്ഡുരംഗ് എന്ന് പറഞ്ഞ ഒരു മഹാരാഷ്ട്രയിലുള്ള 20 എന്തോ വയസ്സുള്ള ഒരാൾ 6 കത്തുകൾ ബോംബെ ഗസറ്റിന് അയക്കുന്നു. ആ 6 കത്തുകളിലും പിന്നുള്ള ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ പറയുന്ന എല്ലാ എക്കണോമിക് ഡ്രീം തിയറി ആണെങ്കിൽ, റിലീജിയസ് കാര്യങ്ങളാണെങ്കിൽ, പൊളിറ്റിക്കൽ ഫ്രീഡത്തിന്റെ കാര്യങ്ങൾ, ഇതെല്ലാം അതിനകത്ത് ഈ ചെറുപ്പക്കാരൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യു ആർ സെൻസിങ് ദാറ്റ് അമംഗ് വൺ ക്ലാസ് ഓഫ് ഇന്ത്യൻസ് അറ്റ്ലീസ്റ്റ് കുറച്ചൊരു ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ഒരു ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷനും കൂടെ കിട്ടിയുള്ളവർക്ക് there is a way to respond to this. ഇതാണ് അവസാനം കുറച്ച് വയലൻസിലേക്ക് എത്തുന്നത്. മിഷണറീസിൻ്റെ ആയിട്ട് ചില സ്ഥലങ്ങളിൽ വയലൻ്റ് ആയിട്ട് വരുന്നു. 1857 റിബല്യനിൽ റിലിജൻ വാസ് എ വേ ടു ഗെറ്റ് പീപ്പിൾ ടുഗെദർ. അപ്പം നമ്മുടെ ആ 1857 റിബല്യനിലെ മുഗൾ ലീഡേഴ്സ് ആണെങ്കിലും അവധിലെ ബേഗം ആണെങ്കിലും ഇവരെല്ലാം പറയുന്നത് ഇസ്ലാമും ഹിന്ദുസും രണ്ടും അണ്ടർ അറ്റാക്കാണ് ഫ്രോം ദ വെള്ളക്കാരൻ ആൻഡ് ഫ്രോം ദ മിഷണറി. അതുകൊണ്ട് വി ഹാവ് ടു വർക്ക് ടുഗെദർ ടു ഗെറ്റ് ദിസ് പേഴ്സൺ ഔട്ട് ഓഫ് ദ കൺട്രി എന്നുള്ള ആ ഒരു റിലീജിയസ് സെന്റിമെന്റും കൂടെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്താണ് നമ്മളൊരു അഗ്രസീവ്, ഒരു മിലിറ്റന്റ് ഹിന്ദുയിസം ആൻഡ് മാസ് മൊബിലൈസേഷന്റെ ഒരു ഇനിഷ്യൽ ഇമ്പൾസ് നമ്മൾ കാണുന്നത്. അവിടെയാണോ ഈ ബ്രിട്ടീഷുകാർ ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ട് ഹിന്ദു മുസ്ലിം ഡിവിഷനെ കുറിച്ച് ആലോചിക്കുന്നതും? അത് 1857 ശേഷമാണ് കൂടുതലും. കാരണം 1857 ഇവർ രണ്ടുപേരും ഒരുമിച്ച് കണ്ടത് അവർക്കൊരു ക്രിസ്ത്യാനിറ്റി ഒരു കോമൺ എനിമി ആവുമോ എന്നുള്ളൊരു ചോദ്യം. ക്രിസ്ത്യാനിറ്റി മാത്രമല്ല വെള്ളക്കാർ എങ്ങനെയെങ്കിലും ഇതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള ഇത് മതി എന്നുള്ള അവർക്ക് നാച്ചുറലി അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിയാൽ എങ്ങനെയെങ്കിലും ഡിവൈഡ് ചെയ്യണം എന്നാണ്. അത് പിന്നീട് വർക്കൗട്ടായി. പിന്നീട് ഇറ്റ് വർക്ക്സ് ഔട്ട്. ആ പീരീഡിലാണ് പിന്നെ നമുക്ക് ഈ ചരിത്രത്തിൻ്റെ വേറൊരു ഭാഗം വരുന്നത്. ഇന്ത്യൻ ലീഡേഴ്സ്, ഹിന്ദു ലീഡേഴ്സ് ഒരുപാട് എമേർജ് ചെയ്യുന്നു. അവരൊരു ഹിന്ദു റീഇൻവെൻഷനെ കുറിച്ച് ആലോചിക്കുന്നു. അവർ ഈ ബ്രിട്ടീഷ് ഫ്രെയിംവർക്കിനകത്ത്, ഒരു ക്രിസ്ത്യൻ ഫ്രെയിംവർക്കിനകത്ത് ഹിന്ദുയിസത്തെ കൊണ്ടുവയ്ക്കുന്നു. അതല്ലേ മനു പറയുന്നത്? രാമോഹൻ റായ് ആയാലും തിലകായാലും പ്രൊട്ടസ്റ്റന്റ് ഹിന്ദുയിസം. ആ പീരീഡ് ഒന്ന് പറയാമോ? പ്രൊട്ടസ്റ്റന്റ് ഹിന്ദുയിസം. അപ്പൊ അവരും മുമ്പേ താങ്കൾ പറഞ്ഞ പോലെ ഒരു അവരൊക്കെ വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ആണ്. അവർ ഇംഗ്ലീഷ് വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അവർക്ക് ആഗ്രഹമുണ്ട്. അവർക്ക് ഒരു സൈഡിൽ അവർ അംഗീകരിക്കുന്നുണ്ട് വെസ്റ്റേൺ സിവിലൈസേഷൻ ഇസ് സുപ്പീരിയർ ടു അസ് ഇൻ ടെക്നോളജിക്കൽ തിങ്സ്. അവരുടെ കയ്യിൽ സ്റ്റീം ഇതുണ്ട്, ടെക്നോളജി ഉണ്ട്, ബെറ്റർ ആയുധങ്ങളുണ്ട്, റെയിൽവേസ് കൊണ്ടുവരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് വെള്ളക്കാരൻ നമ്മളെക്കാട്ടി മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വെരി ക്ലിയർലി വെള്ളക്കാരൻ ഇസ് ഏബിൾ ടു ബി അഡ്വാൻസ്ഡ് കമ്പയർഡ് ടു അസ്. അത് അവർക്ക് അത്രയും അംഗീകരിക്കുന്നുണ്ട്. അപ്പം വെള്ളക്കാരൻ്റെ കുറേ ഫ്രെയിം വർക്ക്സും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ പ്രോട്ടസ്റ്റന്റ് മിഷണറീസ് ആണ് വരുന്നത്. അപ്പം പ്രോട്ടസ്റ്റന്റ് കൾച്ചറിൽ അവർ പറയുന്നത് എന്താണ്? ഒരു പ്യോർ ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നു, അതിനെ കാത്തലിക് ചർച്ചാണ് കറപ്റ്റ് ചെയ്തത്. പിന്നെ അതിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പ്രോട്ടസ്റ്റന്റ് റെഫോർമേഷൻ ഉണ്ടായി വന്നതാണ് പ്രോട്ടസ്റ്റൻസിന്റെ ഒരു വാദം, അവരുടെ ഒരു വേൾഡ് വ്യൂ. ഇൻ മെനി വേസ് രാജാ രാംമോഹൻ റോയ് അതിനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം ബ്രിട്ടീഷുകാരും അങ്ങനത്തെ ഒരു നാരറ്റീവ്, അങ്ങനത്തെ ഒരു ഫ്രെയിം വർക്കിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു, അത് നമ്മളും അക്സെപ്റ്റ് ചെയ്യുന്നു. രാംമോഹൻ റോയ് അതാണ് പറഞ്ഞത്, ആദ്യം വളരെ ഒരു പ്രിസ്റ്റീൻ മെറ്റാഫിസിക്കൽ ഫിലോസോഫിക്കൽ ആയിട്ടുള്ള ഹിന്ദുയിസം ആയിരുന്നു. അത് മൊത്തം ഉപനിഷത്തിലിരിക്കുന്ന ഫിലോസഫി, വേദാന്തം, അതൊക്കെയാണ് ആക്ച്വൽ യഥാർത്ഥ ഹിന്ദുയിസം. കറപ്ഷനിൽ കൂടെയാണ് വിഗ്രഹപൂജയും അമ്പലങ്ങളും പുരാണങ്ങളിലെ ദൈവങ്ങളും. മിഷണറീസ് കൃഷ്ണനെ കുറ്റം പറഞ്ഞ പോലെ രാംമോഹൻ റോയും കുറ്റം പറയുന്നുണ്ട്. രാംമോഹൻ റോയ്ക്കും പിടിക്കുന്നില്ല കൃഷ്ണനും ഗോപികളും ഇങ്ങനെ കളിക്കുന്നു തോന്നുന്നു. അവർക്ക് അയാൾക്കും ഇഷ്ടമില്ല. കാരണം അയാളുടെ വിചാരം ഇത് മോശമാണ്, വളരെ പ്യൂരിറ്റൻ ഒരു പ്രൊട്ടസ്റ്റന്റ് ആംഗിളാണ് അദ്ദേഹം എടുക്കുന്നത്.
അപ്പോൾ ഇതിനെ റിഫോം ചെയ്യാൻ ഒരു ഹിന്ദു റെഫോർമേഷനും കൂടെ വേണം എന്നുള്ള ആ ഒരു ആർഗ്യുമെൻ്റാണ് രാംമോഹൻ റോയ് ചെയ്യുന്നത്. അപ്പോൾ രാംമോഹൻ റോയ് പ്രസൻസ് എ വെരി ഇൻ്റലക്ച്വൽ ആർഗ്യുമെന്റ്. ഒരു പ്രിസ്റ്റീൻ ഹിന്ദുസ് എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിലുള്ള ആ ഹിന്ദുസ് ആണ്. വേദത്തെ ആദ്യ ഭാഗം പോലും അല്ല. ആദ്യ ഭാഗത്തിൽ അഗ്നി, വരുണനും ഇന്ദ്രനും പല ദൈവങ്ങളും ഉണ്ട്. അപ്പോൾ അതുപോരാ. അദ്വൈതത്തിലുള്ള ആ ഒരു ആബ്സ്ട്രാക്ട് ഗോഡ്, ഒരു രൂപവും ഫോമും മനുഷ്യരൂപവും ഒന്നും ഇല്ലാത്ത ആ ഒരു ദൈവമാണ് ഹിന്ദു ദൈവം എന്നുള്ള രീതിയിൽ രാംമോഹൻ റോയ് പറയുന്നു. ആൻഡ് അതുകൊണ്ട് രാംമോഹൻ റോയുടെ ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ Hindus don't need to convert to Christianity to save themselves. Okay. They have to only convert to their original religion. All right. Original religion as he defines it. Yeah. അതാണ് രാംമോഹൻ റോയ്. വേറെ ഒരു ഇത് വരുന്ന ദയാനന്ദ സരസ്വതി. ഇപ്പൊ ദയാനന്ദ സരസ്വതി രാംമോഹൻ റോയുടെ അക്സെപ്റ്റൻസ് എത്രത്തോളം ഉണ്ടായി? ഇന്റലക്ച്വൽ ലെവലിൽ അലൗഡ് ഫോർ എ ഡിഫെൻസ് ഓഫ് ഹിന്ദു. Right. ആ സെയിം ട്രഡീഷനിലാണ് വിവേകാനന്ദൻ പിന്നെ വരുന്നത്. അദ്ദേഹം അമേരിക്കയിൽ പോയി ഹിന്ദുവിസത്തിനെ പ്രസന്റ് ചെയ്യുമ്പോൾ ഏകദേശം ഈ സെയിം ഉപനിഷദിക് അദ്വൈത വേദാന്തിക് രീതിയിലാണ്. ഇന്നും അദ്വൈത വേദാന്തയെ അത്രയും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇസ് ബിക്കോസ് ഇൻ ദിസ് ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് അതിനൊരു അക്സെപ്റ്റൻസ്, ഒരു വിലയും ഇവർ കാരണം ഉണ്ടായി വന്നിരുന്നു. ആക്ച്വലി വേറെ ഉണ്ട്, വിശിഷ്ട അദ്വൈതം ഉണ്ട്, പല പല ടൈപ്സ് ഉണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് അദ്വൈത വേദാന്തയിലാണ്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ് പാർട്ട്ലി. വേറെ ഒരു റെസ്പോൺസ് വരുന്നത് ദയാനന്ദ സരസ്വതിയുടെയാണ്. അപ്പം ഹിന്ദുയിസം ഇസ് ഓൾസോ ഡൈനാമിക് തിങ്. ദയാനന്ദ സരസ്വതിയുടെ ഒരു ചേഞ്ച് വരുന്നത് മിഷണറിമാരെ കണ്ടിട്ടല്ല. അദ്ദേഹം തന്നെ ഒരു ദിവസം ശിവരാത്രിയിൽ കുട്ടിയായിട്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ ഉറക്കമണച്ച് ഇരിക്കുന്ന സമയത്ത് അച്ഛനൊക്കെ ഉറങ്ങിപ്പോയി. പക്ഷെ ഈ ചെറുപ്പക്കാരൻ ഇരുന്ന് നോക്കുന്നു. അപ്പം ശിവന്റെ വിഗ്രഹത്തിന്റെ അടിയിൽ ഒരു എലി വന്ന് അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കരണ്ട് കഴിക്കുന്നു. അപ്പൊ ദയാനന്ദൻ തന്നെ വിചാരിക്കുന്നു, ഇത് ദൈവമാണെങ്കിൽ എലി എന്ന് പറഞ്ഞാൽ വലിയ അശുദ്ധമല്ലയോ, അത് വന്ന് ഇത്രയൊക്കെ കാണിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതിന്റെ അർത്ഥം വിഗ്രഹ ദൈവമല്ല. പിന്നെ അദ്ദേഹം വീട് വിട്ടിറങ്ങാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇന്ത്യ അല്ലയോ, ഇന്ത്യയിൽ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ വേറെ ഒരു വഴിയിലേക്ക് പോകുമ്പോൾ ആദ്യം വീട്ടുകാർ എന്നത് കല്യാണം കഴിപ്പിക്കുകയാണ്. കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ അയാൾ ഓടിപ്പോയി, നടന്നില്ല. ഓടിപ്പോയി ഒരു സന്യാസിയായിട്ട് ഇന്ത്യയിൽ മൊത്തം കറങ്ങുന്നു. ഒരുപാട് ആൾക്കാരെ കാണുന്നു, ഭാങ് കുടിക്കുന്നു. ഏതോ ഒരു സ്ഥലത്ത് ഒരു ശവത്തിനെ കണ്ടു. ശവത്തിനെ റിവറിൽ നിന്ന് വലിച്ച് തുറന്ന് നോക്കി. സംസ്കൃത പുസ്തകങ്ങൾ എഴുതിയേക്കുന്നത് തന്നെയാണോ അകത്തെ രൂപം? അല്ല. പുസ്തകങ്ങളും ശവവും രണ്ടും കളഞ്ഞു വിട്ടിറങ്ങി. അങ്ങനെ പല പല എക്സ്പീരിയൻസസ് ഒക്കെ ചെയ്ത് അവസാനം മഥുരയിൽ പോയി ഒരു ഗുരുവിനെ കണ്ടുപിടിച്ച് ആ ഗുരുവാണ് പറഞ്ഞത്, യുവർ മിഷൻ ഇസ് ടു റിവൈവ് ദ വേദിക് ട്രഡീഷൻ. അപ്പോൾ ആ വേദിക് ട്രഡീഷനാണ്. പക്ഷേ അത് രാംമോഹൻ റോയിനെ പോലത്തെ ഒരു ഇന്റലക്ച്വൽ ഇത് മാത്രമല്ല, ദയാനന്ദന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ പബ്ലിക്കിനെയും കൂടെ ഒരു ഇൻവോൾവ് ചെയ്യണം. അതിന് ഫസ്റ്റ് ഹി ട്രൈഡ് ടു ഗോ ടു ഹിന്ദു രാജാസ്. 1877 വലിയൊരു ദർബാർ ഉണ്ടായിരുന്നു. ക്വീൻ വിക്ടോറിയ ഇന്ത്യൻ എംപ്രസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തപ്പം വലിയൊരു ദർബാറിൽ ഇന്ത്യയിലെ മൊത്തം രാജാക്കന്മാരും ഒക്കെ വന്നിരുന്നതിന് ആ സ്ഥലത്ത് പോയി. കാരണം അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഈ ഹിന്ദു പ്രിൻസസിനെ ഒരുമിച്ച് കൊണ്ടുവന്ന താഴെ നിന്നും കൂടെ ഒരു പബ്ലിക് മൂവ്മെന്റ് ആയിട്ടും കൂടെ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഓൾറെഡി 1870s ഒരു ആഗ്രഹമുണ്ട് ഇതിനെ ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് ആക്കണമെന്ന്. പക്ഷെ അത് നടന്നില്ല. പിന്നെ അദ്ദേഹം കുറേ ട്രഡീഷണൽ ആൾക്കാരുമായിട്ട് ഡിബേറ്റ് ചെയ്തു സംസ്കൃതത്തിൽ. പക്ഷെ അതുകൊണ്ടും നടക്കുന്നില്ല. കാരണം ഈ സംസ്കൃതം സംസാരിക്കുന്നതൊക്കെ വളരെ എലീറ്റ് ആയിട്ടുള്ള ബ്രാഹ്മിൻസ് ഇൻ സം ഹോളി ടൗൺസ് ആണ്. അപ്പോൾ അവരുമായിട്ടും നടന്നിട്ടും വലിയ താഴെ നിന്നുള്ള ഒരു റീജനറേഷൻ ഉണ്ടായിരുന്നില്ല. അവസാനമാണ് ആര്യ സമാജ്, രാംമോഹൻ റോയുടെ സെയിം ബ്രഹ്മസമാജകാരിയൊക്കെ കാൽക്കട്ടയിൽ കണ്ടിട്ട് ഇദ്ദേഹവും ബോംബെ വന്നിട്ട് ആര്യ സമാജ് തുടങ്ങുന്നത്. എന്നിട്ട് ആര്യ സമാജ് വെരി മച്ച് മാസ് മൂവ്മെന്റ് കൈൻഡ് ഓഫ് തിങ്. പശുവിനെ, ദ സേക്രഡ് കൗവിനെ ഒരു എംബ്ലം ആക്കിയിട്ട്, അത് പല പല ജാതികൾക്കും കൗ ഇസ് സേക്രഡ്. അപ്പം നിങ്ങളുടെ ജാതി എന്താണെന്നേലോ നിങ്ങളെ യുണൈറ്റ് ചെയ്യാൻ വേണ്ടി ദ കൗ ബിക്കേം എൻ ഇമ്പോർട്ടൻറ്റ് മോട്ടീവ്. പിന്നെ മിഷണറി ഗ്രൂപ്പ്സ് ചെയ്യുന്ന അതേ സ്ട്രാറ്റജീസിനെ ഇൻവേർട്ട് ചെയ്തിട്ട് ഹിന്ദുയിസത്തിന് വേണ്ടി യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഈ ഫ്രാൻസിസ് സേവിയറൊക്കെ ആദ്യം പോർച്ചുഗീസ് കാലത്ത് വന്നപ്പോൾ ഹോൾ വില്ലേജസിനെ കൺവേർട്ട് ചെയ്യുമായിരുന്നു. 100 കൂട്ടം ആൾക്കാർ ഒരേ സമയത്ത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ആര്യ സമാജുകാരും ഒരുപാട് കൺവേർട്ട് ആയി പോയവരെ തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. മിഷണറി സ്ട്രാറ്റജി ഇന്റേർണലി ബാക്ക് ടു ഹിന്ദുയിസം കൺവേർട്ട് ചെയ്ത് പോയവരെ. അതിന് ചില ഫണി കോൺസിക്വൻസസ് ഉണ്ടായിരുന്നു. ഒരു ബറോഡയിലെ ഒരു രാജാവ് ഒരു കല്യാണം കഴിച്ച ഒരു സൗത്ത് ഇന്ത്യൻ സ്ത്രീയായിട്ട് ഒരു ലവ് അഫെയറിലായി. അപ്പം പിന്നെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് വേറെ ഭർത്താവുണ്ട്. ഇത് 20th സെഞ്ചുറിയിലാണ്. അപ്പോൾ അവർ പിന്നെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരാദ്യം ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആദ്യ ഭർത്താവ് വിട്ടിട്ട് പോകും. പിന്നെ അവർ ആര്യ സമാജിൽ പോയി റീകൺവേർട്ട് ചെയ്തിട്ട് ബറോഡ രാജാവിനെ. അപ്പം സം ഫണി തിങ്സ് ദാറ്റ് ഹാപ്പൻ. പക്ഷെ കുറെ കൂടെ ഒരു മസ്ക്യുലർ മാസ് ബേസ്ഡ് മിലിറ്റന്റ് ഹിന്ദു ആ ഒരു ടെൻഡൻസി നമ്മൾ കാണുന്നത് ആര്യ സമാജിലാണ്. പക്ഷെ ഒരു മൂന്നാമത്തെ റെസ്പോൺസ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഞാൻ സൈറ്റ് ചെയ്യുന്നത്, അത് ഫുലെ, മഹാത്മാ ഫുലെ, മഹാരാഷ്ട്ര. അതും മിഷണറിയുടെ ആർഗ്യുമെന്റ് എടുക്കും, പക്ഷെ അത് വിത്തിൻ ഹിന്ദുയിസം ചോദ്യങ്ങൾ ചോദിക്കാനാണ്. ഇപ്പം ബ്രാഹ്മണിക്കലിനെതിരല്ലേ? അതെ. അപ്പം
ഈ കൃഷ്ണന്റെ കഥകളും കൃഷ്ണനെ കളിയാക്കുന്നതും ബ്രഹ്മാവിനെ കളിയാക്കുന്നതും ആ കഥകളൊക്കെ ഫുലെയുടെ റൈറ്റിംഗ്സ് വളരെ പൊളമിക്കലാണ്. ഇന്നത്തെ കാലത്ത് ഫുലെ എഴുതിയിരുന്നെങ്കിൽ വല്ല ഭാരതീയ ന്യായ സംഹിതയുടെ പേരിൽ കാരണം അത്രയ്ക്ക് പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫുലെയുടെ മറാഠി റൈറ്റിംഗ്സ് ഉള്ളത്. എനിക്ക് മറാഠി വായിക്കാം, അപ്പൊ ഞാൻ നേരെ പോയി റൈറ്റിംഗ്സ് പോയി വായിച്ചിട്ട് ഞാൻ തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇംഗ്ലീഷിലുണ്ട്, കുറെ ട്രാൻസ്ലേഷൻ ഉണ്ട്, പക്ഷെ എനിക്ക് മറാഠി വായിക്കാവുന്നതുകൊണ്ട് ഐ വാണ്ടഡ് ടു സീ വാട്ട് ഭാഷ ഹി യൂസസ്. വളരെ തീവ്രമായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഹിസ് ഉദ്ദേശം വാസ് ഉള്ളിൽ നിന്ന് തന്നെ പുറത്തെ ഒരു ഒപ്രസർ, ഒരു വെള്ളക്കാരൻ അല്ലെങ്കിൽ ഒരു മിഷണറിയെ നമ്മൾ റിജക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ കുറെ കൂടെ എളുപ്പമാണ്. വാട്ട് അബൌട്ട് ഓപ്പറേഷൻ വിതിൻ, അതിനെയും കൂടെ ചേഞ്ച് ചെയ്തെടുക്കണം എന്നുള്ള അത് മൂന്നാമത്തെ ഒരു ഇമ്പൾസ് ആയിട്ട് തോന്നി. അപ്പോൾ ഒരു ഇന്റലക്ച്വൽ രാംമോഹൻ റോയ് ടൈപ്പ് റെസ്പോൺസ് ഉണ്ട്, ഡൗൺ ടു വിവേകാനന്ദ. പിന്നെ ഒരു ദയാനന്ദ സരസ്വതി ടൈപ്പ് മാസ് മൊബിലൈസേഷൻ വിച്ച് ഇസ് ഡയറക്ട്ലി ലിങ്ക് ടു ഹിന്ദുത്വ. കാരണം ഇപ്പം അടൽ ബിഹാരി വാജ്പേയിയുടെ അച്ഛൻ ആണെങ്കിലും ഹിന്ദുത്വയിലെ ഒരുപാട് ആൾക്കാർ they were directly inspired by the Arya Samaj in various ways. അല്ലെങ്കിൽ ആര്യ സമാജിന്റെ മെമ്പേഴ്സ് ആയിരുന്നു. സാവർക്കർ വരെ ജയിലിൽ ഇരിക്കുമ്പോൾ പറയുന്ന ആര്യ സമാജ് ചെയ്ത പോലെ റീകൺവേർഷൻ നമ്മൾ ചെയ്യണം. ആര്യ സമാജ് അതിന്റെ ഒരു മോട്ടിഫായിട്ട് കാണാം. മൂന്നാമത്തേത് ഫുലെ, വിച്ച് ഇസ് ദാറ്റ് ഇന്റേണൽ ക്രിറ്റിസിസം വിച്ച് ലീഡ്സ് ടു ഇവൻച്വലി അംബേദ്കർ. ആ ഒരു ട്രഡിഷൻ നമുക്ക് അവിടെ കാണാം. അങ്ങനെ പല റെസ്പോൺസസ് ആണ് ഈ കാലത്ത് വരുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ മിഷണറീസിനും പല സ്ട്രാറ്റജീസും പല ഫോംസ് ഓഫ് അഡാപ്റ്റിംഗ് ടു ഇന്ത്യൻ സൊസൈറ്റി ഉള്ള പോലെ ഹിന്ദു ഈ ഒരു റീഇൻവെൻഷന്റെ കാലത്ത് അത് ഒരു ഫോം അല്ലെങ്കിൽ ഒരു ഫോമാറ്റിലല്ല വന്നത്. ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രിയിൽ ഡിഫറെന്റ് രീതിയിലാണ് ആൾക്കാർ അതിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചത്. ഈ ഫൂലെ ഒരു ബ്രാഹ്മണിക്കൽ ഇത് പറഞ്ഞതുപോലെ തന്നെ നാരായണ ഗുരു ചെയ്യുന്നുണ്ട്, പക്ഷെ അത് തിരിച്ചാണ്. അതെ, ബ്രാഹ്മണൈസ് ചെയ്യുക എന്ന് പറയുന്ന ലോവർ കാസ്റ്റിനെ അല്ലെ, അതുകൂടി ഒന്ന് പറയാമോ? അത് ഞാൻ ആക്ച്വലി ജസ്റ്റ് ഒരു പാസേജിൽ ഞാൻ കണ്ടു. ഫുലെയുടെ ഒരു കംപ്ലീറ്റ്ലി റാഡിക്കൽ രൂപം കാണിക്കാൻ വേണ്ടി വേറെയും 2-3 എക്സാമ്പിൾസ് പറഞ്ഞു. അതിന്റെ കൂട്ടത്തെയും പറഞ്ഞാണ് ഇവിടെ ശ്രീനാരായണ ഗുരുയുടെ ഒരു ട്രഡീഷൻ നോക്കിയാൽ ഹി വാസ് ഓൾസോ ക്രിട്ടിക്കൽ ഓഫ് കാസ്റ്റ്. പക്ഷെ ഹി വാസ് ക്രിട്ടിക്കൽ ഓഫ് ബ്രാഹ്മണിക്കൽ സോഷ്യൽ പ്രാക്ടീസ് എന്ന് വെച്ചാൽ ആ ഒരു ബ്രാഹ്മണിസത്തിന്റെ എങ്ങനെ സൊസൈറ്റിനെ അത് എഫക്ട് ചെയ്തു, കാസ്റ്റ് വഴി, ഇനിക്വാളിറ്റി വഴി, അൺടച്ചബിലിറ്റി വഴി. ഹി വാസ് വെരി ക്രിട്ടിക്കൽ ഓഫ് ദാറ്റ്. പക്ഷെ അതിന്റെ ആ ഫിലോസോഫിക്കൽ കോണ്ടെന്റിനെ അങ്ങനെ റിജക്ട് ചെയ്തില്ല. ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഫിലോസോഫിക്കൽ കോണ്ടെക്സ്റ്റ്. ഈഴവ സമുദായത്തിനെ ചിലപ്പോൾ വഴക്ക് പറയും, ഇങ്ങനത്തെ രീതി ഈ പഴയ കള്ളും മാംസവും കഴിക്കുന്ന ദൈവങ്ങളെ പൂജിക്കരുത്, ശിവനെ പോലത്തെ ദൈവങ്ങളെ പൂജിക്കണം, ബിക്കോസ് ഹി വാസ് ട്രൈങ് ടു മൂവ് ദം ഇൻ ദാറ്റ് ഡയറക്ഷൻ. പക്ഷെ ഫുലെയുടെ അങ്ങനെയല്ല. ഫുലെ ആക്ച്വലി റിജക്റ്റഡ് ദ ഹോൾ തിങ്. ഫുലേക്ക് ഇതിനകത്തൊന്നും താല്പര്യമില്ല. ഒരുപക്ഷെ ഹിന്ദുയിസത്തിനെ ഇടയ്ക്ക് വെച്ച് തള്ളിപ്പറയും, ഹിന്ദുയിസം എന്ന് പറയുന്ന മതമില്ല എന്നൊക്കെ നാരായണ ഗുരു പറയുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അതെ, അല്ല പിന്നെ ഫുലെ തന്നെ ആൾക്കാർ മിഷണറി ഇൻ ഹിന്ദു ക്ലോതിംഗ് എന്നൊക്കെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. മിഷണറി ഇൻ ഹിന്ദു ക്ലോതിംഗ് എന്ന് വെച്ചാൽ ഇയാൾ ഹിന്ദു എന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ ഹിന്ദു രൂപത്തിലിരിക്കുന്നത്, പക്ഷെ അദ്ദേഹത്തിന്റെ വായിന്ന് വരുന്ന എല്ലാ മിഷണറികളെ പോലത്തെ സംസാരമാണ്. അപ്പൊ ഇവരെല്ലാം ഇതിന്റെ ഉദ്ദേശവും അഗൈൻ ഇസ് ടു ഷോ ദെയർ ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റെസ്പോൺസസ്. അല്ലാതെ ഒറ്റ റെസ്പോൺസ് അല്ല, പല പല ടൈപ്പിൽ പല പല രീതികളിൽ ടു ഡിഫറെന്റ് ഡിഗ്രീസ്. ഒരാൾ വളരെ റാഡിക്കൽ ആയിരിക്കും, ഒരാൾ ഇച്ചിരി റാഡിക്കലിസം കുറവായിരിക്കും, പിന്നെ ഒരാൾ തീരെ റാഡിക്കലിസം ഇല്ലാത്തവർ കാണും. അങ്ങനെ ഒരു സ്പെക്ട്രമാണ് നമ്മൾ കാണുന്നത്. ഫൈനലി യു ആർ കമ്മിങ് ടു സവർക്കർ. സവർക്കറിന്റെ തിലക് ഉണ്ട്. ഓഫ് കോഴ്സ് തിലക് പറഞ്ഞുകൊണ്ട് തന്നെ സവർക്കറിലേക്ക് എത്താം. തിലക് എന്താണ് ചെയ്തത് ഈ ഒരു റീഇൻവെൻഷനിൽ? തിലക് എന്ന് വെച്ചാൽ തിലക്കിന്റെ കാലം ആകുമ്പോഴേക്കും നാഷണലിസം വന്നു. പക്ഷെ ആ മോഡറേറ്റ് കോൺഗ്രസിന്റെ നാഷണലിസം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന നാഷണലിസമാണ്, പക്ഷെ കുറെ കൂടെ മോഡറേറ്റ് ആണ്. തിലക് അങ്ങനെയല്ല കാണുന്നത്. തിലക്കിന്റെ മനസ്സിൽ ഓൾറെഡി മെയിൻ ഇവിടുത്തെ നാഷണാലിറ്റി എന്ന് പറഞ്ഞ ഒരു ഹിന്ദു നേഷൻ ആണ്. അതുകൊണ്ട് തന്നെ തിലക് പറയുന്നത് നമ്മുടെ റിലീജിയസ് ഫെസ്റ്റിവൽസിനെയൊക്കെ പൊളിറ്റിക്കൽ ഫെസ്റ്റിവൽസ് ആയിട്ട് മാറ്റിയെടുക്കണം. അപ്പം ഗണപതി ഫെസ്റ്റിവൽ ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഗണപതി, ഇറ്റ്സ് അബൌട്ട് ബ്രിങ്ങിങ് പീപ്പിൾ ടുഗെദർ ആസ് ഹിന്ദുസ് ഇൻ വൺ ബ്ലോക്ക്. ആ ഒരു മെജോറിറ്റിയെ നമ്മൾ ഒരു ബ്ലോക്ക് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ഇറ്റ് ബിക്കംസ് എ വെരി പവർഫുൾ പൊളിറ്റിക്കൽ മൂവ്മെന്റ്. അപ്പൊ റിലിജിയനെയും പൊളിറ്റിക്സിനെയും ഫ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. മറ്റേ കോൺഗ്രസ്സുകാർക്ക് ഗോഖലെക്കൊന്നും അത് വേണ്ട. ഗോഖലെയൊക്കെ പറഞ്ഞ റിലിജിയനെ മാറ്റി നിർത്തിയിട്ടുള്ള പോളിറ്റിക്സ് ആണ് വേണ്ടത്. തിലക്കിന് തിരിച്ചാണ്. അതുപോലെ തന്നെ ഈ വേർഡ് ഹിന്ദുത്വ ഓൾറെഡി ആ സമയമാകുമ്പോഴേക്കും ഉണ്ട്. ഓൾറെഡി ആ സമയത്തേക്ക് ഉണ്ട് ഹിന്ദുത്വ എന്നുള്ള വേർഡ്. അപ്പം ബംഗാളിലാണ് എനിക്ക് ബങ്കിമാണ് ആദ്യം ഉപയോഗിക്കുന്നത്. പിന്നെ ചന്ദ്രനാഥ് ബാസു എന്ന് പറഞ്ഞൊരു വ്യക്തി ഉപയോഗിക്കുന്നുണ്ട്. അതൊരു കുറെ കൂടെ ഒരു സീരിയസ് രീതിയിൽ. തിലക്കും പക്ഷെ അതിനെ ഡിഫൈൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ തിലക്കിന്റെ ഒക്കെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റിലീജിയസ് ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വേദങ്ങളിൽ ഒരു ഫെയ്ത്ത് വേണം, അതുപോലെ തന്നെ യു ഹാവ് ടു ബിലീവ് ഇൻ മൾട്ടിപ്പിൾ പാത്സ്. ആ മിഷണറിമാരോട് പണ്ടുള്ളവർ പറയുന്ന പോലെ തന്നെ ഒരു വഴി മാത്രമല്ല പല വഴികളും ഉള്ള ആ ഒരു വിശ്വാസം വേണം എന്നുള്ള റിലീജിയസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് തിലക് ചെയ്യുന്നത്. മാത്രമല്ല തിലക്കിന് എന്തൊക്കെ പറഞ്ഞാലും കാസ്റ്റ് അങ്ങനെ വിടാൻ ഒരു താല്പര്യക്കുറവുണ്ട്. കാരണം ഓൾ സൈഡ് ആൻഡ് ഹി വാസ് ഓൾസോ ബ്രാഹ്മൺ. അപ്പൊ അദ്ദേഹം പറയുന്നത്
നമ്മളെല്ലാം ഹിന്ദുസ് ആയിട്ട് ബിഹേവ് ചെയ്യണം, ഒരു ഗ്രൂപ്പായിട്ട് ബിഹേവ് ചെയ്യണം. പക്ഷെ ആ ഗ്രൂപ്പിനുള്ളിലുള്ള ഐഡന്റിറ്റിക്കും അതുപോലത്തെ സാങ്ക്ടിറ്റി ഉണ്ട്. എല്ലാവർക്കും അവരുടേതായ സ്ലോട്ടിൽ വെച്ചുകൊണ്ട് വേണം അവർ ഓപ്പറേറ്റ് ചെയ്യാൻ. അതാണ് തിലക്കിന്റെ ഒരു പെർസ്പെക്ടീവ്. അല്ല, പച്ചവെള്ളം പോലും ബ്രാഹ്മണന്റെ വീട്ടിൽ നിന്ന് കുടിക്കുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ. ആരും അദ്ദേഹത്തിന് ഒരു ഈ പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞു, നോട്ട്സിൽ കാണും ചിലപ്പം. ഒരിക്കൽ ആരാണ്ട് എന്നോട് ഒരു കഥയുണ്ട്, അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കൾ ഇത്രയും പൊളിറ്റിക്കലി ഒരു റാഡിക്കൽ ആയിട്ട് സോഷ്യൽ കാര്യങ്ങൾക്ക് എന്താ ഇത്രയും ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്, വളരെ മോഡറേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്, ആ റാഡിക്കലിസം ഒന്നും സോഷ്യൽ കാര്യങ്ങളിൽ കാണുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം കോൺഗ്രസ് മീറ്റിംഗ്സ് ഒക്കെ വരുമ്പം സ്വന്തം ഭക്ഷണം വേറെ ആയിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, പേഴ്സണലി എനിക്കിതൊന്നും ചെയ്യാൻ ആഗ്രഹമില്ല, പക്ഷേ ഞാൻ ഒരു സമുദായത്തിന്റെ ലീഡറാണ്, അപ്പൊ ദേ ഹാവ് സർട്ടൻ എക്സ്പെക്ടേഷൻസ് ഓഫ് മീ, അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയും. പോയിന്റ് ഈസ് ഒരു റിലക്ടൻസ് ഉണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ വിടാൻ വേണ്ടി. സോ ഹി വാസ് നെവർ ഏബിൾ ടു മേക്ക് ഹിന്ദുത്വ ഈദർ ഡിഫൈൻ ഇറ്റ് പ്രോപ്പർലി, അല്ലെങ്കിൽ അതിനൊരു പോർട്ടന്റ് ആയിട്ടുള്ള രൂപം കൊടുക്കാൻ തിലക്കിന് സാധിച്ചില്ല. പക്ഷെ തിലക്കിന്റെ ഒരു ഡിസൈപ്പിൾ ആണ് സാവർക്കർ. സാവർക്കർ ഇംഗ്ലണ്ടിൽ പോയെങ്കിൽ തിലക്കാണ് അതിന്റെ റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതി കൊടുത്തത്. സാവർക്കർ ആദ്യം പബ്ലിഷ് ചെയ്യുന്ന പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന തിലക്കിനാണ്. ആൻഡ് സാവർക്കറിന്റെ ഡെഫിനിഷൻ ഇസ് മച്ച് മോർ പോർട്ടന്റ്. കാരണം സാവർക്കർ റിലിജൻ ഇതിനകത്തുനിന്ന് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് മാറ്റിയെടുക്കുന്നു. ഹി സേസ് ദെയർ ആർ ഓൺലി 2 പാരാമീറ്റേഴ്സ്, ഫാദർലാൻഡ് ആൻഡ് ഹോളി ലാൻഡ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സും ഈ നാട്ടിലെ ആയിരിക്കണം, നിങ്ങളുടെ ഹോളി ലാൻഡും ഈ നാട്ടിലായിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ സീക്രട്ട് സ്പോട്ട്സ് എല്ലാം ഈ നാട്ടിലായിരിക്കണം. ഒന്ന് മാത്രം കൊണ്ട് നടക്കില്ല. ഇപ്പൊ ഹോളി ലാൻഡ് മാത്രമാണെങ്കിൽ ചൈനയിലുള്ള ബുദ്ധന്മാർക്കും വന്ന് പറയാം ബുദ്ധിസം ഇവിടെയല്ലേ ഉണ്ടായത്, അപ്പൊ ഞങ്ങളും ഹിന്ദുസാന്ന് പറയാം, അത് പറ്റില്ല. ഡിസെന്റ് മാത്രം പറ്റില്ല, കാരണം അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻസും മുസ്ലിംസിനും പറയാം അവർ ഇവിടുത്തെ തന്നെയാണ്, അതുകൊണ്ട് അവർക്കും ആവാം. രണ്ടും കൂടെ ചേർത്ത് വേണം. അങ്ങനെ വരുമ്പം ഹിന്ദുയിസം ഹിന്ദുത്വയുടെ ഒരു ചെറിയ ഭാഗമായിട്ടേ വരത്തുള്ളൂ. അപ്പം ശക്താസ്, വൈഷ്ണവാസ്, ശൈവാസ്, സിഖ്സ്, ബുദ്ധിസ്റ്റ്, ജെയിൻസ്, ഇതിനകത്ത് ശക്ത, ശൈവാസ്, വൈഷ്ണവാസ് കാണും ഹിന്ദുയിസത്തില്, മറ്റേത് ഹിന്ദുയിസത്തിലെ അല്ല. പക്ഷെ അവർ ആ ഹിന്ദു പൊളിറ്റിക്കൽ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടാണ് സാവർക്കർ അവരെ കാണുന്നത്. അപ്പൊ ഹി സിംപ്ലിഫൈസ് ദ ഡെഫിനിഷൻ. ഹൂ ഡസ് ഇറ്റ് ലീവ് ഔട്ട്? ക്രിസ്ത്യാനി ആൻഡ് ദ മുസ്ലിം. അതാണ് അതിന്റെ പ്രൈമറി ഉദ്ദേശം. സോ ആ ഹിന്ദുത്വയുടെ ഒരു പോർട്ടന്റ് ആയിട്ടുള്ള എൻഡ്യൂറിംഗ് ഡെഫിനിഷൻ ഇപ്പോഴും നമ്മൾ ഹിന്ദുത്വയെ ഡിഫൈൻ ചെയ്യുമ്പോൾ സാവർക്കറുടെ ഡെഫിനിഷനാണ് ആലോചിക്കുന്നത്. അതിന് മുമ്പ് ആൾക്കാർ ഡിഫൈൻ ചെയ്ത് നമ്മൾ ആലോചിക്കാറില്ല. അത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് അതാണ് പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കണ്ടംപററി ഡിബേറ്റിൽ നമ്മൾ ഇപ്പോഴും കാണുന്നത് സവർക്കറിൽ വന്ന് അത് നിൽക്കുന്നതാണ്, അതിനെ പുറകോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് മനു ഈ പുസ്തകത്തിൽ. ഞാൻ ആദ്യം ഇതിന്റെ ആദ്യത്തെ ടൈറ്റിൽ ഓർത്തപ്പോൾ അതിന്റെ സബ് ടൈറ്റിൽ വിചാരിച്ചു, ഇപ്പൊ ഇത് ദ മേക്കിംഗ് ഓഫ് ദ മോഡേൺ ഹിന്ദു ഐഡന്റിറ്റി എന്നാണ് ഇതിന്റെ സബ് ടൈറ്റിൽ. ആദ്യം ഒരു പ്രീ ഹിസ്റ്ററി ഓഫ് ഹിന്ദു നാഷണലിസം എന്നാണ്. അപ്പൊ ഹിന്ദു നാഷണലിസത്തിനെ പറ്റി കുറെ പുസ്തകങ്ങളുണ്ട്, ക്രിസ്റ്റോഫ് ജാഫർ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ അവിടം വരെ എത്തി, നമ്മൾ എങ്ങനെ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു താല്പര്യം. 20th സെഞ്ചുറിയിലെ ഹിന്ദുയിസത്തെ ഫ്രെയിം ചെയ്യുന്നതിൽ സവർക്കറിന് വലിയ പങ്കുണ്ട്. ഹിന്ദുയിസത്തിന് ഉണ്ടോന്ന് പറഞ്ഞൂടെ, പക്ഷെ ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ അതിലുണ്ട്. ഹിന്ദുയിസത്തിന് അതില്ല, തീർച്ചയായിട്ടും അത് വേറെ ഒരുപാട്. പശുവിനെ വർഷിപ്പ് ചെയ്യുന്നതിനെ കളിയാക്കിയിട്ടുണ്ട്, കാസ്റ്റിനെ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ. പക്ഷെ അങ്ങനെ വന്ന ഹിന്ദു പൊളിറ്റിക്സിന്റെ ആ ഒരു എമർജൻസിന് ഉണ്ടാക്കിയ, അൺഫോർച്ചുനേറ്റ്ലി അവിടെ വെച്ച് മനു അദ്ദേഹത്തിന്റെ ജീവിതം തീരുമ്പോൾ ഈ പുസ്തകം അവസാനിക്കുകയാണ്. ഹിന്ദുത്വ ഈസ് സ്റ്റിൽ. അതെ, അത് പക്ഷെ കോൺഷ്യസ്ലി ആയിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു ഈ പുസ്തകത്തിന്റെ എപ്പിലോഗ് എന്ന് വെച്ചാൽ ഫൈനൽ ഒരു ക്ലോസിംഗ് നോട്ടായിട്ട് ഇന്നത്തെ കാര്യങ്ങൾ എഴുതാമെന്ന്. പക്ഷെ പിന്നെ അത് വേണ്ടെന്ന് വെച്ചത് ഇന്നത്തെ കാര്യം എഴുതിയാ പിന്നെ എല്ലാവരും അതേ മാത്രം ഫോക്കസ് ചെയ്ത് ഈ ബാക്കിയുള്ളവർക്ക് 300 പേജ് ആരും പിന്നെ നോക്കും. എവറിത്തിങ് ബിക്കംസ് അബൌട്ട് ദാറ്റ്. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്നതുകൊണ്ട് എല്ലാവരും പിന്നെ അതിന്റെ പേര് പിടിച്ച് അതേ കയറി പിടിക്കും. സോ ഐ തോട്ട് ലുക്ക് മൈ സ്ട്രെങ്ത് ലൈസ് ഇൻ ഹിസ്റ്ററി. അപ്പൊ ഞാൻ ഇൻഡിപെൻഡൻസിനെ ഒരു കട്ട് ഓഫ് പീരീഡ് ആയിട്ട് വെച്ചോണ്ട് ഈ നാരറ്റീവ് ബേസിക്കലി ഇൻഡിപെൻഡൻസ് പിന്നെ സാവർക്കറുടെ ഒരു മരണം അത്രേ ഉള്ളൂ 1960. ഫൈനലി കൺക്ലൂഡിങ് ചെയ്യുമ്പം വീണ്ടും മനു സവർക്കറും ഗാന്ധിയും ഒരുമിച്ച് പാർലമെന്റിൽ പടമായി വരുന്ന ഒരു അവസ്ഥ പറയുന്നുണ്ട്. അതാണല്ലോ ഇപ്പോൾ ഒരു പുതിയ ഫേസ്. 21st സെഞ്ചുറിയിൽ വരുമ്പോൾ ഇതൊരു വലിയ സ്വാഭാവികമായിട്ടാണ് പാർലമെന്റിലേക്ക് ഗാന്ധി വരുന്നത്. പക്ഷെ വലിയൊരു പൊളിറ്റിക്കൽ അപ്സേർജിന്റെ ഭാഗമായിട്ടാണ് 2003 അത് വരുന്നത്. അവർ രണ്ടുപേരും പൊളിറ്റിക്കലി അല്ലാതെ പോലും ഹിന്ദുയിസത്തിന്റെ 2 ഫേസ് കൂടിയാണ്. ഇൻഫാക്ട് തിലക്കന്റെ കാര്യം പറഞ്ഞല്ലോ, അതെ, സാവർക്കർ എങ്ങനെയോ തിലക്കിന്റെ ഡിസൈപ്പിൾ ആയിരുന്നു. ഗാന്ധി ഓൾസോ സോ ഹിം ഇൻ മെനി വേസ് തിലക് സക്സസ്. ഇൻഫാക്ട് തിലക് മരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ ചേർച്ചക്കുറവുണ്ട്. പക്ഷെ തിലക് മരിക്കുന്ന സമയത്ത് ഗാന്ധി ബോംബെയിലുണ്ട്. അദ്ദേഹം പൂനെയിൽ പോയി തിലക്കിന്റെ ബോഡി ക്യാരി ചെയ്ത് ആൾക്കാരുടെ കൂട്ടത്തിൽ ഗാന്ധിയുണ്ട്. ആൻഡ് ഇൻ മെനി വേസ് പബ്ലിക്ലി അത് ചെയ്തിട്ട് ഗാന്ധി സോർട്ട് ഓഫ് ടുക്ക് ഓൺ as തിലക് സക്സസർ. അത്രയും നാൾ തിലക് ആയിരുന്നു ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള നാഷണൽ ഫിഗർ.
ഗാന്ധി അവിടെ വന്ന് ആ ചടങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഹി ബിക്കംസ് ഇൻ സം വേസ് വൺ സക്സസർ ടു തിലക്. അപ്പൊ രണ്ടുപേരും ശരിയാണ്. ഗാന്ധി വാസ് ഓൾസോ വെരി കമ്മിറ്റഡ് ഹിന്ദു, അതില്ലാന്ന് പറയാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, 2 phases ഓഫ് ഹിന്ദുയിസം ആണ് പാർലമെന്റിൽ സവർക്കർ വരുന്നതോടുകൂടിയത്. ആൻഡ് ഏത് ഹിന്ദുയിസം ആയിരിക്കും ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയി? ഈ സാവർക്കറിന്റെ ഹിന്ദുയിസം ഉണ്ട്, ഗാന്ധിയുടെ ഹിന്ദുയിസം, ഫൈറ്റ് ആണ് ഗോയിങ് ഓൺ. അല്ല, ദ ഡിഫറൻസ് സാവർക്കറുടെ ഹിന്ദുയിസം അല്ലല്ലോ, ഹിന്ദുത്വ പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ആൻഡ് ആ പൊളിറ്റിക്കൽ ഐഡിയോളജി റെസിസ്റ്റ് ചെയ്യുന്നവരും ഹിന്ദുയിസത്തിലുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓൾ ഹിന്ദുസ് ഹാവ് അക്സെപ്റ്റഡ്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിലെ അത് അവർ ശ്രമിക്കുന്നത് അവരെല്ലാവരും ഒന്നാക്കാനാണ്. സോ കോൾഡ് ആൻ എത്നിക് ഡെമോക്രസി വരാൻ. പക്ഷെ അതിന് റെസിസ്റ്റൻസും വരും. കാരണം ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആവുമ്പം ഇന്നത്തെ കാലത്ത് ആ പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് ഹോമോജനിറ്റി വേണം, എല്ലാം ഒരേപോലെ വേണം. ഈ പറഞ്ഞ പോലെ വൺ നേഷൻ, എവറിഥിങ് ഇസ് വൺ നേഷൻ, വൺ സംതിങ്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ അതിന് നാച്ചുറലി കുറേ റെസിസ്റ്റൻസ് വരും. കാരണം കൾച്ചറലി പീപ്പിൾ ആർ സ്റ്റിൽ വെരി ഡൈവേഴ്സ്. സത്യമായിട്ടും നമ്മൾ കേരളത്തിലെ അമ്പലങ്ങളുടെ രീതികളല്ലായിരിക്കും ചിലപ്പോൾ തമിഴ്നാട്ടിൽ ചെയ്യുന്നത്, ഇവിടുത്തെ ഒന്നും അല്ലായിരിക്കും വടക്കേ ഇന്ത്യയിൽ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രീകോവിലിനകത്ത് കയറത്തില്ല. ഞാൻ വടക്കേ ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ കണ്ടിട്ടുണ്ട്, ഒരു ശിവലിംഗത്തിന്റെ സൈഡിൽ ഒരാൾ നിന്ന് ഒരു ഹോസ് വെച്ച് അതിനെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അവിടെ അത് പറ്റും, ഇവിടെ അത് പറ്റില്ല. അപ്പം ഒരുപാട് വ്യത്യാസങ്ങൾ അങ്ങനത്തെ ഉണ്ട്. ഇൻ സം വേസ് ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്, അല്ലേ? അപ്പം ഐ തിങ്ക് ഹിന്ദുയിസം ഇസ് സംതിങ് മച്ച് ബിഗർ. ഹിന്ദുത്വ, അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത്. ചില പൊളിറ്റിക്കൽ ഡൈനാമിക്സ് കാരണം ഓൾമോസ്റ്റ് ഒരു ഡിഫെൻസീവ് റെസ്പോൺസ് ആയിട്ട് ഉണ്ടായി വന്ന സംഭവമാണ് ഹിന്ദുത്വ. Hinduism is a broader story. But my own vishwasam is that natural dynamism of Hinduism will continue in some way. This is one chapter in it, but I don't know how far this will prevail. അല്ലല്ലോ, ഹിന്ദുയിസത്തിനകത്ത് ഈ രാഷ്ട്രീയം വന്നതോടുകൂടി ഈവൻ സവർക്കർ ഈ ഒരു ഫാസിസ്റ്റ് ലൈനോട് കൊണ്ടുവന്നു. നാസി സ്നേഹം അയാൾ പ്രകടിപ്പിക്കുന്നുണ്ട്, തുറന്നു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹിന്ദു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഇപ്പോൾ അതൊരു ഫാസിസ്റ്റ് ലൈനിലേക്ക് പോകുന്നു നമ്മൾ പറയുന്നത്, നമ്മൾ കാണുന്നത്. അതിനെന്ത് ഫ്യൂച്ചർ എന്നുള്ളത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഫ്യൂച്ചർ ഹിന്ദുയിസത്തിന്റെ ഫ്യൂച്ചറുമായിട്ടും ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ അത് ക്രാക്ക് ചെയ്യും, പല രീതിയിലാവും. അത് ഈ പറയുന്ന യൂണിറ്റി അവിടെ നിൽക്കില്ല, ഇല്ലേ? അതെ, അതുകൊണ്ട് തന്നെ നമ്മള് താങ്കളല്ലേ അന്ന് എന്നോട് ഒരു ഇമെയിൽ വഴി ചോദിച്ചത് ഈ നമ്മുടെ അയോധ്യയിലെ അമ്പലം പണിഞ്ഞ സമയത്ത്. അപ്പം അപ്പോഴും ഞാൻ വിചാരിച്ചു, ഇത് ഇറ്റ്സ് വെരി അൺയൂഷ്വൽ, ഒരു പൂർണ്ണ ആവാത്ത അമ്പലം, അത് എന്തുകൊണ്ട് ഇങ്ങനെ പോയി ഇത്രയും ധൃതിയിൽ അത് ചെയ്തെടുക്കുന്നു. പക്ഷെ അതിനകത്ത് ഞാൻ കണ്ടത് സ്ട്രെങ്ത് അല്ല, ഹിന്ദുത്വയുടെ ഒരു അസേഷൻ അല്ല, എന്തോ ഒരു ഫ്രെജിലിറ്റി, എന്തോ സംശയമുള്ള ആളാണ് അങ്ങനെ വലിയ ധൃതിയിൽ പോയി സംതിങ് ചെയ്യുന്നത്. ഇൻ സം വേസ് ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടു ആ സീറ്റ് പോയി കയ്യിൽ നിന്ന്. ചിലപ്പോൾ അത് അറിഞ്ഞുകൊണ്ടായിരിക്കും, എന്തെങ്കിലും അവർക്ക് ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇത് ഇത്രയും ധൃതിയിൽ ചെയ്തത്. പക്ഷെ അതിനകത്ത് ഞാൻ കണ്ടത് ഒരു ഫ്രെജിലിറ്റി. ഇതിന്റെ അവസാന ഭാഗത്ത് ഞാൻ എഴുതുന്നത് അതാണ്. ഇപ്പൊ സാവർക്കർ ഇത്രയും പറഞ്ഞെങ്കിലും ആ ഒരു സമയത്ത് ഹിന്ദുത്വം ഉണ്ടായി വന്നെങ്കിലും 100 വർഷത്തിന് ശേഷവും അത് സോളിഡിഫൈ ആയിട്ടില്ല. ഇപ്പോഴും കാസ്റ്റിന്റെ പേരിൽ വഴക്കുകൾ നടക്കാനുണ്ട്. ഇപ്പോഴും വിതിൻ ഹിന്ദുയിസം ദർ ആർ മെനി ഹിന്ദുസ് ഹു ഡു നോട്ട് സബ്സ്ക്രൈബ് ടു ഹിന്ദുത്വ. സോ അതിനുള്ള റെസിസ്റ്റൻസിന്റെ ഒരു ഇതും ഉണ്ട്. പക്ഷെ ദാറ്റ് റെസിസ്റ്റൻസ് ഹാസ് നോട്ട് ബീൻ ആർട്ടിക്കുലേറ്റഡ് ഇൻ എ സർട്ടൻ വേ. ഇപ്പോൾ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പൊളിറ്റിക്കൽ ഫോം ഹിന്ദുത്വമായിട്ട് നമുക്കറിയാം. പക്ഷെ അതിന് റെസിസ്റ്റ് ചെയ്യുന്നതിന് ഒരു രൂപം ഇപ്പം വരെ വന്നിട്ടില്ല. ഭാവിയിൽ വരാം, യു നെവർ നോ. ദേ വിൽ ബി ഹിന്ദുസ് ദെംസെൽവ്സ് ഹു കം അപ്പ് വിത്ത് എ കൗണ്ടർ ടു ഹിന്ദുത്വ. പക്ഷെ ഒരു കമ്മ്യൂണൽ അറ്റ്മോസ്ഫിയർ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ മനുവിന്റെ ബാല്യകാലം പോലെ എന്റെ ബാല്യകാലത്ത് ഇല്ലാതിരുന്ന ഒരു കമ്മ്യൂണൽ അറ്റ്മോസ്ഫിയർ ഇന്നുണ്ട്. അത് ഇല്ലാന്ന് ഒട്ടും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എവിടെ നോക്കിയാലും അതിന്റെ പേരിലാണ് ഇപ്പം ഓരോന്നും നടക്കുന്നത്. അപ്പോൾ ഒരു ഹിന്ദു ഐഡന്റിറ്റിയെ കുറിച്ച് പഠിച്ചൊരു ഹിസ്റ്റോറിയൻ എന്ന രീതിയിൽ ഈ കമ്മ്യൂണൽ കൈൻഡ് ഓഫ് തിങ്കിങ് ഹിന്ദുയിസത്തിന് എന്ത് തരത്തിലുള്ള ഭാവിയാണ്, അതെങ്ങനെ ലിങ്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറയാമോ? ദാറ്റ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. അത് ഭാവിയിൽ എന്ത് നടക്കും എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഭാവി എന്ന് പറയുന്നത് പഴയ പോലെ അല്ല, ഭാവി നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പേഴ്സണലി ഐ ഡോണ്ട് സബ്സ്ക്രൈബ് ടു ഇറ്റ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഈ നടക്കുന്ന ഒന്നും നമ്മുടെ ഹിസ്റ്റോറിക്കൽ ആർക്ക് ഓഫ് ഹിന്ദുയിസം വെച്ച് നോക്കിയാൽ ഇറ്റ്സ് വെരി സ്ട്രേഞ്ച്, ഇറ്റ്സ് വെരി ഏലിയൻ ടു ഹിന്ദുയിസത്തിന്റെ ആക്ച്വൽ ഹിസ്റ്റോറിക്കൽ ആർക്ക് നോക്കിയാൽ ഒന്നുമില്ല. നമ്മളിപ്പം ചരിത്രത്തിൽ ചിലവരുണ്ടല്ലോ, നമ്മൾ എവിഡൻസ് നോക്കി കൺക്ലൂഷനിൽ എത്തും. ചിലവർ ആദ്യം കൺക്ലൂഷൻ വെച്ചിട്ട് എവിഡൻസിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റവും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് രണ്ടും കിട്ടും, വഴക്കും കിട്ടും, നല്ലതും കിട്ടും, ഇതുണ്ട്. പക്ഷെ ഒരു സമൂഹം എന്ന് വെച്ചുകൊണ്ട് ഹിയർ ആൻഡ് നൗ വാട്ട് വി ചൂസ് ഇസ് വാട്ട് മാറ്റേഴ്സ്. അല്ലാതെ മുമ്പ് നടന്നതൊന്നും വെച്ചുകൊണ്ട് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് പറയാം, പക്ഷെ അതിനുശേഷം വി ഹാവ് ടു മേക്ക് എ ചോയ്സ്. ആ ചോയ്സിന്റെ ആ ഒരു ജംഗ്ഷനിലാണ് നമ്മളിപ്പം വന്ന് നിൽക്കുന്നത്. പക്ഷെ ഈവൻ ദെയർ ഐ എം സ്റ്റിൽ ആൻ ഓപ്റ്റിമിസ്റ്റ്. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഇത് അങ്ങനെ നമ്മൾ പേടിക്കുന്ന രീതിയിൽ മുമ്പോട്ട് കമ്മ്യൂണലിസം കൂടിയിട്ടുണ്ട്. ആ ഒരു ക്ലൈമറ്റ് ഹാസ് ബിക്കം വെരി വിഷിയേറ്റഡ് ഇൻ റീസെന്റ് ഇയേഴ്സ്. അത് ആർക്കും കാണാവുന്നതാണ്, എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. പക്ഷേ ഐ ഹാവ് എ ഫീലിംഗ്
നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നതുകൊണ്ട് ഹിസ്റ്ററി നമ്മൾ ലോങ് ആർക്സ് ആണ് പഠിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം നോക്കിയാൽ ഇതൊരു മൂവ്മെന്റ് ആണ്, പക്ഷേ ചാപ്റ്റർ ഇനിയും കിടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നോക്കാം ഇത് എങ്ങോട്ടാണ് പോകുന്നത്. തീർച്ചയായിട്ടും മനുവും എനിക്ക് തോന്നുന്നു PhD പോലും ഹിന്ദുയിസവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിലല്ലേ മാസ്റ്റേഴ്സ് ഡിസർട്ടേഷൻ മാസ്റ്റേഴ്സ് ചെയ്തത്. അവിടെയാണ് ഈ പുസ്തകത്തിന്റെ ഒരു ഐഡിയ ഈ വിഷയത്തിലേക്ക് വരാനുള്ള ഒരു പ്രത്യേക താല്പര്യം? അതൊന്ന് എനിക്ക് തോന്നുന്നു അന്ന് ടീനേജേഴ്സ് മുതലേ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ വായിച്ചതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാണും. പിന്നെ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ഹിന്ദുയിസത്തിനെ പറ്റി വായിച്ച പുസ്തകങ്ങൾ എപ്പോഴും ഒന്നെങ്കിൽ വളരെ ഒരു ഈസോട്ടറിക്, ആദ്യം വേദാസ് ഉണ്ടായിരുന്നു, ഉപനിഷത്ത് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു തിയോററ്റിക്കൽ അല്ലെങ്കിൽ ടെക്സ്റ്റുവൽ ഒരു അക്കൗണ്ടാണ് ഞാൻ എപ്പോഴും പുസ്തകങ്ങളിൽ വായിച്ചിരുന്നത്. പക്ഷേ മൈ ഓൺ എക്സ്പീരിയൻസ് ഓഫ് ഹിന്ദുയിസം വാസ് വെരി ഡിഫറെൻറ്റ്. ഞങ്ങളങ്ങനെ വലിയ റിലീജിയസ് ഫാമിലി ഒന്നുമല്ല. വീട്ടിലൊരു രാവിലെ ആയിട്ട് ഒരു വിളക്ക് കത്തിക്കും, അച്ഛൻ മാത്രം 2 മിനിറ്റ് അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ക്വയറ്റായിട്ട്, അല്ലാതെ വലിയ മണിയടിക്കലോ അങ്ങനത്തെ ഒന്നുമില്ല. അമ്പലങ്ങളിലൊന്നും അങ്ങനെ പോകാറില്ല. പക്ഷെ ഞങ്ങളുടെ ആൻസെസ്ട്രൽ ഹോമിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു അമ്പലം ഞങ്ങൾക്ക് കുടുംബത്തിലുണ്ട്. ആ അമ്പലത്തിലെ ദൈവങ്ങളെ തന്നെ കണ്ടാൽ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ദൈവങ്ങൾ. 2 ദേവിമാരുണ്ട്, ഒന്ന് വനദുർഗ, ഒന്ന് ഭദ്രകാളി. 2 പേരുടെ രൂപങ്ങൾ വേറെ. ഒരാൾക്ക് മേൽക്കൂര വേണം, വേറെ ഒരാൾക്ക് മേൽക്കൂര പാടില്ല. അങ്ങനെ അത് തന്നെ. പിന്നെ ചില പുലയർ സമുദായത്തിലെ ഒരു ഡേറ്റി ഉണ്ട്, കുറവർ സമുദായത്തിലെ ഒരു ഡേറ്റി ഉണ്ടായിരുന്നു, ആയിരവേലി മുന്നോടി എന്ന് പറഞ്ഞ്. ഇപ്പോൾ അതിനെ കാണുന്നില്ല അവിടെ. പിന്നെ പേപ്പട്ടി കടിച്ച് മരിച്ചു പോയ ഏതോ ഒരു വല്യമ്മയുടെ ഒരു 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 കല്ലിനകത്ത് ആത്മാവിനെ ആവാഹിച്ച് വെച്ചുണ്ടായിരുന്നു. പിതൃക്കളെ പൂജിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, നാഗദൈവങ്ങളുണ്ടായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് സോ ഫാസിനേറ്റിംഗ് ടു സീ. കാരണം ഓരോ ഡേറ്റിക്കും അവരുടേതായ ഒരു ഹിസ്റ്ററിയും അവരുടേതായ ഒരു രീതിയും ഒരു സെറ്റ് ഓഫ് ട്രഡീഷൻസും ഉണ്ട്. എല്ലാവരും ഒരു കോമ്പൗണ്ടിലാണ് ഇരുത്തിയിരിക്കുന്നെങ്കിലും there was something very interesting about that. ആ ഒരു ലിവ്ഡ് എക്സ്പീരിയൻസ് ഓഫ് ഹിന്ദുയിസത്തിലാണ് എൻ്റെ ഒരു താല്പര്യം വന്നത്. പിന്നെ എൻ്റെ ആ മാസ്റ്റേഴ്സ് ഫേസൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ പഠിച്ചത് വാർ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻ്റർനാഷണൽ റിലേഷൻസ്. പക്ഷേ ദേ ഗേവ് മീ പെർമിഷൻ ടു ഡു എ ഡിസർട്ടേഷൻ ഓൺ എ ഹിസ്റ്റോറിക്കൽ തീം. അത് ഞാൻ ഹിന്ദു നാഷണലിസത്തിനെ പറ്റിയാണ് ചെയ്തത്. ആ സമയത്ത് ഐ വാസ് വെരി ഇൻട്രസ്റ്റഡ്. കാരണം 2011 ചെയ്യുന്നത്. അപ്പം കോൺഗ്രസിന്റെ സർക്കാരൊക്കെ ആണ്. പക്ഷെ ഐ കുഡ് ഓൾറെഡി സെൻസ് ദർ ഈസ് സംതിങ് ബബ്ലിംഗ് അപ്പ്. കാരണം അന്നേ ഉണ്ടല്ലോ ഈ ഡിബേറ്റ്സ് ഒക്കെ അന്നും നടക്കുന്നുണ്ട്. പോസ്റ്റ് ഞാൻ വളർന്നു വരുന്ന സമയത്താണ് വാജ്പേയിയുടെ ഗവൺമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു, സ്കൂളിലൊക്കെ പോകുന്ന കാലത്ത്. സോ ഐ വാസ് aware that there is something interesting happening in this country. അപ്പോൾ ആ ഒരു താല്പര്യത്തിൽ വായിച്ചു തുടങ്ങിയതാണ്. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2011 എനിക്ക് 21 വയസ്സേ ഉള്ളൂ. അന്ന് നമ്മൾ വായിക്കുന്നതൊക്കെ വളരെ ഇംപ്രസ്ഡ് ആയിട്ട് അതേ ആർഗ്യുമെന്റ്സിലേക്ക് നമ്മൾ വന്ന് വീഴും. ഒരു 10 വർഷം എടുത്തു എനിക്ക്. ആ ആർഗ്യുമെന്റ്സിന്റെ വാല്യൂ കാണും, പക്ഷെ എന്നാലും ഹോൾഡ് ഓൺ, there's another way of connecting the dots, അല്ലെങ്കിൽ there's another way of interpreting this എന്നുള്ള എനിക്ക് പറയാനുള്ള സെൽഫ് കോൺഫിഡൻസ് കുറെ കൂടെ വർഷങ്ങൾക്ക് ശേഷമാണ് വന്നത്. അത് വന്നപ്പോഴാണ് പുസ്തകം എഴുതാൻ. ഈ പുസ്തകം ആരാണ് വായിക്കണം എന്നാണ് മനു ആഗ്രഹിക്കുന്നത്? ആരെയാണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത്? ഏത് തരം കൈൻഡ് ഓഫ് പീപ്പിൾ ആണ് ഇത് വായിക്കേണ്ടത്? അങ്ങനെ ഞാൻ ഒരു ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചല്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഒരു റിവ്യൂ, ഏഷ്യൻ റിവ്യൂ ഓഫ് ബുക്സ് വന്നിരുന്നു. അത് റിവ്യൂ ഒക്കെ ഇതിന്റെ അവസാനത്തെ ഭാഗത്ത് എഴുതിയിരുന്നു, ലെഫ്റ്റിലുള്ളവരാണേലും റൈറ്റിലുള്ളവരാണേലും 2 പേർക്കും വായിച്ച താല്പര്യം തോന്നുന്ന പുസ്തകമാണെന്ന് കേട്ടു. നല്ല കാര്യം. ഞാൻ ആദ്യം വിചാരിച്ച ലെഫ്റ്റും റൈറ്റും എല്ലാവരും എന്നെ ചിലപ്പം തല്ലാൻ വരും എന്നാണ്. പക്ഷെ ഇത് വായിച്ചാൽ 2 പേർക്കും ഫലിക്കും എന്നാണ് ആ റിവ്യൂവിൽ എഴുതിയിരിക്കുന്നത്. സോ ദാറ്റ് മേഡ് മീ ഹാപ്പി. ഐ വുഡ് വാണ്ട് പീപ്പിൾ ടു റീഡ് ദാറ്റ്. അല്ലാതെ ഒരു സൈഡിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് വേണ്ടി മാത്രം. ജസ്റ്റ് കുറച്ചുകൂടി ഞാൻ പറയാം, ഈ എൽഡർലി പീപ്പിൾ അല്ല, യങ്സ്റ്റേഴ്സ് ആണോ വായിക്കേണ്ടതെന്ന് കൂടിയാണ് ഞാൻ. യങ്സ്റ്റേഴ്സ് ഡെഫിനറ്റ്ലി. എൻ്റെ പൊതുവെ റീഡേഴ്സ് ആ യങ്സ്റ്റേഴ്സ്. പക്ഷെ എനിബഡി ഹു വാണ്ട്സ് ടു തിങ്ക്, ഇച്ചിരി ഓപ്പൺ മൈൻഡ് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും, എൻ്റെ തന്നെ ഇത് എഴുതിയ സമയത്ത് എൻ്റെ തന്നെ കുറെ പ്രീ കൺസീവ് നോഷൻസ് എനിക്ക് തന്നെ മാറ്റി വെക്കേണ്ടി വന്നു in the process of writing. Really that is what I intend for the reader. That നിങ്ങളുടെ പ്രീ കൺസീവ് നോഷൻസിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ചാലഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ഷുഡ് റീഡ് ദിസ്. അത് ചെറുപ്പമാണെങ്കിലും വലുപ്പമാണെങ്കിലും ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ടു യു ഇഫ് യു ഹാവ് എൻ ഓപ്പൺ മൈൻഡ്. അതാണ് ഉദ്ദേശം. സോ ഇതിൻ്റെ ഒരു ഗവേഷണത്തിലേക്ക് പോകുമ്പം ഈ ഏതെങ്കിലും രീതിയിൽ അസ്വസ്ഥമാവുന്ന രീതിയിലുള്ള പുതിയ കണ്ടെത്തലുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ? അങ്ങനല്ല. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് ചെറുപ്പകാലത്ത് നമ്മൾ വായിച്ചതിന്റെ ഒരു കൺവിക്ഷൻ കാണുമല്ലോ, ഇതാണ് സത്യം, അത് സത്യമല്ല. പക്ഷെ ആ ഒരു കൺവിക്ഷൻ കുറച്ച് ഡൈല്യൂട്ട് ആയിട്ടുണ്ട്. കാരണം അത് സാധാരണയാണ്. നമ്മൾ ആസ് വി മെച്യൂർ ഇൻ ജനറൽ, നമ്മൾ എത്ര കൂടുതൽ വായിക്കുന്നോ ഒരു സർട്ടൻ സെൽഫ് ഡൗട്ട് വരും. ആൻഡ് സെൽഫ് ഡൗട്ട് കൻ ബി എ ഗുഡ് തിങ്. സെൽഫ് ഡൗട്ട് ഒരു മോശം സാധനമല്ല. എസ്പെഷ്യലി ഫോർ എ ഹിസ്റ്റോറിയൻ ഇറ്റ്സ് ഗുഡ് നോട്ട് ടു ബി സർട്ടൻ. നമ്മൾ തീരെ സർട്ടൺ ആയിട്ട് ഇത് തന്നെയാണ് സത്യം, ഞാൻ പറയുന്നത് മാത്രമാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ you can ossify things around that. അത് ശരിയല്ല. കുറച്ച് സെൽഫ് ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് ചെറു തുറന്നിരിക്കും. യു ആർ വില്ലിംഗ് ടു ലേൺ. അപ്പോൾ ദിസ് ഇൻ മെനി വേസ് ആ ഒരു ലേണിംഗ് പ്രോസസ്സും കൂടെ ആയിരുന്നു. ബേസിക്കലി ഒരു ഹിസ്റ്ററി ബുക്ക്, ഒരു റിസർച്ച് ഹിസ്റ്ററി ബുക്ക് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് പീപ്പിളിനെങ്കിലും ഡിസ്റ്റർബ് ചെയ്യണം അല്ലെങ്കിൽ അസ്വസ്ഥരാക്കണം. അതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്.
സോ മനു ഇത് ആരെയായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുക ഈ പുസ്തകവും ഇതിൻ്റെ കൺവിക്ഷൻസും ഇതിൻ്റെ അതുകൊണ്ട് വരുന്ന ഇൻഫർമേഷൻസും? ഐ തിങ്ക് ഇപ്പോഴത്തെ ഇന്ത്യയിലെ സാഹചര്യത്തിലാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്ന എല്ലാ ടൈപ്പ് ആൾക്കാരും, ഇപ്പം നമ്മൾ പ്രോ ഹിന്ദുത്വ ആണെങ്കിലും ആൻറ്റി ഹിന്ദുത്വ ആണെങ്കിലും ചെറുപ്പമാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും, ഐ തിങ്ക് നമുക്ക് എല്ലാവർക്കും മുമ്പ് പറഞ്ഞ പോലെ മിഷണറീസ് വന്നപ്പോൾ ഒരു കാഴ്ചപ്പാട് കൂടാണ് വന്നത്. ഇവിടെ ഉള്ളവർക്കും ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഈ ക്ലാഷ് ഓഫ് കാഴ്ചപ്പാടിലാണ് ഈ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത്. ആൻഡ് മൈ ഐഡിയ ഹിയർ ഇസ് ദാറ്റ് നമ്മുടെ കാഴ്ചപ്പാട് മാത്രമല്ല, ലോകത്തിൽ വേറെയും കാഴ്ചപ്പാടുകളുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ടു ഗിവ് പീപ്പിൾ ദി ഐഡിയ ദാറ്റ് നമ്മൾ വിചാരിക്കുന്ന കാഴ്ചപ്പാടിൽ കൂടെ മാത്രമല്ല, സെയിം സബ്ജക്ട്സിനെ സെയിം ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിനെ നമുക്ക് വേറെ ഒരു കാഴ്ചപ്പാടും കൂടെ കാണാൻ പറ്റും. അതാണ് അതുപോലെ ഇതിന് റിജിഡ്നെസ് നമ്മൾ ആവശ്യപ്പെടേണ്ട. ഇപ്പം നമ്മൾ ആദ്യത്തെ കഥ പോലെ അവസാനം ഒരു കഥ പറയുന്നത് റിജിഡ് അല്ല, ആവശ്യമുണ്ടെങ്കിൽ മാറ്റാവുന്ന മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു അങ്ങനെ. കാരണം അത് മാത്രമല്ല, നമ്മൾ ഇഫ് യു ലേൺ ടു ലുക്ക് അറ്റ് സംതിങ് ഫ്രം സംബഡി എൽസസ് പെർസ്പെക്റ്റീവ്, നമുക്കും കുറെ കൂടെ അണ്ടർസ്റ്റാൻഡിങ് വരും, കുറെ കൂടെ മെച്ചോറിറ്റി വരും. ആൻഡ് ദാറ്റ്സ് ആക്ച്വലി ഹെൽത്തി. ഇതെല്ലാവരും അവരുടെ സ്ഥാനത്ത് ഇങ്ങനെ വെച്ച് ഞങ്ങൾ ഒട്ടും നീങ്ങില്ല എന്നുള്ള ഇത് വരുമ്പോഴാണ് വഴക്കായിട്ട് വന്ന സാധനങ്ങൾ പൊട്ടുന്നത്. ആ ഒരു എജിലിറ്റി വരണമെങ്കിൽ യു ഹാവ് ടു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വേർ ദി അതർ പേഴ്സൺസ് കമ്മിങ് ഫ്രം. അഗ്രി ചെയ്യണമെന്നില്ല, പക്ഷേ യു ഹാവ് ടു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വേർ ദി അതർ പേഴ്സൺ കംസ് ഫ്രം. ഇതിന് മുമ്പ് പണ്ട് ഒരു ലിറ്റ് ഫെസ്റ്റിൽ അവർ എന്നോട് ചോദിച്ചു, ഒരു സാവർക്കറുടെ പാനൽ മോഡറേറ്റ് ചെയ്യാൻ വന്നു. ഞാൻ വലിയ നേരത്തെ വിചാരിച്ചു എല്ലാവർക്കും സാവർക്കറുടെ ഹിന്ദുത്വം അറിയാം, നമുക്ക് സാവർക്കറുടെ ആദ്യ ഭാഗത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാം, എന്ന് വെച്ചാൽ റെവല്യൂഷണറി ഫീൽഡ്. അതൊന്നും ആദ്യം ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിൽ എൻ്റെ ആയപ്പോഴേക്കും ആരാണ്ട് ചോദിച്ചു, ഇത് സാവർക്കറിനെ വെള്ള പൂശാൻ വേണ്ടിയുള്ള പാനലാണ്. ഞാൻ വിചാരിച്ചു അയ്യോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചതല്ല. ഐ തോട്ട് ലെറ്റ്സ് ലേൺ സംതിങ് ന്യൂ, ലെറ്റ്സ് ലുക്ക് അറ്റ് സംതിങ് ഇൻട്രസ്റ്റിംഗ് അബൌട്ട് സാവർക്കർ. പക്ഷെ അത് തന്നെയാണ് ഇപ്പം സാവർക്കർ എഴുതിയ ഹിന്ദുത്വം എനിക്ക് ഇഷ്ടമില്ലേലും അത് എഴുതിയ ആളിനെ മനസ്സിലാക്കിയാലേ എനിക്ക് ആ ഹിന്ദുത്വം മനസ്സിലാവാൻ പറ്റുള്ളൂ. അയാൾ എന്തുകൊണ്ട് അങ്ങനെ എഴുതി, ഏത് സന്ദർഭത്തിൽ എഴുതി, ഏത് വർഷത്തിൽ എഴുതി, എവറിത്തിങ് മാറ്റേഴ്സ്. ആ സമയത്തെ കോണ്ടെക്സ്റ്റ് എന്തുമായിരുന്നു, അയാളുടെ കോണ്ടെക്സ്റ്റ് ആയിരുന്നു, വേർ ഡിഡ് ഹി കം ഫ്രം, ഹൗ വാസ് ഹിസ് തിങ്കിങ് ഇൻഫ്ലുവൻസ്, വാട്ട് കമ്മ്യൂണിറ്റി വാസ് ഹി റേസ്ഡ് ഇൻ, ബിക്കോസ് ദാറ്റ് മാറ്റേഴ്സ്. അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നുണ്ട്, ചിത്പാവൻ ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചത്. അവർ പേഷ്വ പീരീഡിൽ ബ്രാഹ്മിൻസുമാണ് ഭരണക്കാരുമാണ്. ആ പവറിലിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അവരെയാണ് ബ്രിട്ടീഷുകാർ നീക്കി ബ്രിട്ടീഷ് ഭരണം തുടങ്ങുന്നത്. അപ്പോൾ അവരുടെ ഒരു റിസെൻറ്റ്മെൻറ്റ്, അവരുടെ ഒരു ആംബിഷൻ ബ്രിട്ടീഷുകാർക്കും സസ്പെഷൻ ആയിരുന്നു ഈ പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ബ്രാഹ്മിൻസിനെ. ആൻഡ് ഇൻഫാക്ട് RSS ഒക്കെ ഉണ്ടായി വരുന്നത് ലിങ്ക് ടു ദിസ് പെർട്ടിക്കുലർ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയാലേ നമുക്ക് ഹിന്ദുത്വയെ ആക്ച്വലി അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ഉണ്ടായി വന്നു എന്ന് മനസ്സിലാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഗുഡ് ചരിത്രകാരൻ ഹാസ് ടു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ദ ഫിനോമിനൻ. ഒരു പ്രത്യേക പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ നമ്മളൊരു പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റും വളരെ പ്രധാനമാണ്. ആളുകൾ അതുകൊണ്ടാണ് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇപ്പൊ സവർക്കറിനെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നതെന്നും അല്ലല്ല ഞാൻ പറയാം. ഈവൻ ഈ പുസ്തകത്തിന് പോലും അങ്ങനെ ഒരു ആർഗ്യുമെന്റ് വരാം. എങ്ങനെയാണ് അങ്ങനെ വിമർശനം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇല്ല ഓക്കെ, നല്ല കാര്യം. ബേസിക്കലി ഹിന്ദുത്വം പഠിച്ചാലാണ്, ഹിന്ദു ആൻഡ് കൾച്ചറിലൂടെ കടന്നു വന്നൊരു ഹിസ്റ്റോറിയനാണ്. എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ ഹിന്ദുവായിട്ട് റിലീജിയസ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ മതമായിരിക്കും അത്. 190 കോടി ജനങ്ങൾ വിശ്വസിക്കുന്ന, അത്രയും ജനങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം സാധ്യമാവുമെന്ന് കരുതുന്നുണ്ടോ? ഞാനോ? ഇല്ല. ഇന്ത്യയിൽ ഇല്ല ഹിന്ദു രാഷ്ട്രം എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും. ഇറ്റ്സ് പോസിബിൾ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് തന്നെ അവരെപ്പോഴും പറയുന്നത് മൾട്ടിപ്പിൾ പാത്ത്സ് ടു ഗോഡ്. ആ ഫണ്ടമെന്റൽ ഫീലിംഗ് ഓഫ് ടോളറൻസ് ഇപ്പോഴും ഹിന്ദുവിനുണ്ട്. അത് ഇൻഫാക്ട് ഞാൻ മാത്രമല്ല, ഈ പ്യൂ റിസർച്ച് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. അവരും അതിനകത്ത് പറയുന്നുണ്ട് മോസ്റ്റ് ഹിന്ദുസ് ആർ വെരി അക്സെപ്റ്റിംഗ് ആൻഡ് ടോളറൻറ്റ് ഓഫ് മൾട്ടിപ്പിൾ ഫെയ്ത്ത്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല മോസ്റ്റ് ഹിന്ദുസ് വിൽ എവർ പുഷ് ചെയ്യുന്നത് ഹിന്ദുക്കളുടെ മാത്രം ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറ്റണം എന്ന്. ഐ ഡോണ്ട് തിങ്ക് സോ. ഐ തിങ്ക് നമ്മൾ ഈ കഴിഞ്ഞ ഇലക്ഷനിലും കണ്ടു, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആർ വെരി ഇൻവെസ്റ്റഡ് ഇൻ ദി ഐഡിയ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോഴും അതൊരു വളരെ പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല, ഈ സാധ്യതകൾ കാണും, അറ്റംപ്റ്റ്സ് ടു ഡു ദാറ്റ് വിൽ ബി ദെയർ. പക്ഷെ അതത്രയും ഈ പറയുന്ന പോലത്തെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ മനു ഇപ്പം 5ാമത്തെ പുസ്തകത്തിലെത്തി. ഞങ്ങൾ ആദ്യത്തെ പുസ്തകത്തെക്കുറിച്ച് പോലും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അന്ന് മനുവിന് ഇത്തരം മലയാളം പോലും പറയാൻ പറ്റില്ലായിരുന്നു. ശരിയാ, ഇപ്പോഴും അങ്ങനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇമ്പ്രൂവ്. ഞാൻ മലയാളി റീഡേഴ്സും ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. മലയാളത്തിൽ ഒരുപാട് റീഡേഴ്സ് മനുവിൻ്റെ ആരാധകരാണ്. ഇംഗ്ലീഷ് അറിയാത്തവരും മനുവിൻ്റെ പുസ്തകങ്ങൾ മലയാളത്തിൽ വരുന്നുണ്ടൊക്കെ. ഇപ്പോൾ ഒരു ബൈ ഡിഫോൾട്ട് ഒരു ഹിസ്റ്റോറിയൻ ആവുക എന്ന് പറയുന്നൊരു ചലഞ്ച് എടുത്തിട്ടുണ്ടാവുമല്ലോ. ആർ യു ഹാപ്പി വിത്ത് ദാറ്റ്? എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു? ഐ എം ക്വൈറ്റ് ഹാപ്പി, മോർ ദൻ ഹാപ്പി, വെരി കണ്ടെന്റ്. എനിക്കൊരു പേഴ്സണൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ജോലി തന്നെയാണ്
എനിക്ക് ഇഷ്ടമാണ്, ആൾക്കാർ റീഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെതായ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മൾ എത്രയൊക്കെ എഴുതിയാലും ചിലർ വിചാരിക്കും ബെസ്റ്റ് സെല്ലർ ടാഗ് വെച്ചാൽ പൈസ കിട്ടാൻ നല്ല പൈസ കിട്ടിയാൽ കൊള്ളാം, പക്ഷേ ദ റിയൽ തിങ് ഇസ് പീപ്പിൾ ആർ റീഡിങ്. ആൻഡ് റീഡ് ചെയ്യുന്നത് നമുക്ക് കാണാം, എസ്പെഷ്യലി ഇപ്പം കേരളത്തിലെ ലിറ്റ് ഫെസ്റ്റ് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഇപ്പോൾ ഒക്കെ പോകുമ്പോൾ ചെറുപ്പക്കാരാണ് വരുന്നത്. എന്നിട്ട് അവർ വായിച്ചിട്ടാണ് വരുന്നത്. കാരണം അവർ ഒന്നുകിൽ മുമ്പിലത്തെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, അതിൻ്റെതായ ചോദ്യങ്ങൾ കാണും, അവരുടെ ആ ഒരു എനർജി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വായിച്ചിട്ട് വന്നവരാണ്, അല്ലാതെ ചുമ്മാ പഴയ പോയവർ വന്ന് കയറി ഇരിക്കുന്നതല്ല. സോ ദാറ്റ് ഫീൽസ് വെരി സാറ്റിസ്ഫൈങ്. റെസ്പോൺസ്. അതെ, പിന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പം നമ്മൾ അടുത്ത പുസ്തകം എഴുതുമ്പം ഒരു ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ട്, അതിനകത്ത് ഒരു താല്പര്യം കാണിക്കാൻ പോകുന്നവർ. ആകെ എനിക്കൊരു പേടിയുള്ളത് ഇപ്പോഴത്തെ ഒരു പബ്ലിഷിംഗ് സിറ്റുവേഷനിൽ പല കാരണങ്ങളിൽ, സം പീപ്പിൾ സേ ചൈനയായിട്ട് എന്തോ ട്രേഡ് റിലേഷൻസ്, പിന്നെ യുക്രൈൻ വാർ, പേപ്പറിന്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പൊതുവെ പുസ്തകങ്ങളുടെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പേപ്പർ ബാക്ക് ഒക്കെ 699 ഒക്കെയാണ് വിൽക്കുന്നത്. ഹാർഡ് ബാക്ക് ഒക്കെ ഇപ്പം നാച്ചുറലി 1000-ലൊക്കെയാണ് പൊതുവെ പോകുന്നത്. ചിലതൊക്കെ 1200-ലാണ്. യുവാൽ ഹരാരിയുടെ പുതിയതൊക്കെ 1200 തോന്നുന്നു അവർ പ്രൈസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ഒരു അഫോർഡബിലിറ്റി ഫാക്ടർ വരുമെന്ന്. കാരണം മെട്രോസിലെ കുട്ടികൾക്ക് വായിക്കാം, ബാംഗ്ലൂർ, ഡൽഹിയിൽ അവിടെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഒരുപാട് റീഡേഴ്സ് Tier 2 ടൗൺസിലുമുണ്ട്. അവിടുത്തെ ഇപ്പൊ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊന്നും അങ്ങനെ ഒരു 1000 രൂപയുടെ പുസ്തകം ഉടനെ പോയി ചുമ്മാ അങ്ങനെ വായിക്കാൻ പറ്റുന്ന ഒരു ഈസി ഇല്ല. ഞാൻ പബ്ലിഷേഴ്സുമായിട്ട് ഇങ്ങനെ വഴക്കിലാണ് എപ്പോഴും, ഇത് എന്തിനെങ്കിലും കുറച്ചുകൂടെ പ്രൈസ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അവർക്ക് അവരുടേതായ കാൽക്കുലേഷൻ. അങ്ങനെ പറയുന്ന ഓതർമാരും കുറവായിരിക്കും, അവരെല്ലാം പ്രൈസ് കൂട്ടിയിട്ട്. അതിനോട് എൻ്റെ എഡിറ്റർ പറഞ്ഞു ആദ്യമായിട്ട് ഇങ്ങനെ ഓത്തറുമായിട്ട് ഞാൻ എൻ്റെ അഡ്വാൻസിന്റെ നമുക്കൊരു അഡ്വാൻസ് കിട്ടില്ലോ, അഡ്വാൻസ് ഓൺ റോയൽറ്റീസ്, അതിന്റെ ഒരു ഭാഗം തിരിച്ച് ഓഫർ ചെയ്തതാ, ഇത് പ്രൈസ് കുറയ്ക്കണം എന്ന്. അപ്പൊ അവർ പറഞ്ഞു അതെങ്ങനെ, അപ്പൊ അടുത്ത പ്രിന്റിന് പിന്നെയും കൂടും, അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ച് പൈസ കൊടുക്കുമെന്ന്. രണ്ട് കാര്യമാണ്. ഒന്ന്, ഹിസ്റ്ററി ബുക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസ് സെല്ലിംഗ് ഹിസ്റ്ററി ബുക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പബ്ലിഷിംഗ് ഇല്ലായിരുന്നു. ഇന്ത്യയിൽ എന്തായാലും കൊണ്ടുവന്നത് മനുവാണ്. ഓഫ് കോഴ്സ് അല്ല, എന്റെ മുമ്പ് ഞാൻ പറഞ്ഞു, ഞാൻ കുഞ്ഞായിട്ടിരിക്കും, കുഞ്ഞെന്ന് പറഞ്ഞാൽ 13, 14, 12 വയസ്സൊക്കെ ഉള്ളപ്പോൾ എബ്രഹാം എരാളിയുടെ ഉണ്ടായിരുന്നു. പക്ഷെ ശരിയാണ്, അതങ്ങനെ അല്ല, പക്ഷെ നല്ല ഭംഗിയോടെ വളരെ നല്ലോണം റീഡബിൾ ആണ്, വളരെ റീഡബിൾ ആയിട്ട് ഒരു ഫുൾ സെറ്റ് ആയിട്ട് ഏൻഷ്യന്റ് ഇന്ത്യ ടു ദി എൻഡ് ഓഫ് ദ മുഗൾസ്, ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ബുക്സ്. നമ്പേഴ്സ് ഡസന്റ് മാച്ച് വിത്ത് യു, വേറെയാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നമ്പേഴ്സ്, നോ, ഐ മീൻ റീഡബിലിറ്റി ഫാക്ടർ. അതുകൊണ്ടാണല്ലോ നമ്പേഴ്സ് വരുന്നത്, അത്തരം റീഡേഴ്സിനെ കണ്ടെത്തുന്നത് വെച്ചാൽ. അല്ല, പക്ഷെ ഞാൻ ഒരു യങ്ങർ ജനറേഷനിലേക്ക് ഹിസ്റ്ററി എത്തിക്കുന്നതിൽ മനു ചെയ്തത് എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ആയിരിക്കും. പക്ഷെ അത് ടു ഗിവ് സം ക്രെഡിറ്റ് ടു മൈസെൽഫ് അഗൈൻ, ഇമ്മോഡസ്റ്റ്ലി, ഞാൻ ഐ റീച്ച് ഔട്ട് ടു ദം ഓൾസോ. ട്വിറ്ററിലൊന്നും ഇല്ല, പക്ഷേ ഇൻസ്റ്റാഗ്രാം ഐ ഡു റീച്ച് ഔട്ട് ടു പീപ്പിൾ ഗെറ്റ് ഇൻ ടച്ച്, ദിസ് വേസ് ഇൻ വിച്ച് ഐ റെസ്പോണ്ട്. അപ്പം ഞാൻ ആ ഒരു റിലേഷൻഷിപ്പിനെ എപ്പോഴും ഇങ്ങനെ അറിയാം. ഈവൻ ഇൻസിഡന്റ് എനിക്ക് പറയാം, എന്നോടൊരു ലേഡി വിളിച്ചിട്ട് മനുവിന്റെ നമ്പർ തരാമെന്ന് ചോദിച്ചു. മനു വിളിച്ചിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ മെയിൽ അയക്കണമെന്നു. സോ അവർക്ക് എന്താ വേണ്ടത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ വീട് പാല് കാച്ചലിന് മനു വരണം. സോ ദാറ്റ് മച്ച് റിലേഷൻഷിപ്പ് യു ഹാഡ്. ചിലർ കല്യാണത്തിന് പിള്ളേരുടെ ഇപ്പൊ ഒരു കേരളത്തിലെ പരിപാടി ഒന്നും ചോറൂണിന് ആൾക്കാർ ഫേമസ് ആൾക്കാരെ കൊണ്ടുവന്ന് ഇരുത്തി ചെയ്യുന്നത് വെരി സ്വീറ്റ്. ഐ ഡോണ്ട് തിങ്ക് എനി ഹിസ്റ്റോറിയൻ ഇൻ ദ വേൾഡ് ഈ ഒരു അപ്രോച്ചിലേക്ക് ആളുകൾ, അതൊരു വലിയ കാര്യമാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഇതിലേക്ക് കൊണ്ടുവന്നത് അത് തിരഞ്ഞെടുത്തിൽ ഹാപ്പിയാണോ, അല്ല അക്കാഡമിക് ഹിസ്റ്റോറിയൻ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറണം. കാരണം എനിക്ക് ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റ് ലെക്ചേഴ്സ് ആയിട്ട് പോകാറുണ്ട് ചില സ്ഥലങ്ങളിൽ. ഇപ്പം ലാസ്റ്റ് ഇയർ തന്നെ IIM ഗാന്ധിനഗറിൽ പോയി, അവിടുത്തെ IIT മദ്രാസിൽ പോയി, ഗാന്ധിനഗറിൽ ഒരു IIT ഉണ്ട് അവിടെയും പോയി. അങ്ങനത്തെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കാറുണ്ട്. അശോകയിൽ പോയിട്ടുണ്ട്, അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നടക്കും. പക്ഷേ ഒരു ഫുൾ ടൈം ആയിട്ട് പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യം കുറവാണ്. ബിക്കോസ് ദാറ്റ് റിക്വയർസ് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് സ്കിൽസ്. ഒരു വേറെ ഒരു ചാനലിംഗ് ഓഫ് എനർജിയാണ് അതിനാവശ്യം. എൻ്റെ ഒരു ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാൻ 8:30 ഇരുന്ന വൈകുന്നേരം വരെ ജോലി, ഇടയ്ക്ക് മാത്രം ഒരു ജിമ്മിന് വേണ്ടി പുറത്തു പോകും. പക്ഷെ ബാക്കി സമയം ജോലിയാണ്. ബിക്കോസ് ഐ എൻജോയ് ദാറ്റ് സിറ്റിംഗ് ആൻഡ് ജോലി. ഇൻ ദി സെൻസ് ഒരു പുസ്തകം കഴിഞ്ഞാൽ അടുത്ത പുസ്തകത്തിന്റെ ഗവേഷണം 2-3 ഐഡിയാസ് ഉണ്ട്. ഇത് തന്നെ ഇപ്പൊ 2019 ഇത് എഴുതാൻ തീരുമാനിച്ചു. 2020 4 ചാപ്റ്റർ എഴുതി, പിന്നെ മാറ്റി വെച്ചു. 2021 എൻ്റെ മറ്റേ പുസ്തകം ഫോൾസ് അലൈസ് ഞാൻ റിലീസ് ചെയ്തു, അതിനെ ആ സമയത്ത് തീർത്തു. 22 PhD കഴിഞ്ഞു. പിന്നെ 24 ആകുമ്പോഴേക്കാണ് ഈ പുസ്തകം ഫിനിഷ് ചെയ്യുന്നത്. അപ്പം ഒരേ സമയത്ത് ചിലപ്പോൾ 2-3 പ്രോജക്ട്സ് ഇങ്ങനെ കാണും ലാപ്ടോപ്പിനകത്ത്. പക്ഷേ
ഓരോ സമയത്ത് ഓരോന്ന് തീർന്ന് ഇങ്ങനെ വരും. ഈ ലെക്ചേഴ്സിലും ഇതുപോലത്തെയുള്ള നെഗറ്റീവ് ഫോം ഓഫ് ഡിസ്കഷൻ ആണോ അല്ല അക്കാഡമിക് ലൈനിലുള്ള പ്രബന്ധങ്ങളാണോ അവതരിപ്പിക്കുന്നത്? അല്ല, അവർ തന്നെ സ്പീക്കറായിട്ട് വിളിക്കും. അല്ലല്ല, അവിടുത്തെ ടെക്സ്റ്റ് എങ്ങനത്തെ ആയിരിക്കും ഞാൻ ചോദിക്കുന്നത്. എവിടുത്തെ ഈ ഇത്തരം ലെക്ചേഴ്സ് ചെയ്യുമ്പോഴേ അത് ഇതുപോലെ തന്നെ ഞാൻ എന്റെ സിസ്റ്റം മാറ്റും. ബിക്കോസ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ മീ ബിക്കോസ് ഓഫ് ദിസ്. അപ്പൊ ഞാനിത് എന്തിന് മാറ്റാൻ പോകണം? അവർക്കും താല്പര്യമില്ല. ദേ ആർ ഓൾസോ ഇൻട്രസ്റ്റഡ്. നമ്മളിപ്പോ അക്കാഡമിക് ലെക്ചർ എന്ന് പറയുമ്പോൾ അസ്യൂം ചെയ്യുന്നത് കൂടുതലും ഒരു സ്പീച്ചിനെക്കാട്ടി ഇന്ററാക്റ്റീവ് സെഷൻസ് ആണ്. കാരണം അത് കുറെ കൂടെ ഡൈനാമിക് ആണ്. മാത്രമല്ല അപ്പുറത്തെ ആളെ എന്ത് ചോദ്യം ചോദിക്കുന്നു നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കും ബ്രെയിൻ ഓൾസോ തിങ്സ് ഓൺ ദ സ്പോട്ട്. അതാണ് എനിക്കും കുറെ കൂടെ ലൈവ്ലി ആയിട്ട് തോന്നുന്നത്. അല്ല ചുമ്മാ പോയി ഒരു സ്പീച്ച് കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു പ്രസന്റേഷൻ കൊടുക്കാൻ എനിക്ക് പൊതുവെ താല്പര്യമില്ല. പിന്നെ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിൽ വലിയ ചലഞ്ചസ് ഉണ്ടാവുന്ന ഒരു കാലത്താണ് മനു ഹിസ്റ്റോറിയനായിട്ട് വരുന്നത്. പൊളിറ്റിക്കലി ഒരു വലിയ ചലഞ്ചസ് നമ്മുടെ മുന്നിലുണ്ട്. ഹിസ്റ്ററി തന്നെ വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. സോക്കോൾ ഇതുവരെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ ഇന്ത്യ ചരിത്രം മനസ്സിലാക്കിയ ഹിസ്റ്റോറിയൻസിനെ തള്ളി പറയുന്നു. അവർ ഫാബ്രിക്കേറ്റഡ് ഹിസ്റ്ററി ഉണ്ടാക്കി എന്ന് പറയുന്നു. അതിന് ലെഫ്റ്റ് ലീനിയൻസ് പറയുന്നു. അതുകൊണ്ട് അവർ പലതും മറച്ചു എന്ന് പറയുന്നു. ഇതൊക്കെ ഉണ്ടാക്കുന്ന കോൺഫ്ലിക്റ്റ് എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് അത് ഒരു സോബറായിട്ട് നോക്കിയാൽ ആൾക്കാർ പറയുന്നത് ഇപ്പൊ റൂമില ഥാപ്പറിന് ഒരുപാട് കുറ്റം പറയും. ആസ് ഇഫ് അവർ അറിഞ്ഞുകൊണ്ട് ഏതാണ്ട് വലിയ കൺസ്പിറസിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ വന്ന് പാവം ഇപ്പൊ അവർക്ക് 90 വയസ്സുണ്ട്. ഈ ഒരു സ്ത്രീയെ പറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് ഓരോരുത്തർ എഴുതി ഇങ്ങനെ ഇടുന്നത്. വൺ തിങ് ഐ സേ, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ എല്ലാവർക്കും ഓരോ കാലത്ത് ചില ഫ്രെയിം വർക്ക്സ് ഉണ്ടാവും. അപ്പോൾ ആ ഫ്രെയിം വർക്ക്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഞാനൊരു സിമ്പിൾ ഉദാഹരണം എപ്പോഴും പറയുന്നത്, 100 വർഷം മുമ്പ് വലിയ ഹിസ്റ്റോറിയൻസ് ഉണ്ടായിരുന്നു. ജാദുനാഥ് സർക്കാർ ഉണ്ടായിരുന്നു, സർദേശായി ഉണ്ടായിരുന്നു. അവരുടെ ഒന്നും കാലത്ത് ദേ വർ നോട്ട് എക്സ്പോസ്ഡ് ടു ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ. കാരണം ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ട് അവരുടെ റൈറ്റിംഗ്സ് ഒക്കെ വളരെ ഒരു മെയിൽ ഗേസിൽ കൂടെ നോക്കുന്ന ഒരു റൈറ്റിംഗ് ആണ്. പോസ്റ്റ് ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ ആണ് ഇപ്പം നമ്മൾ ആ ഒരു ഫെമിനിസ്റ്റ് ഗേസും കൂടെ കൊണ്ടുവന്ന് സെയിം എവിഡൻസിനെ നമുക്ക് വേറെ ഒരു കാഴ്ചപ്പാടിൽ കൂടെ കാണാൻ പറ്റും. അതിന്റെ അർത്ഥം ഇറ്റ് ഡസന്റ് മീൻ ദേ വർ ഇൻ സം കൺസ്പിറസി അഗൈൻസ്റ്റ് വിമൻ. അല്ല, അവരുടെ ഫ്രെയിം വർക്ക് അന്നത്തെ കാലത്ത് അന്നത്തെ ടെക്നോളജി വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ഇന്ന് അതുപോലെ തന്നെ പുതിയ ഫ്രെയിം വർക്ക്സ് ഉണ്ട്, പുതിയ പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. നാച്ചുറലി പഴയ ഹിസ്റ്റോറിയൻസിന്റെ ചില കൺക്ലൂഷൻസ് നമ്മൾ റിവൈസ് ചെയ്യും, ചില കൺക്ലൂഷൻസിനെ നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് എ നാച്ചുറൽ പ്രോസസ്. ചരിത്രം അങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറഞ്ഞുകൊണ്ട് നമ്മളെ പഴയ ഹിസ്റ്റോറിയൻസിനെയും പഴയ എഴുത്തിനെയും ബാധിക്കും. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാത്രമല്ല, ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് വെച്ചു. ദാറ്റ്സ് ഓൾസോ നോട്ട് ഫെയർ. ഇപ്പൊ നിങ്ങൾ വാദിക്കുകയാണ് അന്നത്തെ ഹിസ്റ്റോറിയൻസ് എല്ലാം ലെഫ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം എഴുതിയതാണ്. ഓക്കെ, നിങ്ങളുടെ അത് അംഗീകരിച്ചാലും അതിന്റെ ഉത്തരം ഇപ്പം മാത്രം ചെയ്യുന്നതല്ലല്ലോ. ദാറ്റ് മീൻസ് യു ആർ ഓൾസോ സ്ക്യൂയിങ് ഹിസ്റ്ററി ഇൻ അനദർ ഡിറക്ഷൻ. അപ്പോൾ ഒരു ഈവൻ ഹാൻഡഡ്നെസ്, ഒരു സെൻസ് ഓഫ് ബാലൻസ്, അതാണ് വേണ്ടത്. അതിനകത്ത് വി ഷുഡ് നെവർ ഗെറ്റ് ക്യാരിഡ് അവേ വിത്ത് ഓൾ ഓഫ് ദീസ് തിങ്സ്. അതുകൊണ്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ട്വിറ്ററിൽ ആക്റ്റീവ് അല്ല. എന്റെ കാര്യങ്ങൾ വരുമ്പോൾ ട്വീറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. കാരണം അവിടെയാണ് ഈ അലപ്പും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. നമുക്ക് നമ്മുടെ കാര്യം നടത്തണമെങ്കിൽ യു ഹാവ് ടു സ്റ്റിക്ക് ടു യുവർ ഡെസ്ക്. ഇൻസ്റ്റാഗ്രാം ഐ ലൈക്ക് ടു യൂസ്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനത്തെ പരിപാടികൾ പറ്റില്ല. ഇപ്പൊ ഒരാൾ വന്ന് വേണ്ടാത്ത നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്ത് അതോടെ കാര്യം കഴിഞ്ഞു. അപ്പം ഹിസ്റ്റോറിയൻ എന്ന് പറയുമ്പോൾ there is a Marxist perspective on history and Marxist perspective on understanding the society. അതല്ലേ ലെഫ്റ്റ് ഹിസ്റ്റോറിയൻസ് ചെയ്തത്. അത് കംപ്ലീറ്റ് ആയിട്ട് തള്ളി പറയേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഞാൻ മുമ്പും താങ്കളുമായിട്ടുള്ള ഇന്റർവ്യൂലാണ് മുമ്പും വേറെ ഏതോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, we've learned a lot because of that perspective. ഈ പെർസ്പെക്റ്റീവ്സിൽ നിന്ന് നമുക്ക് വാല്യൂബിൾ ആയിട്ട് ഉള്ള കാര്യങ്ങളുണ്ട്. ഈവൻ ഇഫ് യു ഡോണ്ട് അഗ്രി വിത്ത് ഇറ്റ് ഓർ ഇഫ് ദാറ്റ്സ് നോട്ട് ദി ഓൺലി പെർസ്പെക്റ്റീവ്, ആ പെർസ്പെക്റ്റീവ്സിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് മാത്രം ഹിസ്റ്ററി നോക്കിയാൽ യു വിൽ സീ ഓൺലി മെൻ ഒപ്രസിംഗ് വിമൻ. പക്ഷേ ഇറ്റ് സ്റ്റിൽ ഹാസ് വാല്യൂ. കാരണം ഈ പല പെർസ്പെക്റ്റീവ്സിനെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴാണ് നമുക്കൊരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുന്നത്. അപ്പോൾ ഒന്നിനെ അങ്ങനെ തെള്ളി പറയുന്നത് ശരിയല്ല. നമ്മളും അൾട്ടിമേറ്റ്ലി ചരിത്രം എഴുതുന്നവരും ചരിത്രം മനസ്സിലാക്കുന്നവരും എല്ലാം മനുഷ്യരാണ്. നമ്മളെല്ലാം ലോകത്തിന് നമ്മുടെ ഫ്രെയിം വർക്ക്സിൽ കൂടാണ് കാണുന്നത്. ദെർ ആർ വേസ് ടു ബാലൻസ് ഇറ്റ് ഇൻ എ സർട്ടൺ വേ. പക്ഷേ അതിൻ്റെ അർത്ഥം ബാക്കി ഒരെണ്ണത്തിനെ മോശമായി കാണിക്കുക, അല്ലെങ്കിൽ അത് ഏതോ ഒരു കുബുദ്ധിയുടെ പ്രോഡക്റ്റ് ആയിരുന്നു ഉള്ളത്, അതൊക്കെ ചുമ്മാ ആൾക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന വിവാദങ്ങൾ. ഇതൊന്നും അങ്ങനെ വലിയ അർത്ഥമുള്ള കാര്യങ്ങളല്ല. കണ്ടംപററി ഇന്ത്യയിൽ നടക്കുന്നത് കാരണം പൊളിറ്റിക്കൽ ഫാബ്രിക്കേഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, മാനുഫാക്ചറിങ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സാധനം അക്കാഡമിക് തലത്തിൽ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ സംഭവിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും? അതെങ്ങനെയാണ് വീക്ഷിക്കുന്നത്? ഒന്നെന്ന് വെച്ചാൽ കിഡ്സ് വിൽ നോട്ട് ഹാവ് ദ റൈറ്റ് സെൻസ് ഓഫ് ദ പാസ്റ്റ്. ഇപ്പം പീപ്പിൾ ഓൾസോ ഗെറ്റ് ഫിക്സേറ്റഡ്, ഈ രാജാവ് അല്ല തോറ്റത്, മറ്റേ രാജാവാണ് തോറ്റതെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ പെറ്റി ആയിട്ടുള്ള ഗെയിംസ് ആണ്. നമ്മൾ ആക്ച്വലി പിള്ളേരെ പഠിപ്പിക്കേണ്ടത് ഒരു ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് ആണ്, ഒരു സെൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹിസ്റ്ററി. ഇൻ മേക്കിംഗ് സെൻസ് ദാറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നല്ലതും മോശവും മാത്രമല്ല, ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൗതുകം തോന്നുന്ന ഒരു സംഭവമാണ്. പക്ഷേ വി ആർ അഗെയിൻ ഫോളോയിങ് ഇൻ ടു ദ സെയിം ട്രാപ്സ്. അതായത് പറഞ്ഞേ, ചിലവർ പറയും കോൺഗ്രസ്സുകാരെല്ലാം ഇങ്ങനൊരു ടെക്സ്റ്റ് ബുക്ക് എഴുതി അതുകൊണ്ട് ഞങ്ങൾ അതിനെ റിവൈസ് ചെയ്ത് ഇങ്ങോട്ടാക്കാൻ പോവുക. എന്നാലും ബാലൻസ് വരുന്നില്ലല്ലോ.
നിങ്ങൾ അങ്ങോട്ട് നീക്കിയെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് നീക്കുമ്പം നഷ്ടം വരുന്നത് ഇതിൻ്റെ ആക്ച്വൽ ഒരു സെൻസ് ഓഫ് പ്രൊപ്പോർഷൻ, ഒരു സെൻസ് ഓഫ് സൊബ്രൈറ്റിക്കാണ് വരുന്നത്. അതപ്പം കുട്ടികൾക്ക് നഷ്ടം വരും. പക്ഷേ എനിക്ക് അഗൈൻ ഒരു സെൻസ് ഓഫ് ഓപ്റ്റിമിസം ഉള്ളത്, ഇത്രയും നാൾ നമ്മൾ സീരിയസ് ഹിസ്റ്ററി നോക്കിയ ദ വേ പീപ്പിൾ ആക്ച്വലി വേക്ക് അപ്പ് ടു ഹിസ്റ്ററി, അത് സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജ് ലെവലിലൊക്കെയാണ് ആ റീഡിങ്സിലാണ് വരുന്നത്. അവിടെ താല്പര്യമുള്ള ടെക്സ്റ്റ് ബുക്സ് അല്ല നോക്കുന്നത്, നമ്മൾ മറ്റു പുസ്തകങ്ങളാണ് വായിക്കുന്നത്. ഞാനും ഹിസ്റ്ററിയിൽ ഇൻട്രസ്റ്റ് എടുത്ത് വന്നപ്പം സ്കൂൾ ടെക്സ്റ്റ് ബുക്സ് അല്ല എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുമ്പോൾ ഏബ്രഹാം ഏരാളെ ഓർക്കുന്നത്, അല്ലാതെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനെ അല്ല. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിന് ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. കാരണം അത് താല്പര്യമുള്ളവർ അങ്ങോട്ടാണ് പോകുന്നത്. they'll be able to read as diversely as possible. അതുകൊണ്ട് സത്യമായിട്ടും ഇതിന്റെ ഒരു ആൻസർ എന്ന് വെച്ചാൽ റീഡിങ്ങിനെ തന്നെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക. ബെസ്റ്റ് ഹിസ്റ്ററി ബുക്സ് വന്നാൽ മതി അല്ലേ? ദാറ്റ് വിൽ ചേഞ്ച് ദം ആൻഡ് ബുക്സ് ഇൻ ജനറൽ. നമ്മളൊരു റീഡിംഗ് കൾച്ചർ ഉണ്ടാക്കി വന്നാൽ ഇറ്റ് ഡസന്റ് മാറ്റർ ഇഫ് യു റീഡ് ഹിസ്റ്ററി ഓർ പൊളിറ്റിക്സ് ഓർ സയൻസ് ഓർ വാട്ടെവർ, സോ ലോങ് ആസ് യു ആർ റീഡിംഗ്. റീഡ് ചെയ്താലേ നമ്മുടെ ഒരു എക്സ്പാൻഡ് ആവുന്നത്. അവിടെ ഒരു ചെറിയ ഒരു ആൻസൈറ്റി എനിക്കുള്ളതെന്ന് വെച്ചാൽ ബുക്സ് വരുന്നുണ്ട്, പക്ഷെ ബുക്സ് വരുന്നതിൽ ഈ പറയുന്ന പോലെ ഈ പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് ബുക്സ് ധാരാളം വരുന്നുണ്ട്. മേജർ പബ്ലിഷിംഗ് ഹൗസ് പോലും അവരുടെ ചങ്ക് ഓഫ് ഹിസ്റ്ററിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇപ്പം നമുക്ക് സവർക്കറിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ പലതരത്തിൽ വരുന്നുണ്ട്. ഇപ്പം ഇയാളുടെ പുസ്തകം വന്നു കഴിഞ്ഞു, അരുൺ ഷൂറിയുടെ പുസ്തകം വരുന്നു. അപ്പോൾ അവരൊക്കെ പുതിയൊരു ഫാക്ട്സിനെ കൊണ്ടുവന്നിട്ട് ദേ ആർ മേക്കിംഗ് സംതിങ് ചേഞ്ചിങ് അല്ലേ? അതെങ്ങനെ ബാധിക്കുന്നു? അത് പക്ഷേ എല്ലാവർക്കും അറിയാമല്ലോ, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡും ഒരു സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. ശരിയാണ്, പബ്ലിക് വിൽ വരുന്നത് ഇപ്പം എസ്റ്റാബ്ലിഷ് പബ്ലിഷേഴ്സിലൂടെ. മനുവിന്റെ പുസ്തകം നിന്ന് പബ്ലിഷർ തന്നെയാണ് പലപ്പോൾ അതും കൊണ്ടുവരുന്നത്. അതുണ്ടാക്കുന്ന നമുക്ക് പണ്ടൊരു പബ്ലിഷറെ വെച്ച് നമുക്കൊരു സീരിയസ്നെസ് മനസ്സിലാക്കാം. അത് മാറുകയാണ്. അല്ല, കാരണം പൈസ കിട്ടുമല്ലോ. അതെ അതെ, ആ ഒരു ചേഞ്ച് വായിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പക്ഷെ അഗൈൻ ഒരു പുസ്തകം കുറെ വിൽക്കും ഈ സമയത്ത്, ചിലപ്പോൾ മറ്റേ വേറെ ഒരു പുസ്തകം അത്രയും വിൽക്കത്തില്ലായിരിക്കും. പക്ഷെ 10 വർഷം കഴിഞ്ഞ് എന്തോ നടക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. യു നെവർ നോ. ആ സമയത്തായിരിക്കും ഈ പുസ്തകത്തിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഐഡിയാസ് ഹാവ് ദെയർ ഓൺ വാല്യൂ. ഈ സമയത്ത് ജസ്റ്റ് ബിക്കോസ് സംതിങ് ഇസ് ലുക്സ് ഡോമിനന്റ്, അതിന്റെ അർത്ഥം മറ്റേതിന്റെ വില പോകുന്നല്ല. മറ്റേതിന് സമയം വരും അതിൻ്റെതായ. നമ്മളിപ്പം ഹിന്ദുത്വ തന്നെ എഴുത്തിയ സാവർക്കർ 1920s എഴുതുകയാണ്. സാവർക്കറുടെ ഹി ഡൈഡ് എ ഫെയർലി ഫ്രസ്ട്രേറ്റഡ് മാൻ. അദ്ദേഹം മരിച്ചതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ചിത്രം വന്നത്. അതാണ് പവർ ഓഫ് ഐഡിയാസ്. ഈവൻ ഇഫ് ഇറ്റ്സ് എ ബാഡ് ഐഡിയ ഓർ എ ഗുഡ് ഐഡിയ, ആൻ ഐഡിയ വൺസ് ഇറ്റ്സ് ബീൻ എൻഷ്രൈൻഡ് ഇൻ എ ബുക്ക്, അത് പിന്നെ ഏത് സമയത്തും അതിനെ റിവൈവ് ചെയ്ത് ഒരു റീആനിമേറ്റ് ചെയ്ത് വരാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് വെച്ചുകൊണ്ട് ഭയക്കേണ്ട കാര്യമോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ഒരു പുസ്തകം ആദ്യം എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പേ വക്കീലിൻ്റെ അടുത്ത് അയച്ചത്, വായിച്ചതിന് ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിക്കാൻ. പക്ഷെ ടു ബി ഫെയർ, വക്കീലിൻ്റെ കുറേ നോട്ട്സ് വന്നു. ഓൾമോസ്റ്റ് എവറി പേജിൽ ദേ ഹാഡ് നോട്ട്സ് ഓൺ ഇത് സെൻസിറ്റീവ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ പെൻഗ്വിൻ എന്നോട് എൻ്റെ എഡിറ്റർ മാൻസി പറഞ്ഞത്, യു ആർ ഫ്രീ ടു അക്സെപ്റ്റ് ഓർ റിജക്ട്. അവരുടെ ഇത് ചെയ്തു. ദാറ്റ് ഇസ് ദ ലോയറുടെ ഒരു ഫീഡ്ബാക്ക് വേണം. പക്ഷെ അൾട്ടിമേറ്റ് ഡിസിഷൻ എനിക്ക് തന്നെ വിട്ടത്. അതുണ്ടല്ലേ. അപ്പോൾ 1-2 സ്ഥലത്ത് മാത്രം ഞാൻ റീഫ്രേസ് ചെയ്തു ചില കാര്യങ്ങൾ. ചില കുറേ വേണ്ടാത്ത ഒരു ഇതിലേക്ക് വരും. പക്ഷേ ബാക്കി I was able to reject everything that the lawyer said. ഫ്രീഡം ഇപ്പോഴും ഉണ്ട്. Only thing is ലോയർക്കും കൂടി പുസ്തകം വായിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടാക്കിയെന്ന് മാത്രമേ. പക്ഷേ ഫണി തിങ് ഇസ്, ലോയർ അവർക്ക് ഇമെയിലിൽ ലീഗൽ റിപ്പോർട്ട് അയച്ചു. പക്ഷെ പിന്നെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, ഐ ലവ്ഡ് ദ ബുക്ക്, ഐ എൻജോയ്ഡ് ദ ബുക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു കൊള്ളാമല്ലോ, ലീഗൽ റിപ്പോർട്ടിൽ ഇതൊന്നും ആക്ച്വലി എനിക്ക് പ്രൈവറ്റ്ലി പറയുന്നതാ ഇങ്ങനെ. അപ്പം പക്ഷെ അത് തന്നെ ആ ഒരു കോൺട്രഡിക്ഷൻ. ഇതേ ഒരു പ്രശ്നം ഇപ്പോൾ ലീഗൽ റിപ്പോർട്ട്സ് വരുന്നു, അല്ലെങ്കിൽ പുതിയൊരു ഇങ്ങനൊരു പ്രോസസ്സിലൂടെ കടന്നു പോകണം എന്ന് പറയുമ്പോൾ എഴുത്തുകാരൻ എന്നുള്ള റൈറ്റർ എന്നുള്ള ഒരു സെൽഫ് സെൻസർഷിപ്പ് അറിയാതെ വരുന്നുണ്ടോ? വരും. കാരണം പക്ഷെ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനും പഠിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഭയം ഉണ്ട്. കാരണം ഇന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു 10 വർഷം ശേഷം നമ്മൾ വേറെ ഒരു സന്ദർഭത്തിലായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ ഒരാൾ പോയി പഴയ ഒരു പുസ്തകത്തിനകത്തുനിന്ന് ഒരു ലൈൻ എടുത്ത്, ഇത് നിങ്ങൾ എഴുതി, മൈ ഫീലിംഗ്സ് ആർ ഹേർട്ട് എന്ന് പറഞ്ഞ ഒരു കേസ് കൊടുത്താൽ, ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ കുറെ വർഷം ഇരിക്കുമല്ലോ ഒരു ഷെൽഫിൽ. അപ്പൊ ഇന്ന് മാത്രമല്ല, നാളെയും നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ. ഇപ്പം സമൂഹത്തിലെ സോഷ്യൽ കണ്ടീഷൻസ് ഇനിയും വേഴ്സും ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയാൽ ഇപ്പം സെൻസിറ്റീവ് അല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ 10 വർഷത്തിന് ശേഷം സെൻസിറ്റീവ് ആയിട്ട് ആൾക്കാർക്ക് തോന്നും. അപ്പോഴും അവർക്ക് ചിലപ്പോൾ ഇത് പൊക്കിക്കൊണ്ട് വരാൻ പറ്റും. പക്ഷെ വി ആർ ലിവിംഗ് വിത്ത് ദാറ്റ് റിസ്ക്. ആൻഡ് അത് നമ്മുടെ ട്രഡീഷനിൽ തന്നെ എത്രയോ ആൾക്കാരുണ്ട് ഹു ഹാവ് ബീൻ ഏബിൾ ടു സ്റ്റാൻഡ് അപ്പ് ഡിസ്പൈറ്റ് ദാറ്റ് റിസ്ക്. ഞാൻ സെൽഫ് കമ്പാരിസൺ ചെയ്യുമല്ല, പക്ഷെ മുമ്പ് പറഞ്ഞ പോലെ കബീറിന്റെ കാര്യം നോക്കും. അവരും അവരുടെ കാര്യത്തിൽ when they said something that was unpopular, അവരെ റെസിസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ they still said it. That gives us a sense of confidence that നമ്മുടെ ട്രഡീഷനിൽ തന്നെ ഡിസെന്റ് ഹാസ് ബീൻ എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്
ഓഫ് ദ ഇന്ത്യൻ ഇന്റലക്ച്വൽ ട്രഡീഷൻ. എല്ലാവരും ഇങ്ങനെ യെസ് മെൻ ആയിട്ട് നിന്നില്ല. ചിലവരുണ്ടായിരുന്നു എപ്പോഴും അറ്റ് ഗ്രേറ്റ് പേഴ്സണൽ റിസ്ക് ടു ദംസെൽവ്സ് ദേ വർ ഏബിൾ ടു സേ നോ ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ തിങ്ക്. വേറൊരു വലിയ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പം നാച്ചുറലായിട്ട് നമ്മൾ ഒരു ഹിസ്റ്റോറിയനെ സംബന്ധിച്ചിടത്തോളം അയാൾ കണ്ടംപററി ലൈഫ് എവിടെയാണ്, ഏത് കാലത്താണ് അയാൾ ജീവിക്കുന്നത് വളരെ പ്രധാനം. വളരെ മോഡേണൈസ്ഡ് ആയിട്ട് ടെക്നോളജിക്കലി ആയിട്ടുള്ള ഒരു കാലത്താണ് വളരെ ചെറുപ്പമുള്ള മനു ഹിസ്റ്റോറിയനാകുന്നത്. പക്ഷേ പൊളിറ്റിക്കലി പലതും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന, ഒരുപാട് കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ്. ഈവൻ നിങ്ങളുടെ ജാതി പോലും ചോദ്യം ചെയ്യപ്പെടും, അതിൻ്റെ വാല് പോലും ചോദ്യപ്പെടും, എന്തും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത്. അതെങ്ങനെയാണ് അതിനെങ്ങനെയാണ് കാണുന്നത്? അതും ഇന്നത്തെ ലോകം അങ്ങനെ. സോ അതിനെ അങ്ങനെ ബ്രഷ് ഓഫ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ തന്നെ ഈ യൂട്യൂബ് വീഡിയോ വന്നാൽ ഞാൻ ഒരൊറ്റ കമന്റ്സും വായിക്കാം. കാരണം എന്തിനാ വായിച്ച് അതൊക്കെ നല്ലതും കാണും, പക്ഷെ അതും വായിക്കാൻ പോകില്ല. കാരണം ഇറ്റ്സ് അൺനെസസറി. എന്തിനാ അതൊരു ഡിസ്ട്രാക്ഷൻ? നമ്മൾ വിചാരിക്കും ഇറ്റ് ഡസന്റ് അഫക്ട് us, പക്ഷെ ഇറ്റ് വിൽ അഫക്ട് us. And then 5 days later you will still be thinking about it. അതിനെക്കാട്ടും നല്ലത് വായിക്കാതിരിക്കും. അവർ പറഞ്ഞോട്ടെ, അത് ഇറ്റ്സ് എ ഫ്രീ കൺട്രി, അവർക്ക് വേണ്ടിയത് പറയാം. എനിക്ക് പറയാനുള്ള ഒരു എന്തോ അല്ല, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് അവർ പറഞ്ഞു, അത് കുഴപ്പമില്ല. എനിക്ക് ഈ പ്ലാറ്റ്ഫോം കിട്ടിയ പോലെ അവർക്ക് അതൊരു പ്ലാറ്റ്ഫോമാണ്, വേണ്ടിയതൊക്കെ വിളിച്ച് പറഞ്ഞോട്ടെ. സോ ഐ എം ഓക്കെ വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രഷർ എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ അത് നോക്കാൻ പോലും പോകാറില്ല. പിന്നെ യെസ്, നമ്മൾ അവെയറാണ്, ഇപ്പം ലോകം നമ്മുടെ ചുറ്റിനും മാറുന്നുണ്ട്. ലോട്ട്സ് ഓഫ് ചേഞ്ചസ്, മിസ്ഇൻഫർമേഷൻ വരുന്നു, ഹിസ്റ്ററിയെ പറ്റി ഒരു വളരെ സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നു. പക്ഷെ അതിനകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇൻ ദ സെൻസ് ദറ്റ് നമ്മളൊരു സോബറായിട്ട്, ഒരു സിൻസിയറായിട്ട് നമ്മുടെ ജോലി ചെയ്താൽ മൈ ഫെയ്ത്ത് ഇസ് ദറ്റ് പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ബി ഏബിൾ ടു സീ യു ആസ് സമൺ ഹു ഡസ് സംതിങ് അബൌട്ട് ദിസ്. എല്ലാവരും ഈ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കറൻസിയുടെ ഇടയിൽ കിടന്ന് കളിക്കുമ്പം നമ്മൾ ട്രൈങ് ടു അവോയ്ഡ് ഇറ്റ് അല്ല, ട്രൈങ് ടു നോട്ട് അഡ്രസ് ഇറ്റ് അല്ല, പക്ഷെ സിൻസിയറായിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് ചെയ്യുമ്പം അതിൻ്റെതായ ഒരു വില ഉണ്ടായി വന്ന് ഐ തിങ്ക് ഇൻ ഫ്യൂച്ചർ പീപ്പിൾ വിൽ റെക്കഗ്നൈസ് എന്നുള്ള ഒരു ഹോപ്പിലാണ് ഞാൻ അറ്റ്ലീസ്റ്റ്. മനുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഹിസ്റ്റോറിയൻസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഹിസ്റ്റോറിയൻസ് ആരും ഒരു പബ്ലിക് ഫിഗേഴ്സ് അല്ല. ബേസിക്കലി മനു അതല്ല. മനു ഓൾ ഇന്ത്യ ലെവലിലൊരു എമംഗ് ദ യൂത്തിൻ്റെ വേർഡും അറിയുന്ന ഒരാളാണ്. സോ ദാറ്റ് മേക്സ് ഡിഫറൻസ്. അത് എൻജോയ് ചെയ്യാനും ചെയ്യാം, അതിൻ്റെ ചില കോൺട്രഡിക്ഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയും ചെയ്യാം. അതൊക്കെ ആവാം. പക്ഷേ ഇത് എനിക്ക് ചിരി വരുന്നത്, ഞാൻ കമന്റ്സ് വായിച്ചില്ലെങ്കിലും ചില ഫ്രണ്ട്സ് ഒക്കെ വായിക്കും. അതൊക്കെ വായിക്കും. അപ്പം താങ്കളുമായിട്ട് മുമ്പുള്ള ഇന്റർവ്യൂ ചെയ്തപ്പം എല്ലാവരും പറഞ്ഞു ഫുൾ ലെഫ്റ്റിസ്റ്റ് ആണ്. പിന്നെ ഏതോ സമയത്ത് ലെഫ്റ്റിന്റെ ഏതോ ഒരു നാരറ്റീവിന്റെ ഞാനൊന്ന് പുഷ് ബാക്ക് ചെയ്തപ്പം ഇത് റൈറ്റ് വിങ് ആണ്. പക്ഷെ ഫണ്ണിയസ്റ്റ് വാസ്, ആ വീഡിയോയുടെ അടിയിൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞാണ്, ഒരു കമന്റ് ഉണ്ടായിരുന്നു, എനിക്ക് BJP ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കേരളത്തിൽ ടിക്കറ്റ് തരാൻ പോവാന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. ഞാൻ വെച്ച് കൊള്ളാം, ഒരു സൈഡിൽ നിന്ന് തെറി കിട്ടുന്നു, മറ്റേ സൈഡുകാർ പറഞ്ഞു അവര് തന്നെ ടിക്കറ്റ് തരാൻ പോകുന്നു. പക്ഷെ ഇതൊക്കെ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. അത് ഐ എം നോട്ട് ഗോയിങ് ടു കംപ്ലെയിൻ. അതർ ദാൻ ദിസ് പൊളിറ്റിക്കൽ കമ്പൽഷൻസ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രഷറോ അങ്ങനെ ഒന്നും വരാറുണ്ടോ? ഇല്ല, ഇല്ല. ത്രെറ്റ്സോ ഒന്നും അങ്ങനെ ഇപ്പം വരെ അങ്ങനെ വന്നിട്ടില്ല. ആകെയുള്ള ഒരു ഇത് വന്നത് ഈ ജാനുവരിയിൽ, ഈ 2024 ഞാനൊരു പോഡ്കാസ്റ്റിൽ സംസാരിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാനൊരു ഹിസ്റ്റോറിക്കൽ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിടയിൽ ശിവാജിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് പക്ഷേ അതിന്റെ റീൽ അവരെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ശിവാജി എന്ന് എങ്ങനെയാ പറയുന്നത്, ഛത്രപതി ശിവാജി മഹാരാജ് എന്ന് പറയണം. ഇത് നമ്മൾ ഇൻസൾട്ട് ചെയ്യാനൊന്നും അല്ല പറയുന്നത്. നമ്മളൊരു ഹിസ്റ്റോറിക്കൽ, നമ്മൾ അക്ബർ എന്ന് പറയുന്ന പോലെ അക്ബർ എന്ന് പറയുന്നു, അല്ലാതെ അക്ബറിനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി അല്ല അക്ബർ എന്ന് പറയുന്നത്. പാദ്ഷാ, ഷാഹിൻ ഷാ അക്ബർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നേരം എടുക്കും. എപ്പോഴും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ചില ഇറിറ്റേഷൻസ് വരും. എൻ്റെ പിന്നെ മഹാരാഷ്ട്ര ആയതുകൊണ്ട് ഒന്ന് ഇതായി, കാരണം പറയാൻ പറ്റത്തില്ല, അവിടെ ശിവസേനയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനാണ്. പക്ഷെ അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായി, അല്ലാതെ ഇൻസൾട്ട് ചെയ്തൊന്നും അല്ല. ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ നമ്മൾ പേരെടുത്ത് പറയുന്ന പോലെ അത്രയും പറഞ്ഞതേ ഉള്ളൂ. അങ്ങനത്തെ ചില ഒക്കേഷണൽ ഇതൊന്നും തോന്നും, പക്ഷെ അല്ലാതെ വേറെ ഒരിക്കലും തോന്നിയിട്ടില്ല. വേറൊരു വലിയ പ്രശ്നം, ഇപ്പം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പണ്ട് സംസാരിച്ചിട്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് വരുന്നു, ഇപ്പോൾ തന്നെ പാർലമെൻറ്റ് നടക്കുന്നു. ഒരു തരത്തിലുള്ള സീരിയസ് ഡിബേറ്റ്സ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരാരെങ്കിലും ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് പ്രയാസമില്ല. ഹൗ ഡു യു, എങ്ങനെയാണ് ഈ പാർലമെന്റ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ്? ഡിസിലൂഷൻമെന്റ് എന്ന് പറയാം. കാരണം ഇപ്പം പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ വെദർ വി ലൈക്ക് ഇറ്റ് ഓർ നോട്ട് ഇസ് വളരെ കാരിസ്മാറ്റിക് ഫിഗർ. അപ്പോൾ യു കൻ സീ ദാറ്റ് പബ്ലിക് കേരളത്തിൽ വരെ വന്നാലും ആരും വോട്ട് കൊടുത്തില്ലെങ്കിലും കാണാനായിട്ട് എത്ര ആളാണ് വരുന്നത്. ബിക്കോസ് ദേ ജെന്യുവൻലി ഹാവ് സം സെൻസ് ഓഫ്, ഹി ഹാസ് എ സെൻസ് ഓഫ് കറിസ്മ. പക്ഷേ അതിനൊരു ഓൾട്ടർനേറ്റീവ് ഇപ്പം വരെ വന്നിട്ടില്ല. നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്
ഒരുപാട് സ്റ്റേറ്റ് ലെവലിലുള്ള ലീഡേഴ്സും ആ സെയിം മോഡലിനെ മിമിക് ചെയ്തുകൊണ്ട് ആ ഒരു രൂപത്തിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്, വിച്ച് ഇസ് ഓൾസോ നോട്ട് ഹെൽത്തി. നിങ്ങളുടെ ജോലി ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാക്കാനാണ്, അല്ലാതെ അതേ മോൾഡിൽ നിങ്ങളും മാറിയെടുത്താൽ നമുക്കാണ് നഷ്ടം, സിറ്റിസൺസിനാണ് നഷ്ടം. അപ്പൊ നിങ്ങളും ഒരു ഓൾട്ടർനേറ്റീവ് തരുന്നില്ല. ദാറ്റ് ഐ തിങ്ക് ഇസ് കോസിങ് എ സെൻസ് ഓഫ് ഡിസൊല്യൂഷൻ. ബട്ട് എങ്ങും ഒരു ഓൾട്ടർനേറ്റീവ് കാണാൻ പറ്റാത്തതിന്റെ ഒരു ഇത് അത് ഡെമോക്രസിക്ക് തന്നെ ആവശ്യമാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് വിച്ച് പാർട്ടി യു ലൈക്ക്. BJP-ക്കാരും നമ്മൾ ചിലവരോട് സംസാരിച്ച് അവരും പറയും ഒരു സ്ട്രോങ് ഓപ്പോസിഷൻ്റെ ആവശ്യമുണ്ട് ഇൻ ഓർഡർ ഫോർ ഡെമോക്രസി ടു സർവൈവ് ഇൻ എ ഗുഡ് വേ. അല്ലെങ്കിൽ ഒരു ഇലക്ട്രൽ ഓട്ടോക്രസി, രാം ഗുഹൊക്കെ പറയുന്ന പോലെ 50-50 ഡെമോക്രസി മാറി 70-30 ആവും, പിന്നെ അത് 90-10 ആവും. പേരിന് മാത്രം ഡെമോക്രസി ആയിരിക്കും, പക്ഷേ ആക്ച്വലി ഇറ്റ് വിൽ ബി എൻ ഓട്ടോക്രസി. പക്ഷേ ഈ പാസിംഗ് ഓഫ് ടൈമിൽ ഇതിനിടയിൽ നടക്കുന്ന കുറേ ചേഞ്ചസ്, ഇപ്പോൾ ലീഗൽ ചേഞ്ചസ് വരുന്നു, നിയമങ്ങൾ മാറ്റുന്നു, അതൊക്കെ തിരിച്ചുകൊണ്ടുവരാനൊക്കെ പ്രയാസം. പാർലമെൻറ്റ് മാറ്റി, പാർലമെൻറ്റിലെ കൺവെൻഷൻസ് മാറ്റുന്നു, ഇതുണ്ടാക്കുന്നു. ഇപ്പോൾ തന്നെ നമുക്കറിയാം 91 റിലീജിയസ് ആക്ട് എന്താണ് ചെയ്യുന്നത്, അത് കോടതി ഇടപെടേണ്ടി വരുന്നു. ഇപ്പോഴും പല സ്ഥാപനങ്ങൾ, പല ആരാധനാലയങ്ങളും പൊളിക്കണം അല്ലെങ്കിൽ അന്വേഷിക്കണം എന്ന് പറയുന്നു. അതിൽ ജഡ്ജ്മെൻറ്റിൽ ഉണ്ടാകുന്ന ചെറിയൊരു ഓറൽ വാക്കുകൾ പോലും അത് വയ്ക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കുന്ന കോൺഫ്ലിക്റ്റ്, ആർ യു വറീഡ് അബൌട്ട് ഇറ്റ്? അതാണ് ഞാൻ പറയുന്നത്. സർട്ടൻലി വറീഡ്. കാരണം ഇൻ മെനി വേസ് നമ്മുടെ ആക്ച്വൽ ഇഷ്യൂസ് ആർ ഗെറ്റിംഗ് സബ്സ്യൂംഡ് ബൈ ഓൾ ദിസ്. അത് ചിലപ്പോൾ ഡെലിബറേറ്റ്ലിയും കൂടെ ആയിരിക്കും. കാരണം ആക്ച്വൽ ഇഷ്യൂസിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും എന്തെങ്കിലും ഒരു, ഹിന്ദിയിൽ പറയുന്നത് നോട്ടങ്കി, എപ്പോഴെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഇന്നലെ പാർലമെന്റിൽ നടന്നത്, തെള്ളിയിട്ടു, തല അടിച്ചു, ആരാണ്ട് ഒരു MP തള്ളി, അയാൾ വേറെ ഏതോ ഒരു MP മണ്ടയ്ക്ക് വീണു. ഇതൊക്കെയാണ് MP-മാർ ചെയ്യേണ്ടത്. ഒരു സത്യമായിട്ട് ഒരു നാണമില്ലാത്ത ഒരു കൾച്ചറിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെല്ലാം ഇറ്റ്സ് ഓൾ കമ്പൈൻഡ്, സോഷ്യൽ മീഡിയ, ദിസ് ദാറ്റ്. പക്ഷെ അതൊക്കെ നാച്ചുറലി ഐ വറി ബിക്കോസ് നമ്മുടെ ഈവൻ വളരെ സീരിയസ് ആയിട്ടുള്ള നമ്മൾ കാണുന്ന MP-മാർ പോലും അവരൊരു ഹിന്ദു ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പല വഴികളും കാണിക്കുന്നത് നമുക്ക് അത്ഭുതപ്പെടും. നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. ദേ ആർ ഇന്റലക്ച്വലി ഗുഡ്, പക്ഷേ വോട്ട് ബാങ്ക് എന്ന് പറയുന്നതിന്റെ ആ ലെവലിലേക്ക് തരം താഴുമ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിന് ഉണ്ടാകുന്ന ഒരു ഡാമേജ് ആയിട്ട്. ആ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് പണ്ടേ ഉള്ളതാണ്, അത് ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊന്നും അതോ ഈ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് 10 വർഷത്തിലുണ്ടായി വന്നതൊന്നുമല്ല, പണ്ടേ ഉള്ളതാണ് ഇൻ ഡിഫറെന്റ് പ്ലേസസ്. ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞാലും ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു 1960s വളരെ സോഷ്യലിസ്റ്റിനെ ചെയ്തുകൊണ്ടുള്ളത്. മരിക്കുന്ന ആ ഒരു 80s ഇതായപ്പോഴേക്കും കുറെ കൂടെ റിലീജിയസ് ആയി, ബീഡ്സ് ഒക്കെ ഇട്ട് തുടങ്ങി, അമ്പലങ്ങളിൽ പോയി തുടങ്ങി. അങ്ങനെ ആ ഒരു തിങ് 80s മുതലേ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ ശരിയാണ്, ഇത് വെയറിങ് റിലിജൻ ഓൺ യുവർ സ്ലീവ് ഒരു കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. റിലീജിയസ് ആവാം, പക്ഷെ നോബഡി വാസ് വെയറിങ് ഇറ്റ് ഓൺ ദ സ്ലീവ് ദാറ്റ് മച്ച്. ഇപ്പൊ അങ്ങനെയല്ല, വളരെ ഡെമോൺസ്ട്രേറ്റ്. മാത്രമല്ല ലോകം മുന്നോട്ട് പോയി, നമ്മൾ 21st സെഞ്ചുറി ആണെന്ന് പറയും, നമ്മൾ ഒരുപാട് സാങ്കേതികമായിട്ട് മുന്നോട്ട് പോയി, അപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള. പക്ഷെ അതെനിക്ക് ഒന്ന് ലോകത്തിന്റെ ഒരു ഫേസ്, കാരണം ഇവിടെ മാത്രമല്ല. ഞാനിപ്പം UK-ൽ ഞാൻ ആദ്യം ലണ്ടനിൽ സ്റ്റുഡന്റ് ആയിട്ട് പോകുന്ന ആ ലണ്ടനിൽ ഹോംലെസ്നെസ് ഇത്രയും എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയില്ല. ഇപ്പം പോകുമ്പോൾ ഐ കൻ സീ ഹോംലെസ്നെസ് ഫോർ എക്സാമ്പിൾ. അതെല്ലാം സൊസൈറ്റിയിലെ ചില മാറ്റങ്ങളുടെ സിംറ്റംസ് ആണിത്. അവിടെയും പൊളിറ്റിക്കൽ കെയോസ്, അവിടെയും ഒരുതരം ഒരു ന്യൂ കൺസർവേറ്റിസം ഉണ്ടായി വരുന്നു. ഒരു വളരെ ഓർത്തഡോക്സ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് സ്ട്രീക്ക് ഓഫ് തിങ്കിങ് പിന്നെയും പോകി വരുന്നു. വളരെ നേറ്റിവിസ്റ്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടായി വരുന്നു. അമേരിക്കയിലും അതുപോലെ. ഒരു കാലത്ത് നമ്മൾ വിചാരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പവറൊക്കെയാണ്, പക്ഷെ അവിടുത്തെ ഡിബേറ്റ്സ് എന്താണ് അബോർഷന്റെ പേരിൽ. നമ്മൾ വിചാരിച്ചത് ഇതൊക്കെ ഓൾറെഡി സെറ്റിൽഡ് മാറ്റേഴ്സ് ആണ്. വുമൻ ഹാസ് അതോറിറ്റി ഓവർ ഹർ ബോഡി, സിമ്പിൾ, ഇറ്റ്സ് ടേക്കൺ ഫോർ ഗ്രാന്റഡ് നൗ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളൊക്കെ ഇരുന്നത്. പക്ഷെ അപ്പാരന്റ്ലി നോട്ട്. അവിടെ അതിൻ്റെയൊക്കെ റിവേഴ്സൽ വരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു ഗ്ലോബൽ ചേഞ്ച് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ക്രൈസിസ് ഓഫ് ഡെമോക്രസി. ഡെമോക്രസി പ്രോമിസ് ചെയ്ത കാര്യങ്ങൾ അങ്ങനെ ഡെലിവർ ചെയ്തിട്ടില്ല. ഇറ്റ്സ് എ ക്രൈസിസ് ഓഫ് ലിബറൽ എക്കണോമിക്സ് ഇൻ ദ സെൻസ് ദാറ്റ് പ്രോമിസ് ചെയ്ത് ആ ക്യാപിറ്റലിസവും ഡെമോക്രസിയും കൂടെ ചേർന്ന് എല്ലാവരെയും അങ്ങ് പൊക്കും എന്നുള്ള അത് ഡെലിവർ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കൾച്ചറൽ ഡിസൊല്യൂഷൻ ഉണ്ട്. ബിക്കോസ് അറ്റ് സം ലെവൽ ഐ തിങ്ക് ചില പവർഫുൾ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഫെൽറ്റ് ദാറ്റ് നമ്മൾ ഇൻ ദിസ് ഹോമോജനൈസ്, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഹിന്ദുയിസം ഹോമോജനൈസ് ആവുന്നുണ്ട്, ഇസ്ലാമിലും ഒരു ഹോമോജനസ് ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലെ ഒരു ഗ്ലോബൽ ഹോമോജനൈസേഷനും ആവുന്നുണ്ട്. അതിന്റെ ഒരു കൾച്ചറൽ റിസെന്റ്മെന്റും ആൾക്കാർക്കുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ യൂറോപ്പിലെ റാഷണൽ എൻലൈറ്റൻമെന്റിന്റെ റാഷണലിസമും റീസണും ഒക്കെ ഒരു ഇവാഞ്ചലിക്കൽ ബാക്ക്ലാഷ് ഉണ്ടായിരുന്നു. മേ ബി വി ആർ ലിവിംഗ് ത്രൂ എ ബാക്ക്ലാഷ്. ഈ കഴിഞ്ഞ 50 years 20th സെഞ്ചുറിയുടെ സെക്കൻഡ് ഹാഫിന്റെ അതിന്റെ ഒരു ബാക്ക്ലാഷ് ആയിരിക്കും നമ്മളിപ്പം ജീവിക്കുന്നത്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് നമ്മളെപ്പോഴും നമ്മുടെ ഇത് വെച്ചാണ് നോക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു ഗ്ലോബൽ സെറ്റ് ഓഫ് തിങ്സ് ആണ്. ഇന്റർനെറ്റ് വന്നു, അതിൻ്റെതായ ഡിസ്ട്രക്ഷൻസ് വന്നു, സോഷ്യൽ മീഡിയ വന്നു. അപ്പൊ പണ്ട് ആൾക്കാർ പൊളിറ്റിക്കലി ഓർഗനൈസ് ചെയ്യുന്ന പോലെ അല്ല ഇപ്പൊ ഓർഗനൈസ് ചെയ്യുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ദ റൂൾസ് ഓഫ് ദ ഗെയിം ആർ ചേഞ്ചിങ് വെരി മച്ച്. എന്റെ ഇതൊക്കെ ലൈവായിട്ടാണ് നടക്കുന്നത്. ആർക്കും അതിനെ പിടികിട്ടുന്നതിന് മുമ്പ് കാര്യങ്ങൾ.
അതുപോലൊരു പ്രശ്നമാണ് ഈ വിഷണറി ലീഡർഷിപ്പ് നഷ്ടപ്പെടുന്നു. എൻ്റെ ഒരു തോന്നലാണ്, വിഷണറി ലീഡർഷിപ്പ് ലോകം മുഴുവൻ നോക്കിയാൽ നമുക്ക് അങ്ങനെ ഇല്ല. 20th സെഞ്ചുറി നമുക്ക് ഒരുപാട് വലിയ ഫിഗേഴ്സിനെ കാണാം. അങ്ങനെയുള്ളവരെ നമ്മൾ മറക്കുകയും ചെയ്തു. ഇപ്പം നെഹ്റുവിൻ്റെ കാര്യം ഇന്ത്യയിൽ എടുക്കുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു, ഇപ്പോൾ അംബേദ്കർ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും എന്ത് കോൺസ്റ്റിറ്റ്യൂഷനെങ്കിലും നെഹ്റു കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു വലിയ ഒരു ചേഞ്ചാണ് നമ്മൾ വരുത്തിയിട്ടുള്ളത്. നാഷണൽ ബിൽഡിംഗ് എന്ന് പറയുന്ന വലിയ കാര്യം. നെഹ്റു കംപ്ലീറ്റ് ആയിട്ടും ടാർണിഷ് ചെയ്യപ്പെടുന്നു, മെൻഷൻ ചെയ്യുന്നില്ല. ഈവൻ കോൺഗ്രസ് പോലും ഏറ്റെടുക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എന്തെങ്കിലും അതിനെക്കുറിച്ച് മേ ബി എ സെക്യുലർ ഫെയിം ആയതുകൊണ്ട് ഇതൊക്കെ ഒരു സൈക്ലിക്കൽ ഇതാണ്. ഒരു കാലത്തെ ഐക്കോൺസ് വേറെ ഒരു ജനറേഷൻ ചിലപ്പോൾ ഐക്കോൺസ് ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ഒരു വട്ടം കഴിഞ്ഞ് വീഴുമ്പോൾ പിന്നെയും ചിലപ്പോൾ അവർ പൊങ്ങി വരും, വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വില്ലന്മാരായിട്ട് മാറും. അതിൽ എനിക്ക് അങ്ങനെ വലിയ ഇത് തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ മുമ്പും കണ്ടിട്ടുള്ളത്. ഈ സൈക്കിൾസ് കീപ് അക്കറിങ് ഇൻ ഹിസ്റ്ററി, ദീസ് പാറ്റേൺസ് കീപ്. അപ്പൊ ഇതൊരു പാറ്റേൺ. ആ ഒരു രീതിയിൽ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ നെഹ്റുയുടെ കേമത്വം നമ്മൾ രണ്ടുപേരും ഇരുന്ന് കേമൻ അല്ലെന്ന് പറഞ്ഞിട്ടും അത് മാറാൻ പോകുന്ന കാര്യമല്ല. ഇപ്പം ഗാന്ധിജിയുടെ കാര്യം പറഞ്ഞാലും ഇവിടെ നമ്മൾ നാളെ ഗാന്ധിജിയെ റെസ്പെക്ട് ചെയ്തെന്ന് തീരുമാനിച്ചാലും ലോകത്തിൽ എത്രയോ ആൾക്കാർ അറിയുന്നു. ലണ്ടൻ മുതൽ എത്രയോ സ്ഥലങ്ങൾ ഗാന്ധിജിയുടെ സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഇപ്പോഴും റെസ്പെക്ട് ഉണ്ട്. നെഹ്റുയുടെ പേര് ഇപ്പോഴും പുറത്ത് പറഞ്ഞാൽ പീപ്പിൾ സ്റ്റിൽ റെസ്പെക്ട്. അപ്പം അതൊന്നും നമുക്ക് മായ്ച്ചു കളയാൻ പറ്റത്തില്ല. നമ്മളിവിടെ എത്ര നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് എഴുതി മാറ്റിയാലും പുറം ലോകത്തും ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. ഇന്റർനെറ്റിന്റെ കാലത്ത് യു കാൻ കൺട്രോൾ ഹൂസ് റീഡിങ് വാട്ട്. അപ്പോൾ പിന്നെ നെഹ്റുവിനെ അങ്ങനെ മായ്ച്ചു കളയാൻ പറ്റുന്നതല്ല. ഈ ഇന്റർനെറ്റിന്റെ കാലത്ത് എന്ന് പറഞ്ഞപ്പോൾ ഭാവിയിലെ ഹിസ്റ്റോറിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളെല്ലാം റെക്കോർഡ്സ് എടുക്കുന്നത് ഇപ്പോൾ ബ്രിട്ടീഷ് ലൈബ്രറിയിലുണ്ട്, ഇല്ലെങ്കിൽ ആർക്കൈവ്സിലുണ്ട്. ദർ ഈസ് എ റിട്ടൺ റെക്കോർഡ്, ഈവൻ ലെറ്റേഴ്സ്. അത് ഇന്ന് ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെന്റ്സ് ധാരാളമുണ്ട്. സോ നെക്സ്റ്റ് ഹിസ്റ്റോറിയൻ വിൽ ഫേസ് എ ചാലഞ്ച്. ഇതിൽ ഏതാണ് ഫാബ്രിക്കേറ്റഡ്, ഏതാണ് ഒറിജിനൽ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ. ഫാബ്രിക്കേറ്റഡ് മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് പോളിറ്റിക്സ് നടക്കുന്നത് ഓൺലൈൻ അല്ലേ, സോഷ്യൽ മീഡിയ വഴി. പണ്ട് ട്വിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ട്രംപ് പറയുന്ന ഓരോ സാധനവും, പ്രൈം മിനിസ്റ്റർ പറയുന്ന ഓരോ സാധനവും നമ്മളിങ്ങനെ നോക്കി അതിനകത്ത് അർത്ഥങ്ങളുണ്ട്, അതിന്റെ വേർഡിങ് കെയർഫുള്ളി ആയിട്ടായിരിക്കും അവർ ചൂസ് ചെയ്യുന്നത്. ആ ഒരു 180 ക്യാരക്ടേഴ്സിന് ഒരു പുതിയ മീനിങ്, ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. ഭാവിയിലുള്ളവർക്ക് അതൊക്കെ ഇരുന്ന് സ്റ്റഡി ചെയ്യേണ്ടി വരും. പക്ഷെ ഇതെല്ലാം ഡിജിറ്റൽ ടെക്നോളജിയാണ്. നാളെ ഇതൊക്കെ കൂടെ ക്രാഷ് പറയുന്നുണ്ടാവില്ല. അതെ, അതുപോലെ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, പഴയ ഫയൽസ് ഒക്കെ നോക്കുമ്പോൾ അതിലൊക്കെ മാർക്കിങ്സ് കാണും. ഇന്റഗ്രേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ് നടക്കുമ്പോൾ തിരുവിതാംകൂർ ലേക്ക് എന്ന സമയമാണെങ്കിലും നമ്മൾ ആ റെക്കോർഡ്സ് നോക്കിയാൽ സബ്ജക്ട് ഒന്നാണെങ്കിലും ഒരുപാട് ആൾക്കാരുടെ നോട്ട്സ് കാണും. ഫസ്റ്റ് സെക്രട്ടറി, സെക്കൻഡ് സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി, ഗ്രൗണ്ടിലുള്ള VP മെനൻ, MK വെല്ലോടി, ഇവരുടെ ഒക്കെ നോട്ട്സ് വെച്ച് ഒറ്റ ഫയലിനകത്ത് വൺ ആഫ്റ്റർ ദി അതർ നമുക്ക് ഇതെല്ലാം കിട്ടും. ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടോന്ന് സംശയമാണ്. ഇന്നാളെ ഞാനൊരു പ്രോഗ്രാമിൽ കേൾക്കുമായിരുന്നു, ഇപ്പം ബ്യൂറോക്രാറ്റ്സ് അങ്ങനെ സ്വന്തം ഒപ്പിട്ട് ചെയ്യുന്നില്ല. കാരണം ഇത് വരും, ഇഷ്യൂ വരും, അല്ല ഒരു റെസ്പോൺസിബിലിറ്റി വരും. ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും നിങ്ങളുടെ കാര്യങ്ങളായിരിക്കും. അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആരും ഇൻ റൈറ്റിംഗ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ചില ചേഞ്ചസ് ഉണ്ട്. പക്ഷേ ഐ ഫീൽ ടെക്നോളജി വിൽ ഓൾസോ ഇവോൾവ് ടു അലൗ ഹിസ്റ്റോറിയൻസ് ടു ഡീൽ വിത്ത് ഇറ്റ്. ഇപ്പോൾ AI വരുന്നു, എത്രയോ കാര്യങ്ങൾ വരുന്നു, നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിൻ്റെയൊക്കെ അവസാന രൂപം എങ്ങനെയായിരിക്കും എന്ന്. പക്ഷേ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതുപോലെ തന്നെ പുതിയ അഡാപ്റ്റീവ് സ്ട്രാറ്റജീസും വരും. തഞ്ചാവൂരിലെ ഒരു രാജാവിനെ കുറിച്ച്, ഹിന്ദു രാജാവ്, അത് നമ്മൾ നേരത്തെ പറയാൻ, അതിനെ കുറിച്ച് ഒരു പുസ്തകം വരുന്നല്ലേ, ഇന്ദിരാ പീറ്റേഴ്സിന്റെ. അവരുടെ മാനുസ്ക്രിപ്റ്റ് എനിക്ക് വായിക്കാൻ തന്നിരുന്നു. അതിനെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ സൈറ്റ് ചെയ്തു. അയാൾ വളരെ ഡിഫറെന്റ് ആയ ഒരു രാജാവ്. അത് എസ്പെഷ്യലി there are two forms of colonialism, exposure to the western world എന്നൊക്കെ പറഞ്ഞാലും ഒന്ന് നമ്മൾ ഡിഫെൻസീവ് ആയിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ പറയും ഇതെല്ലാം മോശമാണ്, നമ്മുടേത് മാത്രമായിരുന്നു നല്ലത്. ആ ഒരു സ്കൂൾ ഓഫ് തിങ്കിങ് ഇന്ത്യയിലുണ്ട്. ഇപ്പം സാവർക്കർ തന്നെ ഏതോ സമയത്ത് പറയുന്നുണ്ടല്ലോ, ഈ റെയിൽവേസ് വരെ എല്ലാം നമുക്ക് വേദങ്ങളുണ്ടെന്നൊക്കെ സാവർക്കർ തന്നെ കളിയാക്കി എവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു കോൺഫിഡൻറ്റ് എൻഗേജ്മെന്റ് വിത്ത് മോഡേണിറ്റി എങ്ങനെ നടത്താം, അത് ഈ സർഫോജിയുടെ കരിയറിൽ നമുക്ക് കാണാം. കാരണം ഒരു രീതിയിൽ ഹി ഈസ് വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ഹിസ് ഹിന്ദു ഐഡന്റിറ്റി. 19th century, early 19th century, 1830s, right? ഒരു സൈഡിൽ നിന്ന് വളരെ കമ്മിറ്റഡ് ഹിന്ദുവാണ്. വേദപാഠശാല തുടങ്ങുന്നു, അമ്പലങ്ങളെ പുനരുദ്ധരിക്കുന്നു, ബ്രാഹ്മിൻസിന് പശുക്കളെ ഡൊണേറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ ട്രഡീഷണലായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം സയൻസ് പഠിക്കുന്നുണ്ട്, ഫോറിൻ ഭാഷകൾ പഠിക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ആൻഡ് സയന്റിഫിക് അഡ്വാൻസ്മെന്റ്സിനെ ഇന്ത്യൻ ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കുറുവഞ്ചി പ്ലേ ഫോമാറ്റ് ഉണ്ട് തമിഴ്നാട്ടിൽ. സാധാരണ അതിനകത്ത് തിരുപ്പതി, ശ്രീരംഗം അങ്ങനത്തെ ഹോളി സൈറ്റ്സ് ആയിരിക്കും. ഇതിനകത്ത് പക്ഷേ മോസ്കോ, ആഫ്രിക്കയിലെ പ്ലേസസ്, ഓസ്ട്രേലിയ വിട്ട് ലോകത്തിലെ വലിയ സിറ്റീസിനെ പറ്റിയൊക്കെ ജോഗ്രഫി പഠിപ്പിക്കുകയാണ് അദ്ദേഹം, പക്ഷെ ഒരു ട്രഡീഷണൽ മോഡിൽ. സോ അത് ഐ തോട്ട് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്, ബിക്കോസ് അതൊരു കോൺഫിഡൻറ്റ് എൻഗേജ്മെന്റ് വിത്ത് മോഡേണിറ്റിയാണ്. നമ്മുടെ ഐഡന്റിറ്റിയും സെക്യൂർ ആണ്, പക്ഷേ വി ആർ ഓൾസോ വില്ലിംഗ് ടു എൻഗേജ് വിത്ത് ദ വേൾഡ്. അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ബാലൻസ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഐ യൂസ്ഡ് ഹിം ആസ് ആൻ എക്സാമ്പിൾ. റെയർ ആണല്ലേ നമ്മുടെ ഒരു ട്രഡീഷണൽ, അത്തരം ആൾക്കാർ അധികമില്ല. ചിലവരുണ്ട്, പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്കെയിലിൽ അത്രയും ആരും ചെയ്തിട്ടില്ല. ഇന്നും നമ്മൾ ആ തഞ്ചാവൂരിലെ സരസ്വതി മഹൽ ലൈബ്രറി പോയാൽ
സത്യമായിട്ടും കബേർഡിന്റെ മണ്ടയ്ക്ക് കബേർഡ് സ്റ്റാക്ക് ചെയ്ത് വെച്ച് നിറച്ച് പുസ്തകങ്ങൾ. യൂറോപ്യൻ ഷീറ്റ് മ്യൂസിക് ഉണ്ട്, പഴയ ഓലഗ്രന്ഥങ്ങളുണ്ട്, ജർമ്മൻ ഫ്രഞ്ച് പുസ്തകങ്ങളുണ്ട്, കുറേ ബൊട്ടാനിക്കൽ ഡ്രോയിങ്സ് ഉണ്ട്, ഒരുപാട് വലിയൊരു കളക്ഷൻ. ഇതെല്ലാം ഒരു മനുഷ്യൻ ഉണ്ടാക്കി വെച്ചത് ഒരു ജീവിതത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് തോന്നും. ഒരു സെൻസ് ഓഫ് ഓ തോന്നുന്ന ഒരു സ്ഥലമാണ് സരസ്വതി മഹൽ ലൈബ്രറി. പക്ഷെ അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു ഒരു കാലത്ത്. മനുവിന് ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ മനുവിന് ചിലപ്പം ബോറടിക്കില്ല, പക്ഷെ എന്നാലും ചരിത്രമല്ലാതെ സാഹിത്യം അതൊക്കെ വായിക്കുന്ന ഒരു സ്വഭാവമാണ്. മനുവിനെ വായിക്കുന്ന ഒരുപാട് സാഹിത്യകാരന്മാരുള്ള നാടാണ് കേരളം. MT വാസുദേവനൊക്കെ മനുവിനെ കുറിച്ചും മനുവിൻ്റെ പുസ്തകത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, മറ്റു പലരും പറയാറുണ്ട്. അപ്പോൾ എന്താണ് സാഹിത്യവും അതൊക്കെ ആയിട്ടുള്ള ബന്ധം എന്നുള്ളത്? ഞാൻ വായിക്കാറുണ്ട്. ഇപ്പോഴും എന്നോട് ആൾക്കാർ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞ ഒരു പുസ്തകം ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ബെന്യാമിൻ്റെ ഗോഡ് ഡേയ്സ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അപ്പം ഞാനും അത് ഗിഫ്റ്റായിട്ട് ഒത്തിരി ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ KR മീരയുടെ പുസ്തകം, മീശ ഹരീഷിൻ്റെ, അങ്ങനത്തെ ഇപ്പോഴത്തെ മലയാളം ലിറ്ററേച്ചർ ഐ റിയലി ലൈക്ക്. കാരണം ഒരുപാട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഉണ്ട്. ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഇപ്പം ലെറ്റ്സ് സേ മെയിൻ സ്ട്രീമിലുണ്ടായി വരുന്നത്, അത് ഫോർ സം റീസൺ ഐ ഡോണ്ട് ഫൈൻഡ് ദാറ്റ് ഇൻസ്പയറിംഗ്. കാരണം അത് എല്ലാം ഏകദേശം ഒരേ ടൈപ്പ് ക്രിയേറ്റീവ് റൈറ്റിംഗ് കോഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളവർ അത്രയും റൂട്ടഡ് ആയിട്ട് തോന്നുന്നില്ല. ഈ കഥകളൊക്കെ സത്യമായിട്ട് റൂട്ടഡ് ആണ്. ആൻഡ് ഇഫ് യു ഹാവ് ഗുഡ് ട്രാൻസ്ലേറ്റർ, അപ്പോൾ ജയദേവിക്കൊക്കെ വളരെ ടാലന്റഡ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ്, അവരുടെ കയ്യിലും കൂടെ കിട്ടിയ ഇറ്റ് കംസ് ഔട്ട് റിയലി ബ്യൂട്ടിഫുൾ. ഒരു റൂട്ടഡ് കഥ, നമ്മുടെ നാട്ടിലെ കഥ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥ, പക്ഷേ ഇൻ എ ലാംഗ്വേജ് ഓൾസോ ദാറ്റ് പീപ്പിൾ ഔട്ട്സൈഡ് കൻ അപ്രീഷിയേറ്റ് ആൻഡ് ദേ കൻ ഓൾസോ എൻജോയ് ദിസ്. എനിക്ക് അത് വലിയ ഇഷ്ടമായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പം കേരളത്തിലുണ്ടാകുന്ന ലിറ്ററേച്ചർ, കേരളത്തിലുണ്ടാകുന്ന സിനിമ, അത് ഐ റിയലി ലൈക്ക്. പൂനെയിൽ ജീവിച്ചു, ലണ്ടനിൽ പഠിച്ചു, ഇന്ത്യയിലെ ഹിസ്റ്റോറിയനായി, എന്നിട്ട് നമ്മളെ നാട് എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടെയാണ്. എപ്പോഴും ഞാൻ കേരളത്തിൽ വരുമ്പം ഇപ്പോഴും ഞങ്ങൾ വരും. ഇപ്പോൾ ഞങ്ങളുടെ ഒരു വീടുണ്ടല്ലോ നാട്ടിൽ, അപ്പോൾ എല്ലാ വർഷവും വരും. കുറച്ച് 1-1.5 മാസം അവിടെ നിൽക്കും. പണ്ട് കുറെ കൂടെ വരുമായിരുന്നു, ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് അത്രയും വരാൻ പറ്റുന്നില്ല. പക്ഷെ വരും. ആ സമയത്ത് ആ നാട്ടിലെല്ലാം കറങ്ങി നടക്കും. അവിടുത്തെ കൊച്ച് 2-3 അമ്പലങ്ങളുണ്ട് എനിക്ക് ഇഷ്ടമുള്ളത്, അവിടെ പോകും. ആരും പോകത്തില്ല, കാലി കിടക്കുവാണ്, പക്ഷെ അവിടെ പോയി ഒന്ന് മുഖം കാണിച്ചിട്ട് വരും. അതൊക്കെ എനിക്ക് ഇപ്പോഴും വലിയ ഇഷ്ടമാണ്. ഒരു അക്കാഡമിക് കരിയർ പർസ്യൂട്ട് ഇല്ല, താല്പര്യം തൽക്കാലം ഇല്ല. പക്ഷെ ഐ വോണ്ട് ടു ഡു അതർ തിങ്സ് വിത്ത് ഹിസ്റ്ററി. ഫോർ എക്സാമ്പിൾ, ഇപ്പം പുസ്തകങ്ങൾ നമുക്ക് എഴുതാം, കുറെ കൂടെ എഴുതാം, ഐഡിയാസ് ഒക്കെ ഉണ്ട്. പക്ഷെ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തപോലെ ഇപ്പൊ ടെക്നോളജി വരുന്ന ഒരു സമയമാണ്. നമുക്ക് ഇരുന്ന് കംപ്ലയിൻ ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ കുറെ മോശം ഹിസ്റ്ററി ഉണ്ട്, മോശമായിട്ടുള്ള കഥകൾ പറയുന്നു. പക്ഷെ നമ്മളതിനെ റെക്ടിഫൈ ചെയ്യാൻ, കംപ്ലയിൻറ്റ് ചെയ്യാൻ ചെയ്തിട്ട് മാത്രം കാര്യമില്ല. സോ എനിക്ക് ഐ വോണ്ട് ടു ഡു സംതിങ് ദാറ്റ് ബ്രിങ്സ് ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടുഗദർ വിത്ത് ഗുഡ് ഹിസ്റ്ററി. അത് നോക്കുക എങ്ങനെ ചെയ്യണം. ചിലപ്പോൾ അടുത്ത വർഷം നോക്കാം. താങ്ക് യു.